യെസ് രാമദാസിയൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ടോ? നമുക്കിതാ 3 ദിവസം അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഈ ദിവസങ്ങളിലായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കണം? നമുക്ക് ബയോളജിയും പഠിക്കണം, അതേപോലെ തന്നെ കെമിസ്ട്രിയും സെറ്റ് ആക്കണം. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി പ്ലാനാണ് ഇന്ന് മിസ് റെഡി ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ആ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ആ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. റെഡിയാണോ? യെസ്, മിസ്സിനെ കാണാൻ പറ്റുന്നുണ്ടോ? മിസ് പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാവോ? യെസ് ആര്യൻ. ഓ യെസ്, ഒത്തിരി സന്തോഷമായി കേട്ടോ. നല്ല ഈസി ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതേപോലെ ഈസി ആയിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാം. ഓക്കെ, ഒരു ടെൻഷനും ഒന്നും വേണ്ട കേട്ടോ. യെസ് ശക്തിമാൻ, പൗലോസ്, ഗോസില്ല, അഹല്യ, ദീപ, കൂൾ ഗൈ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് മക്കളെ. യെസ് ശരത്, മിസ് സുഖമായിരിക്കുന്നു. കുറേ ദിവസമായില്ലേ എൻ്റെ കുട്ടികൾക്ക് ലൈവ് എടുക്കാൻ വേണ്ടി +2 ചാനലിൽ വന്നിട്ട്. വെയിറ്റേജ് എല്ലാം മിസ് പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ +2ൻ്റെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബയോളജിയുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വെയിറ്റേജ് ഒക്കെ മിസ് പറഞ്ഞുതരാം. ഫുൾ സെറ്റ് ആക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം എന്താ അറിയേണ്ടത്? യെസ്, കുറേ ദിവസമായി. ഇനിയിപ്പോൾ എന്താണ്, 3 ദിവസം അടുപ്പിച്ച് മിസ്സിനെയും നമ്മുടെ ബയോളജിയിലെ എല്ലാ ടീച്ചേഴ്സിനെയും നിങ്ങൾക്ക് കാണാം കേട്ടോ. കുറേ നാളായി കണ്ടിട്ട്. അതെ, നിങ്ങളുടെ പേര് ഇങ്ങനെ ലൈവ് ചാറ്റിൽ മിസ് കണ്ടിട്ടും കുറേ ആയി. പ്രത്യേകിച്ച് ശരത്തിൻ്റെ, കാരണം ശക്തിമാനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല എല്ലാ ദിവസവും മിസ് പോണ ലൈവിൽ കാണാറുണ്ട്. പക്ഷെ ശരത്തിനെ ഇവിടെ +2 കാണാറുള്ളൂ. ഇന്ന് ക്ലാസ് എടുക്കൂ കേട്ടോ. ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ടാകും. നീറ്റ് രജിസ്റ്റർ ചെയ്തു. പൊളി. അപ്പോൾ അടിപൊളി. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും 2024 ഇത് എഴുതാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൺഫർമേഷൻ പേജൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ, കൺഫർമേഷൻ ലാസ്റ്റ് പേയ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്യണേ. ഓക്കെ, അപ്പം രജിസ്റ്റർ ചെയ്യാത്തവർ എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. സക്സസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മളുടെ യെസ് ഡ്രീമിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ആദ്യം +2 സെറ്റ് ആക്കണം. അപ്പോൾ ഈ 3 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എൻ്റെ മക്കൾക്ക് അറിയണ്ടേ? എങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ? യെസ്, അറിയണോ എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ട് കുറച്ച് ഫയർ ഇമോജീസ് ഒക്കെ വേണം. എവിടെ നമ്മുടെ സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയണ്ട, നമ്മുടെ കുറച്ച് ഫയർ ഇമോജീസ് ഒക്കെ തരുമോ? കുറച്ച് ഫയർ ഇമോജീസ് ഒക്കെ വന്നാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിത് സെറ്റ് ആക്കാൻ പറ്റുള്ളൂ. ഇന്നൊരു 4 hours ക്ലാസ് ഉണ്ടാവും മിനിമം. ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അബ്ദുൾ റഹ്മാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളാണ്. ഇന്നെന്നല്ല, ഈ 3 ദിവസങ്ങളിലായിട്ടുള്ള നമ്മുടെ സ്റ്റഡി പ്ലാനാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ബയോളജി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെമിസ്ട്രി എക്സാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ ബയോളജി മാത്രമല്ല പഠിക്കാൻ പോകുന്നത്, കെമിസ്ട്രി കൂടി പഠിച്ച് സെറ്റാക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ, ഇന്ന് നമുക്ക് 7 മണിക്ക് ഇപ്പം നമ്മുടെ ബയോളജിയുടെ ലൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബയോളജിയുടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈവിൽ നമ്മൾ 6 ചാപ്റ്റേഴ്സാണ് റെഡിയാക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലാർ ബേസിസ് ആൻഡ് എവല്യൂഷൻ. അപ്പോൾ എവല്യൂഷൻ വരെയാണ് ഇന്ന് നമ്മൾ ഇപ്പം നടക്കാൻ പോകുന്ന ഈ ഒരു ലൈവിൽ നമ്മൾ തീർക്കാൻ പോവുക. ഓക്കെ, അത് കഴിഞ്ഞ് നാളെ രാവിലെ 10 മണിക്ക് നമ്മുടെ കെമിസ്ട്രിയുടെ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D&F ബ്ലോക്ക്, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, ബയോമോളിക്യൂൾസ്, ഈ ഒരു എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 5 ചാപ്റ്റേഴ്സുമായിട്ട് നമ്മുടെ കംപ്ലീറ്റ് കെമിസ്ട്രി ടീം ഉണ്ടാകുന്നതായിരിക്കും. യെസ് മോസിന, എക്സാം ഈസി ആയി, വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ മക്കളെ, ഈ ഒരു 5 ചാപ്റ്റേഴ്സ് നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാൻ നമ്മുടെ കെമിസ്ട്രി ടീം വരുന്നുണ്ടാകും. അത് കഴിഞ്ഞ് വീണ്ടും 7 മണിക്ക് നമ്മുടെ ബാക്കിയുള്ള ബയോളജി ചാപ്റ്റേഴ്സ്, ഹ്യൂമൻ ഹെൽത്ത്, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, ബയോടെക് 1ഉം 2ഉം, പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ഇക്കോസിസ്റ്റം, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, ബാക്കിയുള്ള 7 ചാപ്റ്റേഴ്സ് നാളെ വൈകുന്നേരമുള്ള 7 PM ലൈവിൽ സെറ്റാക്കും. വീണ്ടും നിങ്ങൾ എഴുന്നേൽക്കുന്നു, അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് വരുന്നു. അപ്പോൾ ഈ സെറ്റ് ഫുൾ 10 മണിയാണേ. കോർഡിനേഷൻ കോമ്പൗണ്ട്, ഹാലോ ആൽക്കീൻസ്, ആൽക്കഹോൾ, ഫീനോൾ, ആൽഡിഹൈഡ്, ആസിഡ്, അമീൻസ്, ഈ ബാക്കിയുള്ള കെമിസ്ട്രി ചാപ്റ്റേഴ്സ് നമ്മൾ സൺഡേ രാവിലെ 10 മണിക്ക് സെറ്റാക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ സൺഡേ 7 PM വരുമ്പം ബയോളജിയുടെ 100 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ബയോളജി ടീം ഇവിടെ ഉണ്ടാവും. അതോടുകൂടി ബയോളജിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളെ, നമ്മളുടെ മൺഡേ, ഓക്കെ, 19-ാം തീയതി നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ബയോളജി എക്സാം ഒക്കെ ഫുൾ ഔട്ട് ഓഫ് ഫുള്ളൊക്കെ വാങ്ങി ഇങ്ങനെ എഴുതിയിരിക്കുന്ന സമയത്ത് വൈകുന്നേരം നമുക്ക് ലാംഗ്വേജിൻ്റെ മാരത്തൺ ക്ലാസ് ഉണ്ടാകും മൺഡേ 7 PM. അത് കഴിഞ്ഞ്
നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ 100 ഷുവർ ക്വസ്റ്റ്യൻസ്. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ചാപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി നാളെയും മറ്റന്നാളും ആയിട്ട് തീർക്കും. ആൻഡ് 100 ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചൊവ്വാഴ്ച, അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ തലേന്ന് ശരിയാക്കും. ഇത്രയും സെറ്റ് ആയോ മക്കളെ എല്ലാവർക്കും? ഓക്കെ, ഇത്രയും എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും റെഡി ആയെങ്കിൽ നമ്മുടെ ലൈവ് ചാറ്റിൽ കുറച്ച് ഹാർട്ട് ഇമോജീസ്, ഈ ഒരു അടിപൊളി ഒരു സെറ്റ് സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ട് കുറച്ച് ഫയർ ഇമോജീസ് ഒക്കെ പോരട്ടെ. 12 മണി വരെ കണ്ടിന്യൂസ് ആയി കണ്ടത് വെറുതെ ആയില്ല. ഓക്കെ, സന്തോഷമായിട്ടോ മിസ്സിന്. അപ്പോൾ ഇന്നലെ നമ്മുടെ +1 മക്കൾക്ക് കണ്ടിന്യൂസ് 6 hours ലൈവ് ആയിരുന്നു. അവർ ഫുൾ അത് അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തു. ആൻഡ് ഇവിടെ എന്താണ് നമ്മളുടെ നിങ്ങൾക്ക് എക്സാം ഒക്കെ ഈസി ആയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ +2 കേട്ടോ. അപ്പോൾ ഒന്നും വിഷമിക്കേണ്ട, നമുക്ക് ഫുൾ റെഡിയാക്കാം. ഓക്കെ, റെഡിയാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മിസ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ഈ ഒരു 6 ചാപ്റ്റേഴ്സ് ആണ്, നാളെ അടുത്ത 6 ചാപ്റ്റേഴ്സ്, ആൻഡ് സൺഡേ നമ്മൾ 100 ഷുവർ ക്വസ്റ്റ്യൻസ്. അതിൽ ഇന്നതേ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിങ്ങൾക്ക് 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്നത്തെ നിങ്ങളുടെ ആ ഒരു ലൈവ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് നിങ്ങൾക്ക് 8 മാർക്ക്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ 6 മാർക്ക്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് 3 മാർക്ക്. ഓക്കെ, ഈ 3 ചാപ്റ്റേഴ്സ് മിസ് സെറ്റ് ആക്കി തരാം. അത് കഴിഞ്ഞ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും മോളിക്കുലാർ ബേസിസും 8 മാർക്കും 7 മാർക്കും ഉള്ള ഒരു ഭീകര ചാപ്റ്റേഴ്സ് ആണ്. ഈ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അടിപൊളിയാക്കി തരാൻ സ്നേഹാംസ് വരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മുടെ എവല്യൂഷൻ, ഓക്കെ, ആ എവല്യൂഷൻ സെറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി ബസും വരുന്നുണ്ടാകും. അങ്ങനെ നമ്മൾ 3 പേരും കൂടി നിങ്ങൾക്ക് ഇന്ന് എത്ര മാർക്സ് ഏകദേശം തരും? ഒന്ന് കണക്ക് കൂട്ടിക്കേ. 8 7 എത്രയാ? 15, 15 3 18, 6 24, ഇവിടുത്തെ 8, 32 മാർക്ക് ഇന്നത്തെ ലൈവിൽ നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ, 32 മാർക്കാണ് ഇന്നത്തെ ഒരു ഒറ്റ ലൈവിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ന് നമ്മൾ തിയറി ആയിരിക്കില്ല, ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഓരോ ടോപ്പിക്സ് പഠിച്ചു പോകും. ഓക്കെ, കാരണം ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ തിയറി നമ്മൾ പഠിച്ചതാണ്. ഇനി എക്സാം ടൈം ആയാലും വെറും തിയറി മതിയോ? നമ്മൾ ക്വസ്റ്റ്യൻസ് അല്ലേ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റെഡിയാക്കാം. ATRMS നാളെ നിങ്ങളുടെ ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സുമായിട്ട് ATRMS നാളെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, യെസ്, റെഡി ആണെങ്കിൽ എൻ്റെ മക്കൾ എല്ലാവരും ഒന്ന് കുറച്ചധികം ഫയർ ഇമോജീസ് ഇടാൻ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മക്കളെ നിങ്ങൾ നീറ്റ് എക്സാമിനൊക്കെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നുകൂടി റെഡിയാക്കണം എന്ന ആഗ്രഹമുണ്ട്. അതായത് ഇതുവരെ പഠിച്ചിട്ടില്ല, ഒന്ന് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷിലൊക്കെ ജോയിൻ ചെയ്യാം. ക്രാഷിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ എക്സാം ആയതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏപ്രിലായിരിക്കും റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ നമ്മുടെ ക്രാഷിൽ ജോയിൻ ചെയ്യാം കേട്ടോ. യെസ്, ശ്രീ ജയകുമാർ റെഡി. ഓക്കെ, അപ്പോൾ മക്കളെ ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമ്മൾ വേഗം തന്നെ പോകുന്നത് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. എന്താ പറയുന്നത്? A typical microsporangium is surrounded by 4 wall layers. Name the wall layers and state the function of innermost wall layer. മക്കളെ നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആന്തറിന്റെ ഉള്ളില് അല്ലെ. ആന്തറിന് നമ്മൾ എന്താ പറയാ, ഇങ്ങനെ ടെട്രഗണൽ എന്ന് പറയാൻ കാരണം ആന്തറിന്റെ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പ്രാക്ടിക്കലിൽ ചെയ്ത് കാണും അല്ലേ. 4 മൈക്രോസ്പൊറാഞ്ചിയം കാണാം. ആ 4 മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ 4 wall layers, വെരി ഗുഡ്. നമ്മൾ E²MT എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന നമ്മുടെ എപ്പിഡെർമിസ്, പിന്നെ ഏതൊക്കെയാ? എൻഡോതീഷ്യം, ദെൻ നമ്മുടെ മിഡിൽ ലെയേഴ്സ്, ദെൻ ടപ്പീറ്റം. ഓക്കെ, ഇത് 4 ആണ് നമ്മളുടെ ആ ഒരു വാൾ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഇന്നർമോസ്റ്റ് വാൾ ലെയറിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്. എന്താ മക്കളെ ഇന്നർമോസ്റ്റ്? വെരി ഗുഡ്. എന്താണ് ഇന്നർമോസ്റ്റ് വാൾ ലെയറിന്റെ ഫംഗ്ഷൻ? എന്താ മക്കളെ? യെസ്, ഓക്കെ. അപ്പം എൻ്റെ മക്കളുടെ എക്സാം ഒക്കെ ഈസി ആയെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. നറിഷ്മെൻ്റ് ആണ്. ആർക്ക് നറിഷ്മെൻ്റ് ആണ്? നമ്മുടെ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മുടെ ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ. ഈ 3 ആൾക്കാരുടെ ഫംഗ്ഷൻസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അഥവാ ചോദിച്ചതാണെങ്കിൽ എന്താ പറയേണ്ടത്? അഥവാ ചോദിച്ചതാണെങ്കിൽ അവരുടെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ ഡെഹിസൻസ് ഓഫ് ആന്തറും ആണ് കേട്ടോ. പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഹിസൻസ് ഓഫ് ആന്തർ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും ചോദിക്കും. അപ്പോൾ ഒരു കാരണവശാലും വിട്ടുപോകരുത്. റെഡി, ഡൺ. അടുത്ത ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. ഇത് കുറച്ചൊരു 1 word ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? അടിപൊളി. ലൈവിൽ ഇരിക്കുന്നതാണ്, DPP പെൻഡിങ് ആണ്. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട, നമുക്ക് റെഡി ആക്കാം കേട്ടോ.
ഓക്കെ, റെഡിയാക്കാം, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഇതിൻ്റെ നോട്ട്സ് വായിക്കാം, അത് മതി കേട്ടോ. ഓക്കെ, DPP ചെയ്യുക. ഇപ്പം അതിൻ്റെ നോട്ട്സ് വായിച്ചാലും മതി. നിങ്ങൾക്ക് മക്കളെ നല്ലപോലെ അറിയുന്ന ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, DPP ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട്സ് വായിച്ച് സെറ്റാക്കിയാലും മതി. ഓക്കെ, ദെൻ സ്റ്റോക്ക് ഓഫ് ഇതിനെ നമ്മൾ എന്ത് പറയും, ഒവ്യൂളിൻ്റെ സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂണിക്കിൾ എന്ന് പറയും. ആൻഡ് ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ന്യൂസെല്ലസ്? ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? DPP എന്താണ്, ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ബാച്ചിലെ കുട്ടികളോട് മിസ്സിന് അത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് DPP അങ്ങനത്തെ സംഭവമൊക്കെ എന്തുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക. ഇതിപ്പോൾ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാലും മതിയാവും. നിങ്ങൾക്ക് ചാപ്റ്റർ അറിയുമെങ്കിൽ, ചാപ്റ്റർ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോട്ട്സ് വായിച്ചാൽ മതി. കാരണം നിങ്ങൾ ഓൾറെഡി നമ്മളുടെ റിവിഷൻ ബാച്ചിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനോട് വിരോധമില്ല കേട്ടോ. യെസ്, ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണല്ലേ, ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്. എവിടെ കാണുന്നതാണ്, ഇൻസൈഡ് ഒവ്യൂൾ. ഒവ്യൂളിൻ്റെ ഉള്ളിലുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക, ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. DPP സെറ്റാണ്, സമാധാനം. ഓക്കെ, പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് ഓഫ് ദ ഒവ്യൂൾ. എന്താ മക്കളെ ഒവ്യൂളിൻ്റെ ആ ഒരു പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് എന്ന് പറഞ്ഞത്? നിങ്ങളിങ്ങനെ DPP സെറ്റാണ് ആൻഡ് അതുപോലെ നിങ്ങൾ DPP ചെയ്യുകയാണ് മിസ്സേ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട് മക്കളെ. കാരണം ഈ ഒരു നീറ്റ് നമ്മുടെ കുട്ടികളുടെ നീറ്റാണ്. ഓക്കെ, യെസ്, എന്താണ് പ്രൊട്ടക്റ്റീവ് എൻവലപ്പിനെയാണ് നമ്മൾ പറയുക ഇൻറ്റഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഒവ്യൂളിൻ്റെയും ഫ്യൂണിക്കിളിൻ്റെ ആ ഒരു ജംഗ്ഷനെ, വെരി ഗുഡ്, ഹൈലം, ഹൈലം, ഹൈലം. റെഡി? യെസ്. ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആൻഡ് ഇത് മിസ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് വരച്ചുകൂടി കാണിച്ചു തരാം. ഈ ഓരോ സാധനങ്ങൾ എന്താ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക്, ഇങ്ങനെയാണ് നമ്മളുടെ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക അല്ലേ. ഇതാണ് നമ്മളുടെ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു സ്റ്റോക്കിനെയാണ് നമ്മൾ ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്കാണ് മക്കളെ ഫ്യൂണിക്കിൾ. അതായത് ഇവിടെ പ്ലസൻ്റ ഉണ്ടാകും. ഈ പ്ലസൻ്റേനോട് ഫ്യൂണിക്കിളിനെ ചേർത്ത് നിർത്തുന്ന സ്ട്രക്ചർ ഇതാണ് ആ സ്റ്റോക്ക്. പ്ലസൻ്റ എന്ന് പറയുന്ന ടിഷ്യൂവിനെ ഒവ്യൂൾ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണ് ഇത്. ഇവർ രണ്ടുപേരും കൂടി കൂട്ടിമുട്ടുന്ന ഈ ജംഗ്ഷൻ, അതായത് സ്റ്റോക്കും ഒവ്യൂളും, ഇത്രയും ഭാഗമാണ് ഒവ്യൂള്. ഓക്കെ, ഇത്രയും ഭാഗം ഒവ്യൂളാണ്. ഇതാണ് സ്റ്റോക്ക്, ആ ഒരു വടി പോലത്തെ സാധനം. ആ സ്റ്റോക്കും ഒവ്യൂളും കൂടി ജോയിൻ ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഹൈലം എന്ന് പറയാം. ഈ ഒവ്യൂളിൻ്റെ അകത്തുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂ, ഇവിടെയൊക്കെ കാണുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ് നമ്മൾ പറയുന്ന ന്യൂസെല്ലസ്. ഈ ന്യൂസെല്ലസിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ആ 2 ലെയർ ഓഫ് കവറിംഗ് ആണ് ഇൻറ്റഗ്യുമെൻറ്റ്സ്. ഏറ്റവും പുറമേ ഉള്ളതിനെ നമ്മൾ ടെസ്ല എന്നും ഉള്ളിലുള്ളതിനെ ടെഗ്മൻ എന്നും പറയും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ന്യൂസെല്ലസ് എല്ലാം തന്നെ ഡിപ്ലോയിഡ് ടിഷ്യൂ ആണ്. ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ മക്കളെ, സെറ്റല്ലേ എല്ലാവർക്കും? യെസ്. അത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് പോവാണ്. ഇവിടെ മിസ് ചെയ്യുന്നതെല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അത് മാത്രമല്ല ഇന്ന് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യില്ല, 100 ഷുവർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ, ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇന്ന് കണ്ടതല്ലേ എന്നാൽ പിന്നെ 100 ഷുവർ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കാമെന്ന് കരുതരുത്. കാരണം മാക്സിമം നമ്മൾ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു 3 ദിവസത്തെ പ്ലാൻ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ലൈവിലേ കിട്ടുള്ളൂ, നാളെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നാളത്തെ ലൈവിലേ കിട്ടുള്ളൂ, മറ്റന്നാളത്തത് വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഗുഡ്. ഡിഫൈൻ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്നെ മക്കൾ എല്ലാവരും പറയുന്ന മിസ്സിന് അറിയാം, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് pollen grains from the anther, pollen grains from the anther to the stigma, from the anther to the stigma, to the stigma. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്കുള്ള പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഓട്ടോഗാമി, ഗേറ്റ്നോഗാമി ആൻഡ് സെനോഗാമി. മക്കൾ ഇതിനെ 3നെ കുറിച്ചും ഓരോ ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓട്ടോഗാമി, ഒരു ഷോർട്ട് നോട്ട് എഴുതിക്കേ. വെരി ഗുഡ്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ, അതിനാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്, transfer of pollen grains from the anther to the stigma of same flower.
ഒരേ ഒരു ഫ്ലവറിൽ നിന്ന് ആ ഫ്ലവറിൻ്റെ അകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാകും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാകും. സെൽഫ് പോളിനേഷൻ എന്ന് പറയും. മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒരേ ഫ്ലവറിൽ കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് എന്താ മക്കളെ പറയാ? അത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആർ സീൻ ഓൺ ദ സെയിം ഫ്ലവർ. അത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് ഒരു പേരുണ്ട്, എന്താ പറയാ? വെരി ഗുഡ് അമൽ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയൂ കേട്ടോ, ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. ഇനി മക്കളെ ഗെയ്റ്റ്നോഗാമി. ഗെയ്റ്റ്നോഗാമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയ്റ്റ്നോഗാമി എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. ഗെയ്റ്റ്നോഗാമി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെന്റ് ഫ്ലവർ ബട്ട് സെയിം പ്ലാന്റ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ to the stigma of different flower but same plant. മക്കളെ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് എന്താണ് പറയാ? ഒരു പ്ലാന്റിൽ 2 ഡിഫറെൻറ്റ് സെക്സ് ഓർഗൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് നമ്മൾ എന്താ പറയാ? ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് ഒരു പേരുണ്ട്. 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്, അല്ല ഒരു സെയിം പ്ലാന്റ് 2 ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൽ 2 ഡിഫറെൻറ്റ് സെക്സ് ഓർഗൻസ് കാണുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് നമ്മൾ എന്ത് പറയും? യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. പക്ഷേ പ്ലാന്റ് എന്താണ്? പ്ലാന്റ് എന്താണ്? യൂണിസെക്ഷൽ ആണ്. ശരിയാണ്, കാരണം ഒരു ഫ്ലവറിൽ ഒരു സെക്സ് ഓർഗനേ ഉള്ളൂ. പക്ഷെ അത്തരത്തിലുള്ള പ്ലാന്റ്സിന് നമ്മൾ എന്താ പറയാ? അത്തരത്തിലുള്ള പ്ലാന്റ്സിന് എന്താ മക്കളെ പറയാ? എന്താണ് പറയുന്നത്? ജെനറ്റിക്കലി സെയിം ആണ്, ഫങ്ഷണലി ഡിഫറെൻ്റ് ആണ്, അതും ശരിയാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇപ്പം നമ്മൾ ആന്തറും ഉണ്ട്, സ്റ്റിഗ്മയുണ്ട്. ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിന് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് പറയും. ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ശരിയാണ്. ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഡിഫറെൻറ്റ് ഫ്ലവർ ഉണ്ട്, സെയിം പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ മെയില്, ഇവിടെ ഒന്നുകിൽ ഫീമെയിൽ. അപ്പം നമുക്കറിയാം യൂണിസെക്ഷൽ ഫ്ലവർ ആണ്, യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. പക്ഷേ പ്ലാന്റ് എന്താണ്? പ്ലാന്റ് ഇസ് മൊണേഷ്യസ്. ഓക്കെ, പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞാൽ പ്ലാന്റ് മൊണേഷ്യസ് ആണ്, കാരണം ആ ഒരു പ്ലാന്റിൽ 2 സെക്സ് ഓർഗൻസും കാണാൻ പറ്റും. പ്ലാന്റ് ഇസ് മൊണേഷ്യസ്. ഡയേഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും വേറെ വേറെ. ഇവിടെ ഒന്നുകിൽ മെയില്, ഇവിടെ ഒന്നുകിൽ ഫീമെയിൽ. അപ്പോൾ ഇത് യൂണിസെക്ഷൽ ഫ്ലവറും ഡയേഷ്യസ് പ്ലാന്റും. യൂണിസെക്ഷൽ ഫ്ലവർ, ഡയേഷ്യസ് പ്ലാന്റ്. മനസ്സിലായോ വ്യത്യാസം? ഓക്കെ, മൊണേഷ്യസ് ആണ് ഈ കണ്ടീഷൻ, ഇത് ഡയേഷ്യസ് ആണ് കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ നമ്മളുടെ എന്താ പറയുന്നത്? സെനോഗ്യാമി, ക്രോസ് പോളിനേഷൻ. സെനോഗ്യാമിക്ക് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് from the anther to the stigma of different plant. ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ് കേട്ടോ, ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ്, ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്. ഇതാണ് ആക്ച്വൽ ക്രോസ് പോളിനേഷൻ, അതായത് ഫങ്ഷണലി ആൻഡ് ജെനറ്റിക്കലി ക്രോസ് പോളിനേഷൻ. ഇത് ഫങ്ഷണലി ക്രോസ് ആണെങ്കിലും ജെനറ്റിക്കലി സെൽഫാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, flowers are classified into casmogamous and cleistogamous. നമുക്ക് casmogamous flowers ഉണ്ട്, cleistogamous flowers ഉണ്ട്. Cleistogamous flowers are autogamous. Justify. നമ്മളോട് എന്താ പറഞ്ഞത്? ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിനെ നമ്മൾ പറയുന്നത് അവരെന്താണെന്നാ പറയുന്നത് മക്കളെ? ദേ ആർ ഓട്ടോഗ്യാമസ്. എന്തുകൊണ്ടാണ് അവർ? വെരി ഗുഡ്. എന്താണ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ്? These are closed flowers. ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം പോളിനേറ്റിംഗ് ഏജന്റിന് എവിടെ എത്താൻ പറ്റില്ല? ആ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റില്ല. കാരണം പോളിനേറ്റിംഗ് ഏജന്റ് കനോട്ട് റീച്ച് ദെയർ. അല്ലെങ്കിൽ വിൻഡിനൊന്നും എത്താൻ പറ്റില്ല എന്നല്ല, നമുക്ക് എന്ത് പറയാം? ഓൺലി സെൽഫ് ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഓൺലി സെൽഫ് പോളിനേഷൻ ഒക്കേഴ്സ്. സെൽഫ് മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ പീ പ്ലാന്റ്സിലൊക്കെ എങ്ങനെയാണ്? പീ പ്ലാന്റ്സ് ഒക്കെ എന്താണ്? വെക്സിലറി എസ്റ്റിവേഷൻ ആണ്, ക്ലോസ്ഡ് ഫ്ലവേഴ്സ് ആണ്. ഓക്കെ, ഇനി ഡിഫൈൻ ഓട്ടോഗ്യാമി. ഇത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ് അല്ലേ? എന്താണ് ഓട്ടോഗ്യാമി? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് സെയിം ഫ്ലവർ. ഓക്കെ,
യെസ്, അവർക്ക് വെരി ഗുഡ് ജോസ്ന. ഇവർക്ക് എന്ത് വേണ്ട, പോളിനേറ്റേഴ്സ് ഇല്ലാതെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഈ എന്താ പറയുക, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ആണ് ആദ്യം ഉണ്ടായത്. അതായത് ആദ്യം ഭൂമിയിൽ ഈ ഒരു പോളിനേറ്റേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പോളിനേറ്റേഴ്സ് ഇല്ലാതെയും പോളിനേഷൻ നടക്കണം എന്നുള്ള അഡാപ്റ്റേഷനിലാണ് ആദ്യം ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ഉണ്ടായത്. പിന്നീട് നമ്മുടെ ഭൂമിയിലെ ഡെവലപ്മെന്റ്സ് വന്നു, മാറ്റങ്ങൾ വന്നപ്പോഴാണ് പോളിനേറ്റിംഗ് ഏജൻസ്, ജീവികൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പോഴാണ് ആര് വന്നത്, ഫ്ലവേഴ്സ് ഓപ്പൺ ആവാൻ വേണ്ടി തുടങ്ങിയത്. അതൊരു എവല്യൂഷണറി സീക്വൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. ഇനി ഇതേ പിടിച്ചോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സെൽസ് എ ആൻഡ് ബി. മക്കളെ ഇവിടെ നിങ്ങൾക്ക് പോളൻ ഗ്രെയിൻ്റെ ഒരു ഡയഗ്രാം കാണാൻ പറ്റും. ഇതൊരു പോളൻ ഗ്രെയിൻ ആണ്. പോളൻ ഗ്രെയിനിൽ സാധാരണ 2 സെൽഡ് കണ്ടീഷൻ ആണ്. ഏതൊക്കെയാണ് ആ 2 സെൽസ് എന്ന് പറയുന്നത്? ഒന്ന് എ ആണ്, മറ്റേത് ബി ആണ്. ഏതൊക്കെയാണ്? വെരി ഗുഡ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലാണ്, വെജിറ്റേറ്റീവ് സെൽ. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ജനറേറ്റീവ് സെല്ലാണ്, ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, ജനറേറ്റീവ് സെല്ലും ഉണ്ട്. ഇനി എന്താ? റൈറ്റ് 2 പെക്യുലാരിറ്റീസ് ഓഫ് എ. അതായത് നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ 2 പ്രത്യേകത പറയാനാണ് പറഞ്ഞത്. എന്തൊക്കെയാ മക്കളെ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ 2 പ്രത്യേകതകൾ? എന്തൊക്കെ എഴുതാൻ പറ്റും? വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതാൻ പറഞ്ഞാൽ വെരി ഗുഡ്. ലാർജ് ഇറഗുലർ ന്യൂക്ലിയസ് ആണ്, ലാർജ് ഇറഗുലർ ന്യൂക്ലിയസ്. ലാർജ് സെല്ലാണ് ആൻഡ് അവർക്ക് എന്താണ്? ഒരു ഇറഗുലർ ഷേപ്പിലുള്ള ന്യൂക്ലിയസ് ആണ്. അബണ്ടന്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽ. വെരി ഗുഡ്. അബണ്ടന്റ് റിസർവ് ഫുഡ് മെറ്റീരിയൽ, റിസർവ് ഫുഡ് മെറ്റീരിയൽ. അബണ്ടന്റ് ആയിട്ടുള്ള റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ട്. ഇനിയിപ്പോൾ ജനറേറ്റീവ് സെല്ലിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ ജനറേറ്റീവ് സെല്ലാണ് മെയിൽ ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നത്. ജനറേറ്റീവ് സെല്ലിന് ഒരു സ്പിൻഡിൽ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്, വിച്ച് ഇസ് എ സ്മോൾ സെല്ലാണ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് മിസ് വേണമെങ്കിൽ ഇവിടെ ഒന്നുകൂടി എഴുതാം. ജനറേറ്റീവ് സെല്ലിനെ കുറിച്ച് അഥവാ ചോദിച്ചാൽ എന്തൊക്കെ പറയും മക്കളെ? സ്മോൾ സെല്ലാണ്, സ്മോൾ സെല്ലാണ്. പിന്നെ എന്താണ്? ഇതാണ് ദിസ് അണ്ടർഗോ, വിച്ച് അണ്ടർഗോ മൈറ്റോസിസ്. ഇതിന് മൈറ്റോസിസ് നടന്നിട്ടാണ് എന്ത് സംഭവിക്കുക? മെയിൽ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നത്. ഫോം 2 മെയിൽ ന്യൂക്ലിയസ്. ആൻഡ് ഇവരുടെ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്, സ്പിൻഡിൽ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ഇനി അഥവാ ഇത് ചോദിച്ചാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. യെസ്, വെരി ഗുഡ്. ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്. അപ്പോൾ എക്സൈൻ, നമ്മളിപ്പോൾ പോളൻ ഗ്രെയിൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? പോളൻ ഗ്രെയിനിന് 2 ലെയർ ഉണ്ട്. ഒരു എക്സൈനും ഉണ്ട്, ഒരു ഇൻറ്റൈനും ഉണ്ട്. അപ്പോൾ ദിസ് ഔട്ടർ വാൾ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സൈൻ. അയ്യോ സോറി 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 മിസ് അറിയാണ്ട് പറഞ്ഞതാണേ, സോറി. ഇന്നർ വാൾ ലെയർ എന്ന് പറയുന്നത് ഇൻറ്റൈൻ ആണ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് മിസ് ഒരു ക്വസ്റ്റ്യൻ തരാം. മിസ് അറിയാതെ ആൻസർ പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ തരാം. ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? എന്ത് സബ്സ്റ്റൻസ് കൊണ്ടാണ് ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കണേ? പറ, എന്തുകൊണ്ടാണ് ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കണേ? ഏതാണ്? വെരി ഗുഡ്. സെല്ലുലോസ് മാത്രമാണോ? സെല്ലുലോസ് മാത്രമാണോ? എപ്പോഴും പറയരുത് എന്ന് മിസ് വിചാരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ മിസ്സിൻ്റെ വായിൽ നിന്ന് ആൻസർ അങ്ങോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ശരിയാവാത്ത പോലെയാണ്. ഇപ്പം തന്നെ അടുത്തത് പറഞ്ഞു പോവുമായിരുന്നു. ഓക്കെ, ഔട്ടർ വാൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പോറോപൊള്ളനിൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്പോറോപൊള്ളനിൻ? അപ്പോൾ ഔട്ടർ വാൾ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊള്ളനിൻ കൊണ്ടാണ്. അതായത് ഈ ക്വസ്റ്റ്യൻ ഞാനിങ്ങനെ PPT സെറ്റ് ചെയ്യുമ്പോഴേ എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു, അർച്ചന നീ ഇതിൻ്റെ കൂടെ സ്പോറോപൊള്ളനിൻ ആൻസർ പറയരുത്, കാരണം സ്പോറോപൊള്ളനിൻ അടുത്ത ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം അടുത്ത ക്വസ്റ്റ്യൻ എടുത്തത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. യെസ്, ഇതെന്താണ്? വൺ ഓഫ് ദി നോൺ റെസിസ്റ്റന്റ് മെറ്റീരിയൽ അറിയപ്പെടുന്നതിൽ വൺ ഓഫ് ദ നോൺ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ആണ്. റെസിസ്റ്റന്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ ആസിഡ്സ്, ഹൈ ടെമ്പറേച്ചർ, ന്യൂക്ലിയേസസ് ഒന്നിനും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ, അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഡെസ്ട്രോയിഡ് ബൈ UV റേഡിയേഷൻ. UV റേഡിയേഷന് പറ്റില്ല, ഹൈ ടെമ്പറേച്ചറിന് പറ്റില്ല, ആസിഡ് ആൻഡ് ആൽക്കലിക്ക് പറ്റില്ല, പിന്നെ ന്യൂക്ലിയേസസിന് ഒന്നും പറ്റില്ല. ഒരു തരത്തിലുള്ള എൻസൈംസിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി സ്റ്റോർഡ് ആസ്, പോളൻ ഗ്രെയിൻസ് ക്യാൻ ബി പ്രിസർവ്ഡ് ആസ് ഫോസിൽസ്. ഇതിനെ നമുക്ക് ഫോസിലായിട്ട് എന്ത് ചെയ്യാം? എടുത്തു വെക്കാം. കാരണം ഈ ഒരു റെസിസ്റ്റന്റ് മെറ്റീരിയൽ ഉള്ളതുകൊണ്ട് തന്നെ എത്ര കാലം വേണമെങ്കിലും നമുക്ക് എടുത്തു വെച്ചാലും ഒന്നും പറ്റില്ല.
ക്ലിയർ ആണോ? അപ്പോൾ എന്തുകൊണ്ടാണ്, ഏത് കാരണമാണ് അല്ലെങ്കിൽ ഏത് ഫീച്ചറാണ് പോളൻ ഗ്രെയിൻസിനെ നമുക്ക് ഫോസിൽസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്പോറോപൊള്ളൻ. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് എനി 2 ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ഡെവലപ്ഡ് ബൈ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അതായത് സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നാൽ അവർക്ക് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒഴിവാക്കാൻ പ്ലാന്റ്സ് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ചില ഡിവൈസസ്, നാച്ചുറൽ മെക്കാനിസംസ് ആണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്. ഇങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്? These are mechanisms that are developed by plants to avoid self-pollination. Very good. ഒന്ന് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, ഇത് എന്താണെന്ന് ചോദിക്കാറുണ്ട്. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ്. പിന്നെ പ്ലാന്റ്സ് കൂടുതലും എന്തിനെ പ്രൊമോട്ട് ചെയ്യും? യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യും. പിന്നെ പ്ലാന്റ്സ് എന്ത് ചെയ്യും? ഡയേഷ്യസ് കണ്ടീഷൻ പ്രൊമോട്ട് ചെയ്യും. ഡയേഷ്യസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സിലായിരിക്കും. ഓക്കെ, ഡയേഷ്യസ് കണ്ടീഷൻ പ്രൊമോട്ട് ചെയ്യും. ഡയേഷ്യസ് കണ്ടീഷൻ പ്രൊമോട്ട് ചെയ്യും. പിന്നെ എന്താ ചെയ്യുക മക്കളെ? ഡയേഷ്യസ് കണ്ടീഷൻ പോളൻ മെച്ചുറേഷനും സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റിയും നോട്ട് സിങ്ക്രണൈസ്ഡ്. പോളൻ മെച്ചുറേഷൻ ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി നോട്ട് സിൻക്രണൈസ്ഡ്. അത് രണ്ടും തമ്മിൽ എന്തില്ല? ഒരു സിൻക്രണി ഇല്ല. സിൻക്രണി ഉണ്ടെങ്കിലാണ് സെൽഫ് പോളിനേഷൻ നടക്കുക. ഇത് രണ്ടും വേറെ വേറെ സമയമായ പ്രശ്നമില്ല. പിന്നെ എന്ത് ചെയ്യും? രണ്ടിനെ 2 ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ വെക്കാം, അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് പൊസിഷനിൽ വെക്കാം. ഓക്കെ, മെയിൽ അയ്യോ എന്താ സംഭവിച്ചത്? മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ആർ കെപ്റ്റ് ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ എന്താ അതിങ്ങനെ? How? Male and female flowers are kept in different position. Male and female flowers kept in different position. ഡിഫറെൻറ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഹൈറ്റ്സിലൊക്കെ വെക്കാം. ഇതെല്ലാം തന്നെ പ്ലാന്റ്സ് നാച്ചുറലി ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് ആണ്. ഇനി ചില സമയത്ത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാറുണ്ട്? എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ കമൻറ്റ് ഓൺ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെന്നാണ് മിസ്സിൻ്റെ ഓർമ്മ. ഓക്കെ മക്കളെ, എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി? അപ്പോൾ എന്താ മക്കളെ പറയുക? വാട്ട് ഈസ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി? എന്താണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി? ഇങ്ങനെ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഈസ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി? ഇതൊരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ്. ഓക്കെ, സെൽഫ് പോളനെ റിജക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് ആൻ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ്. ഇറ്റ് ഈസ് ആൻ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ്. ഇതൊരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസാണ്. ഇതിനകത്ത് എന്താ ചെയ്യുക? ഈ ഒരു ഔട്ട് ബ്രീഡിംഗ് ഡിവൈസിൽ എന്താണ് ചെയ്യുന്നത്? പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് പ്രിവെൻറ്റ്. ഓക്കെ, പ്ലാന്റ്സ് prevent pollen tube germination. Pollen tube germination if it is a self pollen. സ്വന്തം പോളൺ ആണെങ്കിൽ വീട്ടിൽ കയറ്റൂല എന്നൊക്കെ പറയുന്ന പോലെ നീ എൻ്റെ തന്നെ ആളാണെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് കടക്കണ്ട അല്ലേ? അപ്പോൾ സെൽഫ് പോളൺ ആണെങ്കിൽ എന്ത് ചെയ്യും? പോളൺ ട്യൂബ് ജെർമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യും. പോളൺ ട്യൂബ് ജെർമിനേഷൻ if it is self pollen. It is a genetic mechanism. It is a genetic mechanism. Genetically ആണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളത് കേട്ടോ. 3 പോയിന്റ്സ് നിങ്ങൾ എഴുതണം. ക്ലിയർ ആണോ? സെനോഗ്യാമി ആൻഡ് ഗെയ്റ്റ്നോഗ്യാമി സെയിം അല്ല കേട്ടോ. സെനോഗ്യാമി എന്ന് പറഞ്ഞാൽ മിസ് നേരത്തെ ഇവിടെ നല്ലപോലെ ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സ് തമ്മിലുള്ള പോളിനേഷൻ ആണെങ്കിലാണ് സെനോഗ്യാമി. ഇത് സെയിം പ്ലാന്റിൽ നിന്നുള്ള പോളിനേഷൻ ആണെങ്കിലാണ് ഗെയ്റ്റ്നോഗ്യാമി. രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി മക്കളെ ഇത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് പൊക്കോട്ടെ. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ക്ലിയർ അല്ലേ? യെസ്, ആസിം നവീദിന് ക്ലിയർ ആയി എന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. ജനറ്റിക് മെക്കാനിസം ആണ് എഴുതാൻ വിട്ടു പോകരുത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ജനറ്റിക് മെക്കാനിസം വിച്ച് പ്രിവെൻറ്റ് pollen tube germination if it is a self pollen. Then arrange the steps of artificial hybridization. Artificial ന് പേര് വന്നാൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ? ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 ആൾക്കാരെ തമ്മിൽ കമ്പൈൻ ചെയ്യാണ്. സാധാരണ നടക്കേണ്ട പോളിനേഷനെ നമ്മൾ തന്നെ നടത്തുകയാണെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് കറക്റ്റായിട്ട് പറയാമോ മക്കളെ? ഏതൊക്കെ ആദ്യം വരും എന്നുള്ളത്? ആദ്യം അതാണ്. ഒന്ന് നല്ലപോലെ നോക്കിക്കേ. എല്ലാവർക്കും നല്ല ചുട്ട അടി കിട്ടും മിസ്സിൻ്റെ കയ്യിൽ നിന്ന്. കറക്റ്റ് ഒന്ന് നോക്കിക്കേ. യെസ്, അഹല്യ
ശക്തിമാനും അമലിനും നല്ല അടി കിട്ടും. സെലക്ഷൻ ആദ്യം പാരൻസിനെ സെലക്ട് ചെയ്യണ്ടേ? ഇതാണ് നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളത്. നിങ്ങൾ നല്ല അരച്ച് കലക്കി പഠിച്ചിരിക്കുകയെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആവേശത്തിൽ കൊണ്ടുപോയിട്ട് തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, ആദ്യം സെലക്ഷൻ ഓഫ് പാരൻസ് ആണ്. പാരൻസിനെ സെലക്ട് ചെയ്യണം. പാരൻസിനെ സെലക്ട് ചെയ്തിട്ട് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈസെക്ഷൽ ഫ്ലവർ ആണ്, അതായത് ഒരു പ്ലാന്റിൽ അല്ലെങ്കിൽ ഒരു ഫ്ലവറിൽ 2 സെക്സ് ഓർഗൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ആൻതാസ് റിമൂവ് ചെയ്യും. ആൻതാസ് റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ മാസ്കുലേഷൻ. ആൻതാസ് ആർ റിമൂവ്ഡ്. ഈ മാസ്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ മാസ്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പോളൻ ഗ്രെയിൻസ് അവിടെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ബാഗിങ് ചെയ്യും. ബാഗിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർ മെച്യൂർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. മെച്യൂർ ആയി കഴിഞ്ഞാൽ, അതായത് പോളൻ റിസെപ്റ്റീവായി സ്റ്റിഗ്മ റിസെപ്റ്റീവായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അവരെന്ത് നടത്തും? സെൽഫ് പോളിനേഷൻ നടത്തും. ഇത്രയുമാണ് നമുക്ക് തന്നത്. ഇത് കഴിഞ്ഞാലുള്ള സ്റ്റെപ്പ് എന്താ മക്കളെ? സെൽഫ് പോളിനേഷൻ നടത്തി അവരെ നമുക്ക് കൈ ഒഴിയാൻ പറ്റുമോ? സെൽഫ് പോളിനേഷൻ കഴിഞ്ഞാലുള്ള സ്റ്റെപ്പ് എന്താ? സെൽഫ് പോളിനേഷൻ കഴിഞ്ഞാലുള്ള സ്റ്റെപ്പ് എന്താ? എന്ത് ചെയ്യണം ഇനി? നമ്മൾ അവരെ വെരി ഗുഡ്, വെറുതെ വിടാൻ പാടില്ല, റീബാഗിങ് ചെയ്യണം. എന്നിട്ട് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് അൺടിൽ ഫ്രൂട്ട് ഡെവലപ്പ്. വെയിറ്റ് അൺടിൽ ഫ്രൂട്ട് ഡെവലപ്പ്. ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. റെഡി? ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ മക്കളെ, തെറ്റിപ്പോവരുതേ. കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ചാപ്റ്ററും നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ എഴുതുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പോൾ നല്ലപോലെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാം കേട്ടോ. ഇനി പോളിനേഷൻ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. കംപ്ലീറ്റ് ദ ടേബിൾ വിത്ത് എനി 2 adaptations seen in plants for effective pollination. അപ്പോൾ പോളിനേഷൻ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഓരോരുത്തർക്കും എന്തുണ്ട്? ഓരോരുത്തർക്കും നമുക്ക് പോളിനേറ്റിംഗ് ഏജൻസ് ഉണ്ട്. ആ പോളിനേറ്റിംഗ് ഏജൻറ്റിനനുസരിച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്തിട്ട് ഫ്രൂട്ട് വന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നിട്ടുണ്ട്. യെസ്, വെരി ഗുഡ്. അപ്പം മിസ് ഒന്ന് ഇങ്ങോട്ടേക്ക് എഴുതിക്കോട്ടെ. വിൻഡ് വാട്ടർ ഇൻസെക്ട്. അപ്പോൾ വിൻഡ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അല്ലേ? ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പോളൻ. സീഡ് എന്ന് പറയരുതേ മക്കളെ, പോളൻ ആണ്. ലൈറ്റ് വെയിറ്റ് പോളൻ ആയിരിക്കും. ഡ്രൈ ആയിട്ടുള്ള പോളൻ ആയിരിക്കും, ഡ്രൈ പോളൻ. അപ്പോൾ പോളൻ ലൈറ്റ് വെയിറ്റും അതേപോലെ തന്നെ ഡ്രൈയും ആയിരിക്കും. പിന്നെ എന്താണ്? ന്യൂമറസ് പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കും. കാരണം കാറ്റത്ത് പറന്നാൽ അവർ എത്തുമെന്ന് ഉറപ്പില്ലല്ലോ. ന്യൂമറസ് പോളൻ ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത് 3 എന്താണ്? പോളൻ ഗ്രെയിൻസിൻ്റെ ഫീച്ചറാണ്. ഇനി നമ്മളുടെ സ്റ്റിഗ്മയുടെ ഫീച്ചർ ആണെങ്കിലോ ഇതും കൂടെ പറയാം അല്ലേ? വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആയിരിക്കും. വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ, കാരണം കാറ്റടിച്ചാൽ പറക്കണ്ടേ. സ്റ്റേമൻസ് എല്ലാം വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. ഇനി നമ്മളുടെ യെസ്, വെരി ഗുഡ്. ഫെത്തറി ആയിട്ടുള്ള സ്റ്റിഗ്മ, ഫെത്തറി ആയിട്ടുള്ള ഇങ്ങനെ തൂവൽ പോലെയുള്ള സ്റ്റിഗ്മ ആയിരിക്കും. കാരണം നമ്മുടെ പോളൻ ഗ്രെയിൻസിന് വരുന്ന സമയത്ത് തന്നെ ചാടി പിടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ ഫുട്ബോളിൽ ഗോൾ കീപ്പേഴ്സിൻ്റെ കൈ ഇങ്ങനെയാണോ? അവരൊരു പാഡ് ഇടും അല്ലേ? കയ്യിൽ ഇങ്ങനെ ഒരു പാഡ് ഇടല്ലേ? ആ പാഡ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ കുറച്ച് വലുതായിരിക്കും. സോ ദാറ്റ് ബോൾ വരുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കാനൊക്കെ വേണ്ടി ഇങ്ങനെ നമ്മുടെ കൈൻ്റെ ഓട്ടയിൽ കൂടിയൊക്കെ ചിലപ്പോൾ സ്ലിപ്പായി പോവും. പക്ഷെ അവരിടുന്ന പാഡ് ഫുള്ളായിരിക്കും. അപ്പോൾ ഇങ്ങനെ അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ ഇവർക്ക് എന്താണ്? നല്ല ഫെത്തറി സ്റ്റിഗ്മ ആയിരിക്കും. യെസ്, എംബ്രിയോ സാക്കിൻ്റെ അതൊക്കെ ചോദിക്കും. മിസ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇൻഫ്ലോറസെൻസ് ഫോം ചെയ്യും. സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇൻഫ്ലോറസെൻസ് ഫോം ചെയ്യും. പിന്നെ എന്താണ്? നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? നോർമലി സിംഗിൾ ഒവ്യൂളാണ് ഉണ്ടാവുക. നോർമലി വിൻഡ് പോളിനേഷൻ നടത്തുന്ന ഫ്ലവേഴ്സിൽ സിംഗിൾ ഒവ്യൂൾ ആയിരിക്കും. പിന്നെ ഇവരെന്താണ്? എബയോട്ടിക് ഏജന്റ് ആയതുകൊണ്ട് തന്നെ, അതെ മിസ് ബോൾ പിടിച്ച് ലാസ്റ്റ് മിസ് ഇവിടെ ചട്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ മക്കളെ, നോർമലി ഇത് അബയോട്ടിക് ഏജന്റ് ആണെങ്കിൽ എന്താണ്? അബയോട്ടിക് ഏജന്റ് ആണെങ്കിൽ നോ കളർ, നോ ഫ്രാഗ്രൻസ്, നോ റിവാർഡ്. നോ കളർ, നോ ഫ്രാഗ്രൻസ്, നോ റിവാർഡ്. എൻ്റെ മക്കളോട് നിങ്ങൾക്ക് 2 പോയിന്റ്സ് എഴുതാനാണ് പറഞ്ഞത്. നിങ്ങൾ അറിയുന്ന ചാപ്റ്ററാണ്, അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് ചറപറയെ എഴുതി വെക്കണ്ട. മിസ് നിങ്ങൾക്ക് പഠിക്കാൻ ഏതെങ്കിലും പോയിന്റ്സ് ഓർത്തോട്ടെ എന്ന് കരുതിയിട്ടാണ് എല്ലാം എഴുതിയത്. നിങ്ങൾ എക്സാമിൽ 2 പോയിന്റ് വെച്ചാൽ 2 എണ്ണം എഴുതിയാൽ മതി. വേണമെങ്കിൽ ഒന്നും കൂടി എഴുതിക്കോ. ഓക്കെ, ഇനി അടുത്തത് മക്കളെ നമ്മളുടെ വാട്ടർ ആണ്. വാട്ടർ പോളിനേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നോ കളർ,
നോ ഫ്രാഗ്രൻസ്, നോ റിവാർഡ്, നോ റിവാർഡ്. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടേത് റിബൺ ഷേപ്ഡ് ആയിട്ടുള്ള പോളൻ ആയിരിക്കും, കാരണം വെള്ളത്തിൽ ഒഴുകി നടത്താൻ. റിബൺ ലൈക്ക് പോളൻ, റിബൺ ലൈക്ക് പോളൻ ആയിരിക്കും. പിന്നെ എന്താ പ്രത്യേകത? റിബൺ ലൈക്ക് പോളൻ, പിന്നെന്താ? മ്യൂസിലേജിനസ് കവറിങ് അല്ലേ? മ്യൂസിലേജിനസ് കവറിങ് പ്രിവെന്റ് വെറ്റിംഗ്, മ്യൂസിലേജിനസ് കവറിങ് പ്രിവെന്റ് വെറ്റിംഗ്, പ്രിവെന്റ് വെറ്റിംഗ്. വെറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ടാകും? മ്യൂസിലേജിനസ് കവറിങ് ഉണ്ടാകും. ഓക്കെ, യെസ്. സബ്മേർജ്ഡ് ആയിരിക്കും. സബ്മേർജ്ഡ് ഉണ്ട്, സർഫേസിൽ കാണുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. പാസീവ്ലി ഇങ്ങനെ വാട്ടർ കറൻസിൽ പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതാ ഇൻസെക്ട് പോളിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അനിമൽസ് പോളിനേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം മക്കളെ? അനിമൽസ് ആണ് പോളിനേറ്റിംഗ് ഏജന്റ് എങ്കിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് പറയാൻ പറ്റും? ഇവിടെയാണെങ്കിൽ നമുക്ക് ആദ്യം അട്രാക്ടൻസ് പറയാം അല്ലേ? അട്രാക്ടൻസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള കളർഫുൾ, ഇത് അട്രാക്ഷൻ ആണ്. ലാർജ് കളർഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും, അട്രാക്ഷൻ ആണ്. ലാർജ് കളർഫുൾ ഫ്ലവേഴ്സ്. പിന്നെ അട്രാക്ട് ചെയ്യാൻ അവർ എന്തുണ്ടാക്കും? ഫ്രാഗ്രൻസ് ഉണ്ടാക്കും. ഇത് അട്രാക്ഷൻ ആണ്, ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ്, ഇതും അട്രാക്ഷൻ ആണ്. റിവാർഡായിട്ട് എന്താ കൊടുക്കുക? എഗ് ലേയിങ് സ്പേസ്, ഇത് അട്രാക്ഷൻ. ഇനി എഗ് ലേയിങ് സ്പേസ് അല്ലെങ്കിൽ പോളൻ, പോളൻ, നെക്ടർ, ഇതെല്ലാം അവർ റിവാർഡ് കൊടുക്കും. ഇതൊക്കെ റിവാർഡായിട്ട് അവർ കൊടുക്കും. ഇനിയും ഇങ്ങോട്ട് വരണേ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ എന്താ ചെയ്യുക? ഇവരുടെ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എന്തായിരിക്കും? സ്പൈനി, സ്പൈനി ആയിട്ടുള്ള പോളൺ ആയിരിക്കും അല്ലേ? സ്പൈനി സ്റ്റിക്കി പോളൺ, സ്പൈനി സ്റ്റിക്കി പോളൺ. പിന്നെ ഇവരുടെ സ്റ്റിഗ്മ എന്താണ്? എക്സ്പോസ്ഡ് ആയിരിക്കും, എക്സ്പോസ്ഡ് സ്റ്റിഗ്മ, എക്സ്പോസ്ഡ് ആയിരിക്കും സ്റ്റിഗ്മ. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്പോസ്ഡ് ആയിരിക്കും. സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിലും ഇവരും ഇൻഫ്ലോറസൻസ് ഫോം ചെയ്യും. ഇഫ് ദേ ആർ സ്മോൾ ഫ്ലവേഴ്സ് അവർ എന്ത് ഫോം ചെയ്യും? ഇൻഫ്ലോറസൻസ്. കിട്ടിയോ മക്കളെ? ഇത്രയും സെറ്റാണോ? യെസ്, റെഡി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലേബൽ ABCD. നിങ്ങൾക്ക് ഇത് ഡയഗ്രാം കാണുന്നുണ്ട് എന്ന് മിസ് വിചാരിക്കണു. ഇനി കാണുന്നില്ലെങ്കിൽ മിസ് സൂം ചെയ്ത് തരാം. സൂം ചെയ്യുമ്പോൾ നല്ലപോലെ, അയ്യോ അതെന്തത്, സൂം ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ABCD നോക്കുക. ഓക്കെ, A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണ്? A synergids, വെരി ഗുഡ്. അയ്യോ അല്ല അല്ല, നല്ലപോലെ നോക്കും മക്കളെ. ആൻറ്റിപോഡൽസ് C. ഓക്കെ, വെരി ഗുഡ്. ആൻറ്റിപോഡൽസ് C. ഇല്ല ഇല്ല, മിസ് വെള്ളം കൊണ്ടുവരാൻ മറന്നിട്ടില്ല. മിസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, ആൻറ്റിപോഡൽസ് C. പിന്നെ വെരി ഗുഡ്. A synergid ആണ്, A synergid ആണ്. B പോളാർ ബോഡി, വെരി ഗുഡ്. പിന്നെ D എന്താ? D എന്താ മക്കളെ നോക്കിക്കേ? D എന്താണ്? D ഫില്ലിഫോം അപ്പാരറ്റസ് ഏതാണ്? A ആണോ D ആണോ ഫില്ലിഫോം അപ്പാരറ്റസ്? ഫില്ലിഫോം അപ്പാരറ്റസ് D ആണ് കേട്ടോ. ആ ബേസിൽ കാണുന്ന തിക്കനിങ് ആണ് ഫില്ലിഫോം അപ്പാരറ്റസ്. അപ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സൈനാജിഡ്സ് ആണ്. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. ആ എഗ്ഗിൻ്റെ രണ്ട് സൈഡുള്ള സെൽസ് ആണ് സൈനാജിഡ്സ്. ആൻഡ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളാർ ന്യൂക്ലിയൈ ആണ്. രണ്ട് പോൾസിൽ നിന്ന് വന്ന ആ ഒരു ന്യൂക്ലിയൈ ആണ് നമ്മളുടെ B. ദെൻ C എന്ന് പറഞ്ഞാൽ നമ്മുടെ ചലാസൽ റീജിയനിൽ കാണുന്ന ആൻറ്റിപോഡൽസ് ആണ്, ആൻറ്റിപോഡൽസ്. ആൻഡ് ലാസ്റ്റ് വൺ സൈനാജിഡ്സിൻ്റെ ബേസിൽ കാണുന്ന ആ ഒരു തിക്കനിങ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഫില്ലിഫോം അപ്പാരറ്റസ്, ഫില്ലിഫോം അപ്പാരറ്റസ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ആണ് നമ്മളുടെ എംബ്രിയോ സാക്കിൻ്റെ കേട്ടോ. ഓക്കെ, ഇനി വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? മക്കളെ, ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക? വാട്ട് ഈസ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? സിൻഗമി പ്ലസ് ട്രിപ്പിൾ ഫ്യൂഷൻ ആണ്. അപ്പം ഇൻ ആൻജിയോസ്പേംസ്, there are two fusion events. There are two fusion events. രണ്ട് ഫ്യൂഷൻ ഈവൻസ് ഉണ്ട്. അതിലൊന്നാണ് ട്രിപ്പിൾ ഫ്യൂഷൻ, രണ്ടാമത്തതാണ് സിൻഗാമി. അങ്ങനെ രണ്ട് ഫ്യൂഷൻ ഈവൻസ് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. രണ്ട് ഫെർട്ടിലൈസിങ് ഈവൻസ് ഉണ്ട്, ഒന്ന് ട്രിപ്പിൾ ഫ്യൂഷനും ഒന്ന് സിൻഗാമിയും. ഇനി മെൻഷൻ ദ പ്ലോയിഡി ഓഫ് സൈഗോട്ട് ആൻഡ് പെൻ. സൈഗോട്ടിൻ്റെയും പെന്നിൻ്റെയും ആ ഒരു പ്ലോയിഡി പറയാനാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പം നമുക്കറിയാം സിൻഗാമി നടന്നാൽ 2 ഹാപ്ലോയിഡ് ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്യും അല്ലേ. 2 ഹാപ്ലോയിഡ് ഗ്യാമേറ്റുകൾ ഫ്യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ സൈഗോട്ട്. അപ്പോൾ 2 ഹാപ്ലോയിഡ് ഗ്യാമേറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ, മെയിൽ ഫീമെയിൽ ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഗോട്ട് കിട്ടും, ദാറ്റ് ഈസ് ഡിപ്ലോയിഡ്. ഓക്കെ, അപ്പോൾ സൈഗോട്ട് എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ആണ്. ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള നമ്മളുടെ ആര് വരും, മെയിൽ ഗ്യാമേറ്റും ആൻഡ് ഇവിടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി ന്യൂക്ലിയസും, ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്താൽ നമുക്ക് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള എന്ത് കിട്ടും, നമ്മുടെ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് കിട്ടും. അപ്പോൾ ഇത് ട്രിപ്ലോയിഡ്. കിട്ടിയോ മക്കളെ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എംബ്രിയോ സാക്കിൻ്റെ ഇത് ചോദിക്കും. ഇതെല്ലാവർക്കും റെഡിയാണോ, സെറ്റാണോ? ഓക്കെ, റെഡിയാണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മിസ് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ലേബിൾ ദ പാർട്സ്. അയ്യോ, വേഗം ഒരു സാധനം മറക്കട്ടെ. കണ്ടില്ലല്ലോ നിങ്ങൾ. ഏതാ മക്കളെ? എ ബി സി ഡി ഏതാണ് ഒന്ന് പറഞ്ഞേ. എ എന്താണ്, ബി എന്താണ്, സി എന്താണ്, ഡി എന്താണ്? എ ബി സി ഡി. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലിമ്യൂൾ ആണല്ലേ, പ്ലിമ്യൂൾ. ഈ ഡയഗ്രാം ചോദിക്കുക, ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ കണ്ടോ, എന്നാലും കാണാത്ത പോലെ അഭിനയിച്ചിട്ട് പറ. എന്താണ് ബി? ബി എന്താ മക്കളെ? ബി എന്താണ്? കോട്ടിലിഡൻസ്. വെരി ഗുഡ്. അപ്പോൾ 2 കോട്ടിലിഡൻസ് ഉള്ളതുകൊണ്ട് ഇത് ഡൈക്കോട്ട് എംബ്രിയോ ആണ്. ഇനി സി എന്താ? സി ചെറുതായിട്ട്, അപ്പോൾ കണ്ടില്ല എന്ന് അഭിനയിച്ചോ. എന്നിട്ട് സി എന്താന്ന് പറഞ്ഞേ? വാട്ട് ഇസ് സി? ഹൈപ്പോകോട്ടൈൽ. യെസ്, ഹൈപ്പോകോട്ടൈൽ. ഇനി എന്താണ് ഡി? ഡി ഡി എന്താ മക്കളെ? റാഡിക്കൽ ആണ്. ഓക്കെ, റാഡിക്കൽ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു എംബ്രിയോ എന്ന് പറഞ്ഞാൽ അതിന് മെയിനായിട്ട് 2 സാധനങ്ങളാണ് ഉണ്ടാവുക. ഒരു എംബ്രിയോയ്ക്ക് മെയിനായിട്ട് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടാകും, എംബ്രിയോണൽ ആക്സിസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് മിസ് വീണ്ടും പറയുന്നത് കേട്ടോ. പിന്നെ കോട്ടിലിഡനും ഉണ്ടാകും, കോട്ടിലിഡൻ. അപ്പോൾ ഒരു ഡൈക്കോട്ട് എംബ്രിയോനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 കോട്ടിലിഡൻ ഉണ്ട്. ഇതാണ് ഒരു കോട്ടിലിഡൻ, ഇതാണ് രണ്ടാമത്തെ കോട്ടിലിഡൻ. ഓക്കെ, ഇത് രണ്ടുമാണ് കോട്ടിലിഡൻ. അപ്പോൾ ഒരു ഡൈക്കോട്ട് എംബ്രിയോനെ സംബന്ധിച്ചിടത്തോളം അതിന് 2 കോട്ടിലിഡൻ ഉണ്ട്. അപ്പോൾ ഇത് ഡൈക്കോട്ടിലിഡൻ. അപ്പോൾ കോട്ടിലിഡനായി. പിന്നെ എന്തുണ്ടാകും? ഒരു എംബ്രിയോണൽ ആക്സിസ്. ഇതാണ് എംബ്രിയോണൽ ആക്സിസ്. ഓക്കെ, ദിസ് വൺ ഇസ് എംബ്രിയോണൽ ആക്സിസ് ആൻഡ് ദിസ് വൺ 2 ആർ കോട്ടിലിഡൻ. അപ്പോൾ ഇതിൽ ഈ കോട്ടിലിഡൻ്റെ ലെവലിന് മുകളിലുള്ള ഭാഗം, കോട്ടിലിഡൻ്റെ ലെവലിന് മുകളിലുള്ള ഭാഗമാണ് എപ്പികോട്ടൈൽ. സോ എന്താണ് എപ്പികോട്ടൈൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ. കോട്ടിലിഡൻ്റെ ലെവലിന് മുകളിലുള്ള ഭാഗമാണ് എപ്പികോട്ടൈൽ. എപ്പികോട്ടൈലിൻ്റെ ടിപ്പാണ് പ്ലിമ്യൂൾ. പ്ലിമ്യൂൾ ആണ് പിന്നീട് സ്റ്റെമ്മായിട്ട് മാറുന്നത്. സ്റ്റെമ്മായിട്ട് മാറുന്നത് പ്ലിമ്യൂൾ ആണ്. ഇനി കോട്ടിലിഡൻ്റെ ലെവലിന് താഴെയുള്ള ഭാഗം, പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് ബിലോ ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ ഇസ് ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോകോട്ടൈലിൻ്റെ ടിപ്പാണ് റാഡിക്കിൾ. ഈ റാഡിക്കിൾ ആണ് റൂട്ടായിട്ട് മാറുക. റാഡിക്കിളിന് ഇവിടെ ഒരു കവറിങ് ഉണ്ട്, അതാണ് റൂട്ട് ക്യാപ്പ്. കിട്ടിയോ? കിട്ടിയോ മക്കളെ? ഇത് ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോ ആണ്. ഇത്രയും സെറ്റാണോ? അടുത്ത പോട്ടെ. ഡൺ. ഓക്കെ, ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ അറിയാണ്ട് പറഞ്ഞു പോയി, ഈ ക്വസ്റ്റ്യൻ മിസ് കണ്ടില്ല. ഓക്കെ, ദ പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ ഇൻ ഡൈക്കോട്ട് എംബ്രിയോ. ഡൈക്കോട്ട് എംബ്രിയോയില് കോട്ടിലിഡൻ്റെ ലെവലിന് മുകളിലുള്ള ആ ഭാഗത്തിന് എന്താ മക്കളെ പറയാ? പാർട്ട് ഓഫ് എംബ്രിയോണൽ ആക്സിസ് എബവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡൻ. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മിസ് അറിഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്താ? യെസ്, എപ്പികോട്ടൈൽ. നിങ്ങൾ പഠിച്ചു, എപ്പികോട്ടൈൽ. ഓക്കെ, ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. വേഗം മറക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. സിംഗിൾ കോട്ടിലിഡൻ. നമുക്കറിയാം മോണോ കോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുള്ളൂ? സിംഗിൾ കോട്ടിലിഡൻ ഉള്ളൂ. അപ്പോൾ ഗ്രാസ് ഫാമിലിയിലുള്ളവരുടെ ആ സിംഗിൾ കോട്ടിലിഡൻ്റെ പേരെന്താ? വെരി ഗുഡ്, സ്ക്യൂട്ടെല്ലം. സ്ക്യൂട്ടെല്ലം എന്നാണ് പേര്. ഇവിടെ ബോക്സിലൊക്കെ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കുട്ടിയൊക്കെ ഒന്നും ആവശ്യമില്ലെന്ന് അവർക്കറിയില്ലല്ലോ. ഇനി വാട്ട് ആർ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്? മക്കളെ എന്താ ഈ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ? വാട്ട് ആർ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്? എന്താ മക്കളെ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ട് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. വെരി ഗുഡ്, ഫ്രൂട്ട്സ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്.
അല്ലേ? സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ്, സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, യെസ്, സീഡ്ലെസ് ഫ്രൂട്ട്സ് ആണ്. ഇനി ഹൗ പാർത്തനോകാർപ്പി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ്? നമുക്ക് നാച്ചുറലി ഉള്ള പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ബനാന. പക്ഷെ നമുക്കിപ്പോൾ അറിയാം നമ്മളുടെ മുന്തിരി അല്ലേ, നമ്മുടെ ഗ്രേപ്സിന്, അതുപോലെ തന്നെ വാട്ടർമെലണിനൊക്കെ നമുക്ക് സീഡ് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? യൂസിങ് പ്ലാന്റ് ഹോർമോൺസ്. യൂസിങ് പ്ലാന്റ് ഹോർമോൺസ് ഏതൊക്കെയാണ് നമ്മളുടെ പ്ലാന്റ് ഹോർമോൺസ് ആയിട്ടുള്ള ഓക്സിൻ, ജിബർലിൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ എംബ്രിയോ. ഓക്കെ, ഡൈക്കോട്ട് എംബ്രിയോ ആർ ഗിവൻ ബിലോ, അറേഞ്ച് ദം ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. ഇതിന് നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനെന്തായിരുന്നു? ശ്രീലക്ഷ്മി ആണെന്ന് തോന്നുന്നു എനിക്ക് ഇതിനൊരു കോഡ് പറഞ്ഞതല്ലേ. നമ്മൾ എന്താ പറഞ്ഞത്? എന്തായിരുന്നു ഒരു കോഡ് ഇതിന് പറഞ്ഞത്? ആർക്ക് ഓർമ്മയുണ്ട് നോക്കട്ടെ. ഇതിനൊരു കോഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോഡ്? ആർക്കാ ഓർമ്മയുള്ളേ? സൈഗോ പ്രോ ആയിട്ട് എന്ത് ചെയ്തു? ഗ്ലോബ് ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അതെന്തായി? ഹാർട്ട് ഷേപ്പായിട്ട് മാറി അല്ലേ? ഹാർട്ട് ഷേപ്പായിട്ട് മെച്ചുവർ ആയിട്ട് മാറി അല്ലേ? അപ്പോൾ സൈഗോ, അപ്പോൾ ഇവിടെ സൈഗോട്ടാണ് ആദ്യം വരേണ്ടത്, പക്ഷെ ഇവിടെ തന്നിട്ടില്ല. സൈഗോ എന്തുണ്ടാക്കാൻ നോക്കി? ഗ്ലോബ് ഉണ്ടാക്കാനാണ് നോക്കിയത്. സൈഗോ പ്രോ ആയിട്ട് ഭയങ്കര ഭീകരനാണെന്നും പറഞ്ഞിട്ടാണ് ഗ്ലോബ് ഉണ്ടാക്കാൻ നോക്കിയത്. അപ്പോൾ പ്രോ എംബ്രിയോ ആയിട്ട് ഗ്ലോബ് ഉണ്ടാക്കാൻ നോക്കി. അപ്പോൾ ഗ്ലോബുലാർ എംബ്രിയോ പക്ഷേ ഗ്ലോബ് ഷേപ്പ് ആയില്ല, പകരം എന്തായി? ഹാർട്ട് ഷേപ്പായിട്ടുള്ള എംബ്രിയോ ആയിട്ട് മാറി. പിന്നീട് അത് മെച്ചുവറായി. അപ്പം നമ്മുടെ സൈഗോ പ്രോ ആയി ഗ്ലോബ് ഉണ്ടാക്കാൻ നോക്കി, പക്ഷേ ഗ്ലോബ് ഷേപ്പ് മാറി, ഹാർട്ട് ഷേപ്പായി, പിന്നീട് അത് മെച്ചുവറായി. കിട്ടിയോ? ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം സൈഗോട്ടാണ്, പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു പ്രോ എംബ്രിയോ, പിന്നെ അത് ഇങ്ങനെയുള്ള ഒരു ഗ്ലോബുലാർ എംബ്രിയോ, പിന്നെ അത് ഇങ്ങനെയുള്ളൊരു ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, പിന്നെ അത് മെച്ചുവർ എംബ്രിയോ. ഓക്കെ, യെസ്. ഇനി നമ്മളിത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ട്രൂ ഫ്രൂട്ട്സ് ഫ്രം ഫാൾസ് ഫ്രൂട്ട്? എന്താണ് മക്കളെ ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ട്സും തമ്മിലുള്ള വ്യത്യാസം? ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് ട്രൂ ഫ്രൂട്ട്സ് ഫ്രം ഫാൾസ് ഫ്രൂട്ട്? എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ട്സും? പോരട്ടെ, എന്താണ് ട്രൂ ഫ്രൂട്ട്സും ഫാൾസ് ഫ്രൂട്ടും? എവിടെ ആൻസർ? എവിടെ പറഞ്ഞേ? ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം ഓവറി. ഫ്രൂട്ട്സ് ഡെവലപ്പ് ഓൺലി ഫ്രം ഓവറി. ഓവറിയിൽ നിന്ന് മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രൂ ഫ്രൂട്ട്സ് എന്ന് പറയുക. നമ്മുടെ മാംഗോ ഒക്കെ ട്രൂ ഫ്രൂട്ടാണ്. പക്ഷേ ഫ്രൂട്ട് ഡെവലപ്മെൻറ്റിന് ആരും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാണ്? തലാമസ് അല്ലേ? ഫ്രൂട്ട് ഡെവലപ്പ് parts other than ovary. അതായത് നമ്മളുടെ തലാമസ് എല്ലാം ഫ്രൂട്ട് ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? ഫാൾസ് ഫ്രൂട്ടാണ്. അതിന് എക്സാമ്പിളാണ് നമ്മളുടെ ആപ്പിൾ, സ്ട്രോബെറി ഒക്കെ, കാഷ്യൂ ഒക്കെ. അതിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സർട്ടൻ സീഡ്സ് മോർ ദാൻ വൺ എംബ്രിയോ ക്യാൻ ബി സീൻ, നെയിം ദിസ് കണ്ടീഷൻ ആൻഡ് ഗിവ് വൺ എക്സാമ്പിൾ. ഒന്നിലധികം എംബ്രിയോ. മക്കള് കള്ളൻ ആപ്പിൾ, കള്ളൻ കാഷ്യൂ, കള്ളൻ സ്ട്രോബെറി, എന്താ മക്കളെ പറയാ? ഒന്നിലധികം എംബ്രിയോസ് ഉണ്ടെങ്കിൽ വെരി ഗുഡ് ഗൗരി, പോളി എംബ്രിയോണി. ഇനി അതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. പോളി എംബ്രിയോണി കാണിക്കുന്ന 2 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളി എംബ്രിയോണി കാണിക്കുന്നവർ ആരൊക്കെയാണ്? യെസ്, നീറ്റ് ക്രാഷ് ജോയിൻ ചെയ്യണം. ഒന്നുമില്ല മക്കളെ, നീറ്റ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ ഇവിടെ നിങ്ങൾക്കൊരു നമ്പർ കാണാം. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാകും. അതിൽ നിങ്ങൾക്ക് DPPs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ക്ലാസ്സിൻ്റെ ഒക്കെ നിങ്ങൾക്ക് നോട്ട്സ് കിട്ടുന്നുണ്ടാകും. ഓക്കെ, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ക്രാഷ് കോഴ്സിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയതുകൊണ്ട് മുൻപത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഓക്കെ, ഇനി നമ്മളിത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ടേബിൾ പ്രകാരം റീസ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലായിരിക്കും, നിങ്ങളുടെ പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട്. പക്ഷേ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഈ പബ്ലിക് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ ക്ലാസ്സുകളും കാണാം. ഓക്കെ, യെസ്. ഏതൊക്കെയാണ്? സിട്രസ് ഉണ്ട്, പിന്നെ ഏതാണ്? സിട്രസ് ഉണ്ട്, പിന്നെ ഏതാ മക്കളെ? ഒറ്റ മിനിറ്റ് മക്കളെ, ഇവിടെ അങ്ങനെ കുടുങ്ങി പോകുന്നുണ്ട്.
റെഡി. സിട്രസ് ഉണ്ട്, മാംഗോ, സിട്രസും മാംഗോ ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. സൈനാജിഡ്സ് ഹാവ് സ്പെഷ്യൽ തിക്കനിങ് അറ്റ് ദ മൈക്രോപൈല ടിപ്പ്. റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ സൈനാജിഡ്സിന് അതിൻ്റെ ബേസിൽ എന്താണ്, നല്ല തിക്കനിങ് ഉണ്ടല്ലേ. സൈനാജിഡ്സിൻ്റെ ബേസിൽ നമുക്ക് കാണുന്ന ആ തിക്കനിങ്ങിന് എന്താ മക്കളെ പറയാം, ഇങ്ങനെ നമുക്ക് തിക്കനിങ്സ് കാണാൻ പറ്റും. ഇതിനെന്താ പറയുക, ആൻഡ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വെരി ഗുഡ്, ഇതാണ് ഫില്ലിഫോം അപ്പാരറ്റസ്. ഫില്ലിഫോം അപ്പാരറ്റസ്. പിന്നെ ഫില്ലിഫോം അപ്പാരറ്റസ് ആണ് മക്കളെ. വാട്ടർമെലൺ ഒന്നും ഇതിൽ വരില്ല, കാരണം വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം സീഡാണ് അല്ലേ. ഇതൊരു സീഡിൽ ഒന്നിലധികം എംബ്രിയോ ആണ്, അതാണ് പോളി എംബ്രിയോണി കേട്ടോ. ഓക്കെ, ഫില്ലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഗൈഡ് ദ പോളൻ ട്യൂബ്, ഗൈഡ് ദ പോളൻ ട്യൂബ് ടുവേർഡ്സ് സൈനാജിഡ്, ടുവേർഡ്സ് സൈനാജിഡ്. വഴി തെറ്റിപ്പോവാതെ സൈനാജിഡിൻ്റെ അടുത്തേക്ക് നമ്മുടെ പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നമ്മളുടെ ഈ ഒരു സൈനാജിഡ്സിൻ്റെ ഫംഗ്ഷൻ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻജിയോസ്പോംസ് ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഇസ് നോൺ ആസ് എംബ്രിയോസാക്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. അതായത് ആൻജിയോസ്പോംസിലെ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമെറ്റ് എന്തിനകത്താണോ ഉള്ളത് അതാണ് ഗാമെറ്റോഫൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ പറയും? എങ്ങനെയാണ്? എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന മിസ്സിന് അറിയാം, എന്നാലും എംബ്രിയോജെനസിസ് ആണല്ലേ. എങ്ങനെയാണ് ഈ ഒരു എംബ്രിയോജെനസിസ് അല്ല, അത് എംബ്രിയോൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്ന? ആ ഒരു മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. സിംഗിൾ സ്പോറിൽ നിന്ന് ഒരു എംബ്രിയോ സാക്ക് ഉണ്ടാകുന്നതാണ് മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ്. ഈ മോണോസ്പോറിക് ഡെവലപ്മെൻറ്റ് നമ്മൾ എങ്ങനെയാ പറയാം? ആദ്യം എന്താണ്, മെഗാസ്പോറോജെനസിസ് നടന്നിട്ട് 4 മെഗാസ്പോർസ് ഉണ്ടായി, 3 എണ്ണം ഡീജനറേറ്റ് ചെയ്തു. ഫങ്ഷണൽ മെഗാസ്പോർ ഒന്നേ ഉള്ളൂ അല്ലേ. ഫങ്ഷണൽ മെഗാസ്പോർ എന്ത് ചെയ്യും? ഫങ്ഷണൽ മെഗാസ്പോർ അണ്ടർഗോ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ 3 times. 3 ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ. 3 തവണ എന്ത് നടക്കും? ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. അങ്ങനെ 3 ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ. 8 ന്യൂക്ലിയേറ്റഡ് ആൻഡ് സിംഗിൾ സെൽഡ് സ്ട്രക്ചർ ആകും. ഇങ്ങനെയുള്ള 8 ന്യൂക്ലിയസിന് എന്ത് നടക്കും? ന്യൂക്ലിയർ റീഅറേഞ്ച്മെൻറ്റ്. ന്യൂക്ലിയർ റീഅറേഞ്ച്മെൻറ്റ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പോൾസിൽ നിന്നും 2 ന്യൂക്ലിയസ് വീതം സെൻറ്ററിലേക്ക് വരും. ഓക്കെ, 2 ന്യൂക്ലിയൈ ഫ്രം ഈച്ച് പോൾ മൂവ് ടുവേർഡ്സ് സെൻറ്റർ. 2 പോൾസിൽ നിന്നും 2 ന്യൂക്ലിയൈ വീതം, ഓരോ ന്യൂക്ലിയൈ വീതം സെൻറ്ററിലേക്ക് വരുന്നു. അപ്പോൾ എന്ത് ഫോം ചെയ്യും? ആൻഡ് ഫോം പോളാർ ന്യൂക്ലിയൈ. അപ്പോൾ സെൻറ്ററിൽ 2 ന്യൂക്ലിയസ് ആയി, 2 പോൾസിൽ 3 ന്യൂക്ലിയൈ വീതമായി. ഇവിടെ കുഞ്ഞൊരു സ്ട്രക്ചർ കാണിച്ചു കൊടുക്കുക. സെൻറ്ററിൽ 2 എണ്ണം, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3. ഓക്കെ, ആൻഡ് ഈ ഒരു സ്ട്രക്ചറിന് ഇനി എന്ത് ഫോം ചെയ്യും? വെരി ഗുഡ്, സെൽ വാൾ ഫോർമേഷൻ. സെൽ വാൾ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ. 3 ന്യൂക്ലിയായി, ഇതിന് 3 സെൽ വാൾ ഫോം ചെയ്താൽ ആൻറ്റിപോഡൽസ്. ഇവിടെ 2 ന്യൂക്ലിയായി ഉള്ള പോളാർ ന്യൂക്ലിയായി, ഇതുള്ളത് വെജിറ്റേറ്റീവ് സെല്ലിനകത്താണ് കേട്ടോ. ആൻഡ് ഇവിടെ നമുക്കൊരു എഗ്ഗും 2 സൈനർജിഡും. ഈ എഗ്ഗും സൈനർജിഡും ചേരുന്നതാണ് നമ്മളുടെ എഗ് അപ്പാരറ്റസ്. ഓക്കെ, ഇങ്ങനെ എന്ത് ഫോം ചെയ്യും? 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ, എംബ്രിയോ സാക്ക്. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? റെഡി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലേക്ക് പോകും കേട്ടോ. ഇനി മക്കളെ, കോപ്പി ദ പിക്ചർ ഗിവൻ ബിലോ ആൻഡ് മാർക്ക് ദ ഫോളോയിങ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പിക്ചർ കോപ്പി എടുത്ത് വരയ്ക്കണം. കോപ്പി എടുത്തെന്ന് പറഞ്ഞാൽ കോപ്പി ബുക്കൊന്നും വരയ്ക്കേണ്ട, നിങ്ങൾ കൈകൊണ്ട് വരച്ചാൽ മതി. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഹൈലം, ഫ്യൂണിക്കൽ, മൈക്രോപൈലാർ പോൾ, ന്യൂസെല്ലസ്, ടെലാസൽ പോൾ, എംബ്രിയോ സാക്ക്. ഓക്കെ, അപ്പോൾ ഓരോന്നും എൻ്റെ മക്കളെ അടയാളപ്പെടുത്താൻ നിങ്ങൾ എങ്ങനെ ചെയ്യണം മക്കളെ? എങ്ങനെ ചെയ്യണം? ഇതാണ് നമ്മളുടെ സ്റ്റോക്ക്, ഫ്യൂണിക്കൽ. ഓക്കെ, ദിസ് വൺ ഇസ് ഫ്യൂണിക്കൽ. ഇത് വരക്കാൻ പറ്റിയില്ലെങ്കിലാണ് മക്കളെ പറഞ്ഞ അവർ കോപ്പി എടുത്ത് വരയ്ക്കാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പറിൽ വെക്കാം. ഒരു പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് ഇങ്ങനെ അമർത്തി വരയ്ക്കുക. അപ്പോൾ എന്താണ്, അതിൻ്റെ ട്രേസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടും. അപ്പോൾ അതെന്ത് ചെയ്യുക? അത് അതിൻ്റെ മുകളിൽ കൂടി വരച്ചാൽ മതി. അതാണ് ഇവർ പറഞ്ഞോ, കോപ്പി ദ പിക്ചർ.
പിക്ചർ കോപ്പി ചെയ്യുക. ശരിക്കും അവർ ഉദ്ദേശിച്ചത് നോക്കി വരക്കാനാണ്. നിങ്ങൾക്ക് നോക്കി വരക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. വേറൊരാളുടെ പേപ്പർ വെച്ചിട്ട് അത് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളുടെ സ്വന്തം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യാം. ഓക്കെ. യെസ്, ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈലം. ആൻഡ് ഇതാണ് നമ്മുടെ മൈക്രോ പൈലാർ പോൾ. മൈക്രോ പൈലാർ പോൾ. അതിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ചലാസ. ഈ ഇൻറ്റഗ്യുമെന്റിന്റെ ഉള്ളിലുള്ള ടിഷ്യൂ ആണ്. ന്യൂസെല്ലസ് ആണ്, ന്യൂക്ലിയസ് അല്ല കേട്ടോ. ന്യൂസെല്ലസ്. ന്യൂക്ലിയസ് എന്ന് എഴുതരുത്, ന്യൂസെല്ലസ്. ആൻഡ് ഇതാണ് നമ്മുടെ എംബ്രിയോ സാക്ക്. കിട്ടിയോ? ഓവ്യൂൾ കിട്ടിയോ മക്കളെ എല്ലാവർക്കും? അനട്രോപ്പസ്, ഓവ്യൂൾ. റെഡി. ഇൻറ്റഗ്യുമെന്റ് അവർ പറഞ്ഞിട്ടില്ല, എന്നാലും നമുക്കിവിടെ പാവല്ലേ, അതിനെ മാത്രം ഇനി സങ്കടമാവണ്ട. റെഡി? ഓക്കെ. ഇനി നമുക്ക് സക്സസ്ഫുള്ളി നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവരും റെഡി ആണോ? ഓക്കെ, റെഡി ആണോ മക്കളെ? അടുത്ത ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ പഠിക്കാൻ. അനട്രോപ്പസ്, ഓവ്യൂൾ ആണ്. തല കുത്തനെ നിൽക്കുന്ന ഓവ്യൂൾ. റെഡി? ഫുൾ റെഡിയാണ്. വെരി ഗുഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് എ ബി സി ആൻഡ് ഡി. അപ്പം മിസ് നിങ്ങൾക്ക് ഇവിടെ ഇത് സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ എന്നിട്ട് അതിന് ശേഷം പറഞ്ഞാൽ മതി. എ ബി സി ഡി എവിടെ പോയി? കാണുന്നുണ്ടോ? ഓക്കെ. എ ബി സി ഡി ഒന്ന് ഏതാണെന്ന് നോക്കി വെച്ചോളൂ. അതിനുശേഷം നമുക്ക് ലേബിൾ ചെയ്യാം. ഇതിന് ചെറുതാക്കിയതിന് ശേഷം ലേബിൾ ചെയ്യാം. എ ബി സി ഡി എല്ലാവരും നോക്കി വെച്ചോ. എല്ലാവരും അവരവരുടെ ബുക്കിൽ എഴുതി വെച്ചോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ലേബിൾ ചെയ്യാം. എല്ലാവരും നോക്കിയോ? കിട്ടി? പക്ഷെ അത് ചെറുതാക്കാൻ പോവാണേ. ചെറുതായോ? ഇത്ര പെട്ടെന്ന് ചെറുതായോ? ഓക്കെ. ഇനി ഓരോരുത്തരായിട്ട് പറഞ്ഞോ. എന്താ മക്കളെ എ ബി സി ഡി എന്നവർ ലേബിൾ ചെയ്തിരിക്കുന്ന സാധനം? പറഞ്ഞോ. വെരി ഗുഡ്. എ എന്താണ്? സെമിനൽ വെസിക്കിൾ ആണല്ലേ. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ കാണാം. ഇവിടെ കാണുന്ന നമ്മുടെ ആക്സസറി ഗ്ലാൻഡ് ആണ്, നമ്മുടെ സെമിനൽ വെസിക്കിൾ ആണ്. കളർ ചെയ്തുതരാം. സെമിനൽ വെസിക്കിൾ. ഓക്കെ. എ ഇസ് സെമിനൽ വെസിക്കിൾ. ആൻഡ് ബി എന്താ മക്കളെ? എ സെമിനൽ വെസിക്കിൾ ആണ്. ബി എന്താണ്? ബി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. ഇതും ഒരു ആക്സസറി ഗ്ലാൻഡ് ആണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ആൻഡ് അതിന് താഴെയുള്ള സി എന്താ മക്കളെ? സി രണ്ട് കുഞ്ഞുണ്ടയാണ്. എന്താ മക്കളെ? സി രണ്ട് കുഞ്ഞുണ്ടാ? ടെസ്റ്റീസോ? അയ്യോ സോറി മിസ് മാറിപ്പോയതാണേ. ടെസ്റ്റീസ് അല്ല. ഓക്കെ. സി എന്താണ്? ടെസ്റ്റീസ് ആണ്. മിസ്സിന് മാറിപ്പോയതാണേ. സി ടെസ്റ്റീസ്. മിസ് ബൾബോ യൂറിത്രലാണെന്നാണ് കരുതിയത്. പക്ഷേ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഓൾറെഡി അവർ അവിടെ അടപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. ഡി എന്താണ്? ഡി ഇതേ ഇവിടെ ഇങ്ങനെ കുഴഞ്ഞു കയറ് പോലെ ഇരിക്കുന്ന ഒരു സാധനം കാണുന്നുണ്ടോ? ഇതെന്താ മക്കളെ? ഡി എന്താ? എൻ്റെ മക്കളെ കാര്യം മിസ് അതാണെന്ന് പറഞ്ഞാൽ അത് പറയൂലേ. സ്നേഹം. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വാസ്റ്റ് ഡിഫറൻസ് ആണോ? നല്ലപോലെ നോക്കിക്കേ. ഇവിടുന്ന് വരുന്നതാണ് വാസ്റ്റ് ഡിഫറൻസ്. ഇതേതാ സാധനം? എപ്പിഡിഡിമസ് ആണ്. എപ്പിഡിഡിമസ്. മക്കളെ മിസ് അതുപോലെ പറഞ്ഞ മിസ്സിന് ചിലപ്പോൾ മാറിപ്പോവും. മിസ് അവിടെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് കണ്ടില്ല. അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം അതല്ല മിസ്, ടെസ്റ്റീസ് ആണ് അടയാളപ്പെടുത്തിയിരിക്കണേന്ന് കേട്ടോ. മിസ് അതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൊന്നും വേണ്ട. ഓക്കെ. ഇനി മെൻഷൻ ദ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ഓക്കെ. മെയിലും ഫീമെയിലും ഉണ്ട്. ഇവരെ വിട്ടുപോയതാണ്. ഇവിടെ ആൻഡ് ഉണ്ടല്ലോ. മെയിലിനെയും ഫീമെയിലെയും ആ ഒരു സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡിന് എന്താ പറയുക? വെരി ഗുഡ്. മെയിൽസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാസ് ഡിഫറൻസ് കട്ട് ചെയ്യും. വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നതാണ് വാസെക്ടമി. ഓക്കെ. മെയിലിലെ ആ ഒരു സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് ആണ് വാസെക്ടമി. ആൻഡ് ഫീമെയിൽസിൻ്റെ ആണ് എന്ത് പറയാം? എന്ത് പറയുന്നത്? ട്യൂബാണ് കട്ട് ചെയ്യുക അല്ലേ? ഫാലോപ്പിയൻ ട്യൂബാണ് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് പറയും? ട്യൂബെക്ടമി. റെഡി? ഓക്കെ. അടിപൊളി. എക്സാം അടിപൊളിയായിരുന്നോ? യെസ്. അതിനൊരു മാർക്കൊക്കെ തന്നതാണോ? +1? അയ്യോ യെസ് സ്നേഹ. മിസ് വിചാരിച്ചു +1 മിസ്സിനൊരു മാർക്ക് തന്നതാണെന്ന് കരുതി. ഓക്കെ. +1 ആണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം അടിപൊളിയായെന്ന് പറഞ്ഞപ്പോൾ തന്നെ മിസ്സിന് മനസ്സിലായി +1 ആണെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ എല്ലാ എക്സാമും. ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ച മക്കളെ.
റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ്. മക്കളെ ലേഡിക് സെൽസും ഉണ്ട് കോർപ്പസ് ലൂട്ടിയം ഉണ്ട്. ലേഡിക് സെൽസിൻ്റെയും കോർപ്പസ് ലൂട്ടിയത്തിൻ്റെയും ഫംഗ്ഷൻ എന്താണ്? ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയതുകൊണ്ട് മിസ്സിന് ഇതായിരിക്കട്ടെ ഒരു മാർക്ക് അത് തന്നതാന്ന് കരുതി. എന്തായാലും അടിപൊളി. ഓക്കെ, ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് ലേഡിക് സെൽസിൻ്റെ ഫംഗ്ഷൻ? വെരി ഗുഡ്, പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. ഏതാണ് മക്കളെ ആ ആൻഡ്രോജൻ്റെ പേരെന്താണ്? പ്രൊഡക്ഷൻ ഓഫ് ആൻഡ്രോജൻ. ആ ഒരു ആൻഡ്രോജൻ ഏതാണ്? ഇവിടെ ഫസ്റ്റ് ഇയേഴ്സിനൊന്നും ക്ലാസ്സില്ലേ മിസ്സിന്? ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് ഇന്നലെ കഴിഞ്ഞു. ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞു, എക്സാം ഒക്കെ അടിപൊളിയായെന്നല്ലേ അവർ പറയുന്നേ? യെസ്, ടെസ്റ്റോസ്റ്റിറോൺ. വെരി ഗുഡ്. ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ലേഡിക് സെൽസ്. ഇനി മക്കളെ കോർപ്പസ് ലൂട്ടിയം. എന്താണ് കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ? വെരി ഗുഡ്, പ്രൊഡ്യൂസ് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ പ്രഗ്നൻസി ഹോർമോൺ ആണ്. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. പ്രഗ്നൻസി ഹോർമോൺ അല്ലെങ്കിൽ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. പ്രൊജസ്റ്റിറോൺ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ഓക്കെ, നെയിം ദ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ഇൻ സ്പാം ഹെഡ്. മക്കളെ നമ്മുടെ സ്പാമിൻ്റെ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ത്രികോണേ നിങ്ങൾക്ക് ഒരു സ്ട്രക്ചർ കാണാം. എന്താണ് ഈ ത്രികോണേ കാണുന്ന സ്ട്രക്ചറിൻ്റെ പേര്? യെസ്, വെരി ഗുഡ്, ആക്രോസോം. ആക്രോസോം എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ ആക്രോസോമിൻ്റെ ഫംഗ്ഷൻ? ആക്രോസോമിൻ്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? ആക്രോസോമിൻ്റെ ഫംഗ്ഷൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ആക്രോസോം? റിലാക്സിൻ പ്രഗ്നൻസി ഹോർമോൺ അല്ലേ? അങ്ങനെയല്ല, റിലാക്സിൻ ഹ്യൂമൻ ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ ആൻഡ് ഹ്യൂമൻ HCG ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ഈ 3 ഹോർമോൺസ് പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോഴാണ് അവരെ 3 പേരെയും പറയേണ്ടത്. പ്രൊജസ്റ്റിറോണിനെ എന്തുകൊണ്ട് പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, പ്രൊജസ്റ്റിറോൺ ഉണ്ടെങ്കിലാണ് പ്രഗ്നൻസി സേഫ് ആയിരിക്കുക. പ്രൊജസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ അബോർഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്റ്റിറോൺ. വെരി ഗുഡ്. ആക്രോസോം is filled with enzyme. Acrosome is filled with enzymes. ആക്രോസോം നിറയെ എന്താണുള്ളത്? കുറേ എൻസൈംസ് ആണ്. അപ്പം നമ്മളുടെ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് നമുക്കറിയാം നിറയെ സ്പേംസ് ഇങ്ങനെ നമ്മുടെ ഓവത്തിനെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ ആരാണോ ഏറ്റവും പെട്ടെന്ന് ഈ എൻസൈം ഉപയോഗിച്ച് നമ്മുടെ ഓവത്തിൻ്റെ എല്ലാ വാൾസും പൊട്ടിച്ച് ഉള്ളിലേക്ക് കടക്കുന്നത് അവർക്കാണ് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റുക. സോ ദീസ് എൻസൈം ഹെൽപ്സ് ഇൻ ദ പെനിട്രേഷൻ ഓഫ് ഓവം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ അല്ലേ? ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ. ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ. ക്ലിയർ ആയോ മക്കളെ? യെസ്, ഹെൽപ്സ് ഇൻ പെനിട്രേറ്റിംഗ് ഓവ എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഫെർട്ടിലൈസേഷന് സഹായിക്കുന്നു എന്ന് എഴുതാലും മനസ്സിലാവും. യെസ് ക്യാപ്റ്റൻ, താങ്ക് യു. ഇനി ഇതാ നോക്കിക്കേ, എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയസിന് എന്താ മക്കളെ പറയാ? 8 to 16 ബ്ലാസ്റ്റോമിയസ്. അതായത് നമ്മുടെ സൈഗോട്ട് ആദ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് 2ആയിട്ട് മാറും, പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ 4ആയിട്ട് മാറും, പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ 8ആയിട്ട് മാറും അല്ലേ? 8ആയോ? 1 2 3 4 8ആയി. ഇങ്ങനെയല്ല വരാ ഇങ്ങനെ 8ആയിട്ട് മാറും. പിന്നെ ഇത് ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഇങ്ങനെ 16ആയിട്ട് മാറും അല്ലേ? 16ആയിട്ട് മാറും. അങ്ങനെ ഒരു 8 to 16 ബ്ലാസ്റ്റോമിയസ്. ഇതിനകത്തുള്ള ഓരോ സെല്ലിനെയും നമ്മൾ ബ്ലാസ്റ്റോമിയർ എന്നാണ് പറയുക. അപ്പോൾ ഇത് എന്തായിട്ട് മാറാണ്? ഒരു 8 to 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആയാൽ വെരി ഗുഡ്. അതിനെയാണ് നമ്മൾ പറയുക മോറുല, മൾബറി സ്റ്റേജ്. ഒരു മൾബറി പോലെ ഉണ്ടാവും. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഷിബു ഇപ്പം എനിക്ക് തോന്നുന്നു SSLC സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പം അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് SSLCയുടെ റിവിഷൻ ബാച്ച് ഫ്രീ ആയി കിട്ടും കേട്ടോ. അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ SSLC കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പം സക്സസ്ഫുള്ളി നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തില്ലേ? ഓക്കെ, യെസ്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഇൻ ഫീമെയിൽ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി അല്ലേ? ഫീമെയിൽസിൽ ഗേൾസിൻ്റെ കാര്യത്തിൽ എന്താണ്, അവരൊരു പ്യൂബർട്ടി സ്റ്റേജിൽ ഒരു 15 വയസ്സെത്തുമ്പം, പക്ഷെ ഇപ്പോൾ കുറച്ച് നേരത്തെയാണ് എല്ലാ പെൺകുട്ടികൾക്കും തോന്നുന്നു, ലൈഫ് സ്റ്റൈലൊക്കെ കാരണമാണ്. അപ്പോൾ നമ്മൾ ആ പ്യൂബർട്ടിയിൽ ആ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ആ മെനാർക്ക് എന്ന് പറയും. മെനാർക്ക്. ഇനി അടുത്തത് എന്താ? സ്റ്റേറ്റ് ദ ടേം ഇൻഡിക്കേറ്റിംഗ് ദ സീസിങ്. ഇത് മിസ് നേരത്തെ നോക്കി വെച്ചു. അതായത്
ഞാൻ മെനാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അടുത്തത് സീസിങ് ഇതാണെന്ന് ഞാൻ തന്നെ പറയാം. അപ്പം ഞാനിങ്ങനെ ഈ സ്ലൈഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും ഒരിക്കലും അടുത്തത് പറയരുത്, അടുത്ത ക്വസ്റ്റ്യൻ ഇതുണ്ട് എന്ന് ഞാൻ തന്നെ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് മിസ് ആ ആൻസർ പറയാത്തത്. ഓക്കെ, അറ്റ് ദി ഏജ് ഓഫ് 50 50 വയസ്സാകുമ്പോൾ ഫീമെയിൽസ് എന്ത് നിൽക്കും? ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യും. പോസ്, മെനോപോസ്. ഓക്കെ, മെനോപോസ് ഉണ്ടോ? മിസ് നേരത്തെ തന്നെ ഓർത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്താണ്. കംപ്ലീറ്റ് ദ പാത്വേ. മക്കളെ, ഇത് നമ്മുടെ മാമറി ഗ്ലാൻസിൽ നിന്ന് മിൽക്ക് പുറത്തേക്ക് വരുന്ന പാത്വേ ആണ്. അപ്പം ആ ബുദ്ധി അല്ലെങ്കിൽ മിക്കവാറും മെനാർക്ക് പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കണം, അല്ല മെനോപോസും കൂടി പറയണം. ഞാൻ നേരത്തെ പറയരുതേ, ഇത് കുട്ടിക്ക് പറയാനുള്ളതാണ്. യെസ്, മാറ്റ് എന്താണ് ലാഡ് ഡാഡ് എന്ന് ആലോചിച്ചാൽ മതി അല്ലേ? അപ്പം ലാഡ് ഡാഡിൽ ഇപ്പോൾ ഇവിടെ എന്താ മക്കളെ തന്നിരിക്കുന്നത്? ലോബ് ഇവർ പറഞ്ഞിട്ടില്ല, ഇവർ ആൽവിയോളയിലാണ് തുടങ്ങിയത്. അതായത് ഇവർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, ലാറ്റിൻ്റെ എയിൽ അവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് ഏതാ വരിക? ഇവിടെയാണ് ലോബ് വരേണ്ടത്, മാമറി ലോബ്. പക്ഷെ അവർ എ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അടുത്തത് എന്ത് വരും? മാമറി ട്യൂബ്യൂൾ. അടുത്തത് എന്താണ്? അടുത്തത് നമ്മുടെ ഡാഡ് തുടങ്ങണം അല്ലേ? അപ്പോൾ ഏതാ വരിക? മാമറി ഡക്ട്. ഓക്കെ, യെസ്, മാമറി ഡക്ട്. അടുത്തതോ എ അവർ പറഞ്ഞു മാമറി ആംപ്യൂള. ബാക്കി അവർ പറഞ്ഞു. സോ സിമ്പിൾ, ഭയങ്കര സിമ്പിളായിപ്പോയല്ലേ? 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണോ? 2 മാർക്ക്. ഓരോന്ന് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഞാൻ വെച്ച ഹാഫ് ആന്ന്, പക്ഷെ അല്ല, 2 മാർക്ക് കിട്ടും കേട്ടോ. ഡാഡിൻ്റെ ആംപ്യൂള, പിന്നെ ലാക്ടിഫറസ് ഡക്ട്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഹായ്, നമ്മൾ വന്നു. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ അടയാളപ്പെടുത്തൽ നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അപ്പോൾ മെസ്സേജ് ചെയ്ത് സൂം ചെയ്ത് വെച്ച് തരാം. നിങ്ങൾ നോക്കി വെച്ചിട്ട് ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ABCD എന്താണെന്ന് വേഗം നോക്കി വെച്ചോ. ഇതാണ് നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, കഴിഞ്ഞ കൊല്ലമല്ലേ, കഴിഞ്ഞ കൊല്ലമാണോ അതിൻ്റെ മുന്നത്തെ കൊല്ലമാണെന്ന് അറിയില്ലേ, ഈ സെയിം ക്വസ്റ്റ്യൻ പബ്ലിക് എക്സാമിന് വന്നു. അപ്പോൾ ഏതോ ഒരു കുട്ടി അത് അറിയില്ലായിരുന്നു, ആനേനെ വരച്ചു വെച്ചു ഇത് വെച്ചിട്ട്. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, ശരിയാണല്ലോ, ഒരു ആന നമ്മളെന്താ പറയുക, നെറ്റിപ്പട്ടൊക്കെ കെട്ടി വരുന്നത് പോലെ ഉണ്ടല്ലേ. ABCD എന്താ ക്രിയേറ്റിവിറ്റി തന്നെ. നോട്ട് ചെയ്ത് വെച്ചില്ലേ? ABCD എന്താ മക്കളെ പറഞ്ഞോ? ABCD EFG HIJK LMNPQ RSTU UVW XYZ. അതെ, മിസ്സാണ് അരിക്കമ്പനെ വരച്ചത്. ശക്തിവാൻ, യെസ്, മിസ് അരിക്കമ്പനെ വരക്കുള്ളൂ. ഡൺ. ABCD എന്താ മക്കളെ? പറ. A ആംപ്യൂള. വെരി ഗുഡ്, ആംപ്യൂള. അയ്യോ, ഞാൻ എങ്ങനെ അരിക്കമ്പനെ വരക്കാം? മിസ്സിന് ഇത് അറിയില്ലേ? എൻ്റെ ദൈവമേ, മിസ്സിന് ഇത് അറിയില്ലേ? മിസ് അരിക്കമ്പനെ വരയ്ക്കുമോ? മിസ് അടയാളപ്പെടുത്തൂലേ? ബി എന്താ വരിക? ബി ഓവറി. സി എന്താ വരിക? നിങ്ങളെ പഠിപ്പിച്ചൊരു മിസ് ഇതിന് അരിക്കമ്പനെ വരയ്ക്കുമോ മക്കളെ? സി ഫിംബ്രി ആണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഫിംബ്രിയെ. പിന്നെ ഡി എന്താ വരിക? ഡി ഇതാണ് നമ്മുടെ സർവിക്സ്. ഉണ്ടോ? സർവിക്സ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ ഭാഗമാണ്. അപ്പൊ സർവിക്സിന്റെ ആ കനാലാണ് സർവിക്കൽ കനാൽ കേട്ടോ. അപ്പൊ ഡി നമ്മുടെ സർവിക്കൽ കനാലാണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഫാലോപ്പിയൻ ട്യൂബിന്റെ 3 ഭാഗങ്ങൾ. അതന്നെ, ഫാലോപ്പിയൻ ട്യൂബിന്റെ 3 ഭാഗങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു നാരോ ആയിട്ടുള്ള ഒരു ഇസ്തമസ്, പിന്നെ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു ആംപ്യൂള, പിന്നെ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻഫൻഡിബുലത്തിൻ്റെ ഭാഗത്താണ് ഇവിടെ എന്തുള്ളത്? ഫിംബ്രിയ ഉള്ളത്. ഇത് ഫാലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമല്ല, ഇതാണ് ഇൻഫൻഡിബുല. ആൻഡ് ദിസ് വൺ ഇസ് ആംപ്യൂള വൈഡ് ആയിട്ടുള്ള ഭാഗം, ആൻഡ് ദിസ് വൺ ഇസ് ഇസ്തമസ്. ഈ 3 ഭാഗങ്ങളാണ് നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ്. റെഡി? ഇനി നമ്മുടെ യൂട്രസിനെ പറയുമ്പോൾ യൂട്രസിന് ഒരു ബോഡി ഉണ്ട്, ഒരു ഫണ്ടസ് ഉണ്ട്, പിന്നെ ഇവിടെ നമുക്കൊരു ബോഡി ഉണ്ട്, ഇത് ബോഡി, ആൻഡ് ഇവിടെ ഇങ്ങനെ ഒരു കനാല് പോലത്തെ ഒരു സാധനം വരുന്നുണ്ടല്ലോ, ഒരു നാരോ, പിന്നെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇത് ഫണ്ടസ്, യൂട്രസിൻ്റെ ഭാഗമാണ്. ഫണ്ടസ്, ബോഡി ആൻഡ് സർവിക്സ്. ഈ സർവിക്സിൻ്റെ ഈ നാരോ കനാലാണ് സർവിക്കൽ കനാൽ, ആൻഡ് ദിസ് വൺ ഇസ് വെജൈന. റെഡി? വെരി ഗുഡ്. 3 എണ്ണം ഏതൊക്കെയാണ്? നമ്മളുടെ പെരിമെട്രിയം, മയോമെട്രിയം ആൻഡ് എൻഡോമെട്രിയം. ഏറ്റവും പുറമേ ഉള്ളതാണ് നമ്മുടെ പെരിമെട്രിയം,
ആൻഡ് നടുവിലുള്ളത് നമ്മുടെ മസ്കുലാർ കോൺട്രാക്ഷൻ ഒക്കെ നടക്കുന്നത്, കുഞ്ഞുവാവ പുറത്ത് വരാൻ വേണ്ടി കോൺട്രാക്ട് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്ത് കോൺട്രാക്ട് ചെയ്യുന്നതൊക്കെ മയോമെട്രി ആണ്. ആൻഡ് പീരീഡ്സിൻ്റെ സമയത്ത് പൊഴിഞ്ഞു പോകുന്ന ആൾ എൻഡോമെട്രിയ. റെഡി അല്ലേ? ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ഫീമെയിൽസിൻ്റെയും മെയിൽസിൻ്റെയും ആ ഒരു കോൺട്രാസെപ്റ്റീവ്, സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നമ്മൾ നേരത്തെ എഴുതി. മെയിൽസിനാണെങ്കിൽ വാസെക്ടമി, ഫീമെയിൽസിനാണെങ്കിൽ ട്യൂബെക്ടമി. നേരത്തെ ചെയ്തുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതേ അടുത്തത് നോക്കിയേ മക്കളെ. ഐഡന്റിഫൈ ദ 2 type of cells lined on the inside of seminiferous tubule. അപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ ലൈൻ ചെയ്യുന്ന ആ ഒരു 2 ടൈപ്പ് ഓഫ് സെല്ല് ഏതൊക്കെയാ മക്കളെ? ഏതൊക്കെയാണ്? വെരി ഗുഡ്. ഒന്ന് നമ്മുടെ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ, മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ. രണ്ടാമത്തെ നമ്മുടെ സെർട്ടോളി സെൽസ്. മക്കളെ ഇതിൻ്റെ ഫങ്ഷൻസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ എഴുതേണ്ടത്? ജേം സെൽസിൻ്റെ ഫങ്ഷൻ എന്താണ് ആൻഡ് സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ എന്താണ്? എന്താ ഫങ്ഷൻ? എന്താ ജേം സെൽസിൻ്റെ ഫങ്ഷനും സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ എന്താ? എന്താണ്? മെയിൽ ജേം സെൽസ്. സെർട്ടോളി സെൽസ് എന്താണ്? നറിഷ്മെന്റ് ആണ്. നറിഷ്മെന്റ് ഫോർ ദ ഡെവലപ്പിംഗ് സ്പേംസ്. ഫോർ ദി ഡെവലപ്പിംഗ് സ്പേംസ്. ഡെവലപ്പ് ചെയ്ത് വരുന്ന സ്പേംസിന് നറിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഡെവലപ്പിംഗ് സ്പേംസിന് നറിഷ്മെന്റ് ആണ് സെർട്ടോളി സെൽസ്. ആൻഡ് മെയിൽ ജേം സെൽസ് എന്താണ്? സ്പേം ഫോർമേഷൻ. സ്പേം എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഈ ഒരു മെയിൽ ജേം സെൽസിൽ നിന്നാണ് സ്പേം ഫോം ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. റൈറ്റ് എനി 4 differences between spermatogenesis and oogenesis. സ്പെർമാറ്റോജെനസിസും oogenesisഉം തമ്മിലുള്ള ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതാൻ പറഞ്ഞാൽ എൻ്റെ മക്കൾ എന്തൊക്കെ പറയും? എന്താണ് സ്പെർമാറ്റോജെനസിസും oogenesisഉം തമ്മിലുള്ള 4 ഡിഫറൻസ്? ആദ്യം തന്നെ നോ പോളാർ ബോഡി ആണോ? ആദ്യം തന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് occurs in males and this one occurs in females. ഓക്കെ, എവിടെയാണ് എപ്പോഴാണ്? യെസ്, മെയിൽസിലാണെങ്കിൽ സ്റ്റാർട്ട് അറ്റ് പ്യൂബർട്ടി. മെയിൽസിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പെർമാറ്റോജെനസിസ്? അവർ പ്യൂബർട്ടി എത്തുമ്പോഴാണ്. പക്ഷേ ഫീമെയിൽസിലാണെങ്കിലോ ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്. എംബ്രിയോണിക് സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത്? ഈ ഒരു oogenesis നടക്കുന്നത്. ഫീമെയിൽസിൽ ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഒന്നും പറയാനില്ലെങ്കിൽ പോളാർ ബോഡി ഇല്ല എന്നൊക്കെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. ലൈഫ് ലോങ് പ്രോസസ്സ് ആണെങ്കിൽ ഇതെന്താണ്? അറ്റ് ദി ടൈം ഓഫ് ബർത്ത്. ഓക്കെ, നോ അല്ലെങ്കിൽ സ്റ്റോപ്പ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. ബർത്തിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? oogenesis സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഓവറിയിലാണ്, ടെസ്റ്റീസിലാണ്. occurs in testes. ഇതാണെങ്കിൽ ഇൻ ഓവറി. പിന്നെ നമുക്ക് എന്ത് പറയാം? ദിസ് വൺ ഈസ് ഈക്വൽ ഡിവിഷൻ. കാരണം ഈക്വൽ ആയിട്ടുള്ള 4 സ്പേം ആണ് ഉണ്ടാവുന്നത്. ആൻഡ് ഇതാണെങ്കിൽ സൈസൊക്കെ അൺഈക്വൽ ആണല്ലേ? അൺഈക്വൽ ഡിവിഷൻ ആണ്. ഒരു ലാർജ് ഫസ്റ്റ് പ്രൈമറി യൂസായിട്ടും പിന്നെ ഒരു കുഞ്ഞ് പോളാർ ബോഡിയും, പിന്നെ അത് ഡിവൈഡ് ചെയ്തിട്ട് ലാർജ് ഓവും പിന്നെ സെക്കൻഡറി പോളാർ ബോഡി. ഇത് ചെറുതാണ്. അപ്പോൾ അൺഈക്വൽ ഡിവിഷൻ ആണ്. ഇവിടെയാണെങ്കിലോ 4 sperms are produced. ഇവിടെ 4 sperms ഉണ്ടാവുമെങ്കിൽ ഇവിടെ സിംഗിൾ എഗ്, സിംഗിൾ ഫങ്ഷണൽ എഗ്, സിംഗിൾ ഫങ്ഷണൽ ഓവയാണ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാം. ഇവിടെ നമുക്കിനി എന്ത് പറയാം? വെരി ഗുഡ്. ഇവിടെയാണെങ്കിൽ മിയോട്ടിക് അറസ്റ്റ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ നോ മിയോട്ടിക് അറസ്റ്റ്. മിയോട്ടിക് അറസ്റ്റ് ഇല്ല. പിന്നെ എന്ത് പറയാം? ഇവിടെയാണെങ്കിൽ പോളാർ ബോഡി പ്രസന്റ്. നോ പോളാർ ബോഡി. കിട്ടിയോ? 3 ഡിഫറൻസ് ഉണ്ട്. ഏതെങ്കിലും 4 ഡിഫറൻസ് എഴുതാം. റെഡിയാണോ മക്കളെ? ബാച്ച് ഡീറ്റെയിൽസ് ഏതാണെന്ന് പറയാവോ? ജീന ജോൺ മോളെ ഏത് ബാച്ചിനെ കുറിച്ചിട്ടുള്ളതാണെന്നൊന്ന് പറയാവോ?
ഏത് ബാച്ചിൻ്റെയാണ് മോക്ക് അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് മക്കളെ നമ്മുടെ എംബ്രിയോൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആണ്. അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് മാച്ച് ആക്കിയേ. എംബ്രിയോ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. അപ്പോൾ ആദ്യം എന്ത് വരും, ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്, നിങ്ങളൊന്നും എക്സ്ട്രാ എഴുതണ്ട, പക്ഷേ കറക്റ്റായിട്ട് മാച്ച് ചെയ്താൽ മതി അല്ലേ. നമുക്ക് ആകെ ഉള്ളൊരു ഹാർട്ട്, അപ്പോൾ അത് ആരെയാണ് ഫോം ചെയ്യുക, ആകെ ഒരു ഹാർട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജിൽ അല്ലേ, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്, ഫസ്റ്റ് മന്ത്. പിന്നെ 2 കൈയും കാലും ഉണ്ട് അല്ലേ, ലിംസ് നമുക്ക് എന്താണ് 2 കൈയും കാലും. അപ്പം നമ്മുടെ സെക്കൻഡ് മന്തിൽ നമുക്ക് എന്ത് ഫോം ചെയ്യും, സെക്കൻഡ് മന്തിലാണെങ്കിൽ ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഫോംഡ്. ഓക്കെ, പിന്നെ എന്താണ് വരിക, 2, 4 കറക്റ്റാണ്. 5th മന്തിൽ എന്താ മക്കളെ ഉണ്ടാവുക, കുഞ്ഞു ആവയുടെ മൂവ്മെൻറ്റ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ ഫീറ്റസ്, അതുപോലെ തന്നെ തലയിൽ മുടി വരുന്നത് എന്താണ് 5th മന്തിലാണ്. പിന്നെ നമ്മുടെ 6th മന്തിൽ എന്താണ് ഉണ്ടാവുക, ഐലിഡ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യും, ഐലാഷസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഐലിഡ്സും ഐലാഷസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ 6th മന്തിലാണ്. 9th മന്ത് ആകുമ്പോൾ ബേബി കംപ്ലീറ്റ് ഡെവലപ്ഡ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ മക്കൾക്ക് സെറ്റാണോ, ഫസ്റ്റ് മന്തിൽ ഒരു ഹാർട്ട്, 2 കൈയും കാലും, അപ്പോൾ 2ാമത്തെ മന്തിൽ. ഓക്കെ, ആൻഡ് 5th മന്തിൽ ഫസ്റ്റ് മൂവ്മെൻറ്റും തലയിൽ മുടിയും വരും. ആൻഡ് 6th മന്തിലേക്ക് ആവുന്ന സമയത്ത് ഏതാ ബെസ്റ്റ് ബാച്ച്, അയ്യോ അത് ഏതാ ബെസ്റ്റ് ബാച്ച് എന്നോ, നിങ്ങൾ ഏതാണോ ക്ലാസ് അതിനുള്ളതാണ് ബാച്ച്. അങ്ങനെ നമുക്ക് ഒത്തിരി ബാച്ചസ് ഇല്ല. +1 അഗ്നി, +2 ഉയരെ, നീറ്റിനാണെങ്കിൽ പൃഥ്വി, +1 +2 നമ്മുടെ യോധ, അങ്ങനെയാണ് കേട്ടോ. അല്ല വേദ, സോറി യോധ അല്ല വേദ. റെഡി. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും എന്ന് വെച്ചാൽ അധികം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഹോർമോണൽ കൺട്രോൾ ആണ് കേട്ടോ. നോക്കിയേ മക്കളെ, A and B ഏതാണെന്നാണ് ചോദിച്ചത്. മിസ് തൽക്കാലം ഇതിന് A എന്നും ഇതിന് B എന്നും കൊടുക്കാം. ഏതാ മക്കളെ Aയും Bയും ഹോർമോൺസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ? യോധ മോഹൻലാലിൻ്റെ പടമാണ്, പക്ഷേ യോധ നമ്മുടെ ബാച്ചിൻ്റെ പേരായിരുന്നു. ഇപ്പം നമ്മുടെ ഏതോ ഒരു ബാച്ചിൻ്റെ പേര് യോധ എന്നുണ്ട്. വെരി ഗുഡ്, യെസ്, പ്രൊജസ്റ്റിറോൺ ആണ് A. നല്ലോണം നോക്കിക്കേ, നല്ലോണം നോക്കിയിട്ട് പറഞ്ഞേ, നല്ലോണം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ മക്കളെ. ഇങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് A, ഇതാണ് B. ഏതാ ഹോർമോൺസ്? യെസ്, ബി പ്രൊജസ്റ്റിറോൺ ആണ്. കാരണം ഫസ്റ്റ് സ്റ്റേജിൽ ഒന്നും തന്നെ നമുക്ക് പ്രൊജസ്റ്റിറോണിനെ കാണാൻ പറ്റില്ല അല്ലേ. ഇത് ഏതാ സ്റ്റേജ്? 1 to 5 ആണെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ ഫേസ് ആണ്. ആൻഡ് 6 to 13 വരെ ആണെങ്കിൽ നമ്മുടെ ഏത് ഫേസ് ആണ്? നമ്മുടെ ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസിൽ ഒന്നും പ്രൊജസ്റ്റിറോൺ ഇല്ല. പ്രൊജസ്റ്റിറോൺ ആകെയുള്ളൊരു മല അത് അടുത്ത ഫേസിലാണ്. ഇത് നമ്മുടെ ഈസ്ട്രോജൻ ആണ്, ഈസ്ട്രോജൻ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ഹോർമോൺസ് ഇൻ ലൂട്ടിയൽ ഫേസ്. ഓക്കെ, അപ്പോൾ ലൂട്ടിയൽ ഫേസിലുള്ള ഗ്രാഫ് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 1 to 5 നമ്മൾ ഏതാണ്? മെൻസ്ട്രുവൽ ഫേസ് ആണ്, മെൻസ്ട്രുവൽ ഫേസ്. ആൻഡ് ഇവിടെ 6 to 13 നമ്മുടെ ഫോളിക്കുലാർ ഫേസ് ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞത് ഇവിടെ 15 to 27 ഉള്ള ലൂട്ടിയൽ ഫേസിൽ ഹോർമോൺസ് ആണ്. അപ്പം നമ്മൾ ഈസ്ട്രോജൻ 2 മല ഇതിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസ്ട്രോജൻ ഉണ്ടോ? ഈസ്ട്രോജൻ 2 മലയുണ്ട്. പ്രൊജസ്റ്റിറോൺ ഇങ്ങനെ എഴുതാം. ഓക്കെ, പ്രൊജസ്റ്റിറോൺ ഉണ്ടോ? ഒരു മലയുള്ളൂ. ആ പ്രൊജസ്റ്റിറോണിൻ്റെ ഒരു മല എന്ന് പറഞ്ഞത് ലൂട്ടിയൽ ഫേസിലാണ്. ഇവിടെയാണ് പ്രൊജസ്റ്റിറോണിൻ്റെ ഒരു മല. പക്ഷേ ഈസ്ട്രോജൻ ആണെങ്കിലോ മക്കളെ ഓൾറെഡി ഇവിടെ ഒരു മലയുണ്ട്, ഇനി ഇവിടെ ഒരു മലയുണ്ട്. 2 മല. 2 മലയുള്ളത് ഈസ്ട്രോജനും 1 മലയുള്ളത് പ്രൊജസ്റ്റിറോണും ആണ്. അതെ, ഇനിതാ അപ്പോൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. മക്കളെ, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ, അതിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഏത് ഹോർമോണാണ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്നത് ആൻഡ് അതുണ്ടാക്കുന്ന ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്താണ്? വെരി ഗുഡ്, പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ എന്താ? പ്രൊജസ്റ്റിറോൺ കറക്റ്റാണ്. പ്രൊജസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ പ്രൊജസ്റ്റിറോണിൻ്റെ ഫങ്ഷൻ എന്താ? മെയിൻറ്റെയിൻ എൻഡോമെട്രിയം. എൻഡോമെട്രിയൽ ലൈനിങ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. മെയിൻറ്റെയിൻ എൻഡോമെട്രിയം. എൻഡോമെട്രിയം ബേബീനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്.
ഇനി ചിലപ്പോൾ എങ്ങനെ ചോദിക്കുന്ന അറിയാവോ, എങ്ങനെയാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്? എങ്ങനെയാ മക്കളെ? ഇതാ ഇവിടെ ഒരു വൈറ്റ് കളറിലുള്ളതാണ് നമ്മുടെ ആദ്യം മഞ്ഞ കളറിലുള്ളതാണ് ആദ്യത്തെ കോർപ്പസ് ലൂട്ടിയം. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് ഡീജനറേറ്റ് ചെയ്തിട്ട് കോർപ്പസ് ആൽബിക്കൻസ് ആവും. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ഹൗ കോർപ്പസ് ലൂട്ടിയം ഫോംസ്. എങ്ങനെയാണ് മക്കളെ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുക? പോരട്ടെ, എങ്ങനെയാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുക? ആരൊന്നും പറയാനില്ലല്ലോ, പറ. എങ്ങനെയാ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്നേ? ആ ഗ്രാഫിയൻ ഫോളിക്കിൾ അല്ലേ? ഗ്രാഫിയൻ ഫോളിക്കിൾ ആഫ്റ്റർ ഓവുലേഷൻ. ഗ്രാഫിയൻ ഫോളിക്കിൾ ആഫ്റ്റർ ഓവുലേഷൻ എന്തായിട്ട് മാറും? കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറും. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് വേറെ ഒരു കാര്യം ചോദിക്കാൻ സാധ്യതയുള്ളത്, ഈ 2 ഹോർമോൺസിന് എന്തൊക്കെയാ മക്കളെ പറയാ? ദിവസം ഇങ്ങോട്ടേക്ക് വരയ്ക്കട്ടെ. ഓക്കെ. ഈ 2 ഹോർമോൺസിനെ, പ്രൊജസ്റ്റിറോണിനെയും ഈസ്ട്രോജനെയും നമ്മൾ എന്താ പറയാ? പ്രൊജസ്റ്റിറോണിനെയും ഈസ്ട്രോജനെയും നമുക്ക് ഒരുമിച്ചൊരു പേര് പറയാൻ പറ്റും. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ആയി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ കോർപ്പസ് ലൂട്ടി എന്ന് പറയാം. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഹോർമോൺസ്, പ്രൊജസ്റ്റിറോണിനെയും ഈസ്ട്രോജനെയും നമ്മൾ എന്താ പറയാ? ഗോണാഡോട്രോപ്പിൻസ് ആണ്. ഒന്നുകൂടി ആലോചിച്ച് നോക്കിയേ. ഒവേറിയൻ ഹോർമോൺസ് ആണ് കേട്ടോ. ഒവേറിയൻ ഹോർമോൺസ് ആണ്. ഗോണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ FSHും LHും ആണ് ഗോണാഡോട്രോപ്പിൻസ് കേട്ടോ. ഗോണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ FSHും LHും ആണ്. ഓക്കെ, യെസ്. ഇനി ഇവിടെയുള്ള FSH നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ പീക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ LH സർജ് ഉണ്ടാവുന്നത് നമ്മുടെ 14th ഡേ ആണ്. എന്താ അതിന് താഴെയായിട്ട് കാണുന്നതാണ് FSH. അതിന് താഴെ കാണുന്നതാണ് LHന്റെ താഴെ കാണുന്നതാണ് FSH. അപ്പോൾ ഈ 2 ഹോർമോൺസിനെ നമ്മൾ ഒന്നുകിൽ പിറ്റ്യൂട്ടറി ഹോർമോൺസ് എന്ന് പറയും, കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയും. ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറഞ്ഞാൽ ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് എന്നാണ് അർത്ഥം. ഗൊണാഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. ഇപ്പം LH വന്നിട്ട് എന്താ ചെയ്യുക? മെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടെസ്റ്റീസിൻ്റെ അകത്ത് ആക്ട് ചെയ്യും അല്ലേ? FSH ആണെങ്കിൽ എന്താ ചെയ്യുക? സ്പൊമാറ്റോജെനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലേ? സെർട്ടോളി സെൽസിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ, ഈ ഡയഗ്രാം വരും. ഇത് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ആണ്. ഇത് വരയ്ക്കാൻ പക്ഷേ ഇപ്പോൾ ഐഡിയ കിട്ടിയോ? ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഐഡിയ കിട്ടിയോ? ഒറ്റ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ ഇത് മിസ് വരയ്ക്കേണ്ട ഐഡിയ ആണ് പറയണത് കേട്ടോ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മലയാണത്. ഇവിടെ ഇങ്ങനെ പോയിട്ട് ഒരു മല ആണ് കാണുന്നതെങ്കിൽ ഒരു മലയുള്ളത് പ്രൊജസ്റ്റിറോൺ കണ്ടോ, P ഒരു മലയുള്ളൂ. ഇനി ഇവിടെ ഇങ്ങനെ 2 മല കാണുന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ ആണ് 2 മല. ഓക്കെ. ഇനി അടുത്ത ആൾ ഏറ്റവും കൂടുതൽ പീക്ക് കാണുന്നത് LH ആണ്. LHന്റെ താഴെ കാണുന്നതാണ് FSH. ഇത് അടയാളപ്പെടുത്താനാണ് ചോദിക്കുക. ഓക്കെ, ഇതാ LH സർജ് ഉണ്ടാവുന്നതാണ് 14th ഡേ. 1 to 5 menstrual phase, 6 to 13 അടുത്തത്, ആൻഡ് ഇവിടെ 15 to 27 luteal phase. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഇതാ അവിടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രം ആണ്. ഐഡന്റിഫൈ ദ ഫിഗർ. ഏതാ മക്കൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗർ ഏതാണ്? ഐഡന്റിഫൈ ദ ഫിഗർ. ഏതാ മക്കൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിന്റെ പേരെന്താ? ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിന്റെ പേരെന്താ? ബ്ലാസ്റ്റുല അല്ല കേട്ടോ, ബ്ലാസ്റ്റോസിസ്റ്റ്. ആക്ച്വലി ബ്ലാസ്റ്റുല എന്ന് പറയാം, പക്ഷേ ഹ്യൂമൻസിൽ ഇറ്റ് ഇസ് നോട്ട് ബ്ലാസ്റ്റുല. അതിനകത്തൊരു സിസ്റ്റ് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് പറയുക ഹ്യൂമൻസിൻ്റെ കേസിൽ. ഇനി നെയിം ദ പാർട്സ് A and B. ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ Aയും Bയും എന്താ? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് കുറച്ചുകൂടി കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, Aയും Bയും എന്താ മക്കളെ? ഇന്നർ സെൽ മാസ്. വെരി ഗുഡ്. ഇതെന്ന് പറഞ്ഞാൽ ഇന്നർ സെൽ മാസ് ആണ്. ആൻഡ് B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? B ട്രോഫോബ്ലാസ്റ്റ്. വെരി ഗുഡ്, ട്രോഫോബ്ലാസ്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് A. എന്താണ് ഇന്നർ സെൽ മാസിന്റെ ഫംഗ്ഷൻ? എന്താ മക്കളെ ഇന്നർ സെൽ മാസിന്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഇസ് ദി ഫംഗ്ഷൻ ഓഫ് A? ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസിന്റെ ഫംഗ്ഷൻ എന്താ? വെരി ഗുഡ്, ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ.
ഇതാണ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ട്രോഫോബ്ലാസ്റ്റ്? ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ചോദിച്ചിട്ടില്ല, മിസ് ചോദിക്കുകയാണ്. എന്താണ് ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ? യെസ്, എന്താണ് ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ? ഹെൽപ്സ് ഇൻ ദി അറ്റാച്ച്മെന്റ്. വെരി ഗുഡ്. ഹെൽപ്സ് ഇൻ ദി അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ. അറ്റാച്ച്മെന്റിന് സഹായിക്കുന്നു അല്ലെങ്കിൽ ഇംപ്ലാന്റേഷന് സഹായിക്കുന്നു എന്ന് എഴുതിയാലും മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എ ആൻഡ് ബി. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം എ എന്നും ആ പിങ്ക് കളറിലുള്ള സാധനമാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പിങ്ക് ഉണ്ടാവില്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ഇപ്പം പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ എ എന്ന് പറഞ്ഞിരിക്കുന്നത്, പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ നോക്കിയിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്തേ ഏതാണ് എ ഏതാണ് ബി. ഏതാണ് എ ഏതാണ് ബി? ഏതാ മക്കളെ എയും ബിയും? എയും ബി ഏതാന്ന് പറഞ്ഞേ? വെറുതെ പറയില്ല. എ എന്താണ്, ബി എന്താണ്? എ എന്താണ്, ബി എന്താണ്? അങ്ങനെ തന്നെ പറയണം കേട്ടോ. എ എന്താണ്, ബി എന്താണ്? രണ്ട് സ്ട്രക്ചേഴ്സ് ഇല്ലേ? വെരി ഗുഡ് അഭിനവ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരി വിറ്റലൈൻ സ്പേസ് ആണ്. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സോണ പെല്യൂസിഡ. സോണ പെല്യൂസിഡ. ഇനി നമ്മളോട് അടുത്ത ചോദിച്ചിരിക്കുന്നത് ബിയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സോണ പെല്യൂസിഡ? സോണ പെല്യൂസിഡയുടെ ഫംഗ്ഷൻ എന്താ മക്കളെ? വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സോണ പെല്യൂസിഡ? എന്താ സോണ പെല്യൂസിഡയുടെ ഫംഗ്ഷൻ? സോണ പെല്യൂസിഡയുടെ ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സോണ പെല്യൂസിഡ? പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. യെസ്, പ്രിവെന്റ് പോളിസ്പെർമി. പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെയോ പിന്നെ എന്താ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. പോളിസ്പെർമി പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഈ സോണ പെല്യൂസിഡ എന്ന് പറഞ്ഞ ഒരു ജെൽ ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് നമ്മുടെ വേറെ എവിടെ യൂട്രസിലല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഈ ഒരു സൈഗോട്ട് അറ്റാച്ച്ഡ് ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രിവെന്റ് എക്ടോപിക് പ്രഗ്നൻസീസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. അതായത് യൂട്രസിൽ അല്ലാതെ വേറെ എവിടെയും പോയിട്ട് ഇത് അറ്റാച്ച്ഡ് ആവാൻ പാടില്ല നമ്മുടെ സൈഗോട്ട് ആയി കഴിഞ്ഞാൽ. കാരണം സൈഗോട്ട് ആയി കഴിഞ്ഞാലും ഈ സോണ പെല്യൂസിഡ ഉണ്ടാവും. യൂട്രസിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് സോണ പെല്യൂസിഡയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ഈ ഒരു സൈഗോട്ട് പുറത്തേക്ക് വരുന്നത്. അതിനെ നമ്മൾ ഹാച്ചിങ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ പ്രിവെന്റ് ദി ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ അതർ ദാൻ യൂട്രസ്. പാർട്സ് അതർ ദാൻ യൂട്രസ്. യൂട്രസിലല്ലാതെ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. ഇത് സോണ പെല്യൂസിഡ. ഓക്കെ, മെയിൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ പോളിസ്പെർമി തന്നെയാണ് കേട്ടോ. ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ, LH and FSH are gonadotropins. Distinguish their roles in males and females. അപ്പോൾ നമുക്ക് ആദ്യം മെയിൽസിലുള്ള റോള് പറയാം, LHൻ്റെ FSHൻ്റെ. അതിനുശേഷം നമുക്ക് ആരുടേത് പറയാം? ഫീമെയിൽസിലുള്ള റോള് പറയാം, ഫീമെയിൽസ്. റെഡി? അപ്പോൾ ആദ്യം പറഞ്ഞ മക്കളെ LHൻ്റെ റോൾ എന്താണ് മെയിൽസിൽ? എന്താണ് മക്കളെ LHൻ്റെ റോൾ എന്താണ് മെയിൽസിൽ? വെരി ഗുഡ്. ഇവിടെ നിങ്ങൾക്ക് ഒരു L കാണാം അല്ലേ? അപ്പം ദിസ് ആക്ട് ഓൺ ലേഡിക് സെൽസ്. ആക്ട് ഓൺ ലേഡിക് സെൽസ് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗൊണാഡോട്രോപ്പിൻസ് അല്ല, നമ്മുടെ ആൻഡ്രോജൻസിൻ്റെ റിലീസിന് കാരണമാകുന്നുണ്ട്. ആക്ട് ഓൺ ലേഡിക് സെൽസ് ആൻഡ് സെക്രീറ്റ്, stimulate the secretion of, okay, and stimulate spermatogenesis by the secretion of spermatogenesis by the secretion of androgen. Androgens വന്നു കഴിഞ്ഞാൽ ആൻഡ്രോജൻ സ്പെർമാറ്റോജെനസിസ് സ്റ്റിമുലേറ്റ് ചെയ്യും. ഓക്കെ, FSH ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? FSH ഇവിടെ ഒരു S ഉണ്ട് അല്ലേ? സോ ദീസ് ആക്ട് ഓൺ സെർട്ടോളി സെൽസ്. അപ്പോൾ സെർട്ടോളി സെൽസ് ഫസ്റ്റ് ഓഫ് ഓൾ സ്പേംസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ സ്പേം മെച്ചുറേഷന് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. റിലീസ് ഫാക്ടേഴ്സ് ഫോർ സ്പേം മെച്ചുറേഷൻ. സ്പേം മെച്ചുറേഷന് കാരണമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് കൂടി റിലീസ് ചെയ്യുന്നുണ്ട്. അത് ആരുടെ ഫംഗ്ഷനാണ്? സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ആളെ നോക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽസിൻ്റെ നമുക്ക് അതിലും ഈസിയാണ്. LH ഫീമെയിൽസിൻ്റെ കാര്യത്തിൽ LH എന്താണ്? LH സർജ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമ്മുടെ ഓവുലേഷൻ ഉണ്ടാവുന്നത്.
അല്ലേ? LH സർജ് എന്തിന് കാരണമാവുന്നുണ്ട്? LH സർജ് റെസ്പോൺസിബിൾ ഫോർ ഓവുലേഷൻ. ഓവുലേഷൻ, അതായത് നമ്മുടെ ഗ്രാഫീൻ ഫോളിക്കിൾ പൊട്ടിയിട്ട് നമ്മുടെ എന്താ പറയുക, ഓവം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ഓവം എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി സെക്കൻഡറി യൂസൈറ്റിൻ്റെ റിലീസിന് കാരണമാവുന്നുണ്ട്. ഇനി FSH ആണെങ്കിൽ എന്തിന് കാരണമാവുന്നുണ്ട്? നമ്മുടെ ഡെവലപ്മെൻറ്റ് ഓഫ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മുടെ പ്രൈമറി ഫോളിക്കിൾ സെക്കൻഡറി ഫോളിക്കിളായി, സെക്കൻഡറി ഫോളിക്കിൾ ടെർഷ്യറി ഫോളിക്കിളായി, ടെർഷ്യറി ഫോളിക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിളായി, അങ്ങനെ ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാവുന്നുണ്ട്. ഫോളിക്കിൾസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഈ ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് ആണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് ആണ് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് ഫോളിക്കിൾസ് സെക്രീറ്റ് ഈസ്ട്രോജൻ. അപ്പം ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യാൻ ആളുണ്ടായത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് നിങ്ങൾ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും റോള് ചോദിച്ചാൽ എഴുതണ്ടേ കേട്ടോ. ഇനി മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ മിസ് ഒന്ന് സൂം ചെയ്ത് തരാം, നോക്കിക്കോ. ഇതാ, അയ്യോ സൂം ആവുന്നില്ലല്ലോ. ഇത് സ്പെർമാറ്റോജെനിസിസ് ആണോ oogenesis ആണോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന ഡയഗ്രാം സ്പെർമാറ്റോജെനിസിസ് ആണോ oogenesis ആണോ? കിട്ടിയോ മക്കളെ എല്ലാവർക്കും? യെസ്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ് ഇറ്റ് സ്പെർമാറ്റോജെനിസിസ് ഓർ oogenesis? ഏതാണിത്? oogenesis ആണല്ലേ? oogenesis ആണ്. നമ്മൾ സക്സസ്ഫുള്ളി ഐഡന്റിഫൈ ചെയ്തു. ദിസ് ഡയഗ്രാം ഇസ് oogenesis. വാട്ട് ഡസ് ദ സ്മോളർ ഷെയ്ഡഡ് സർക്കിൾസ് റെപ്രസെന്റ്? ഇവിടെ വളരെ കുഞ്ഞായിട്ടുള്ള ഷെയ്ഡഡ് സർക്കിൾസ് കാണാം. വെരി ഗുഡ്, പോളാർ ബോഡി. അതാണ് നമ്മൾ പറയാ പോളാർ ബോഡി. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ഡൗൺ 2 സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ സെയിം. അതായത് പോളാർ ബോഡി ഉണ്ടാക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്. എന്തിനാണ് ഇപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഈ പോളാർ ബോഡികൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? വെരി ഗുഡ് അഭിനവ്. മെയിൻറ്റെയിൻ ദ ക്രോമസോം നമ്പർ. നമുക്ക് അത് ഹാഫ് ആക്കിയാലേ എന്താവുള്ളൂ, കാര്യമുള്ളൂ. അപ്പോൾ ക്രോമസോം നമ്പർ ബാലൻസ് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ടു മെയിൻറ്റെയിൻ ദ ക്രോമസോം നമ്പർ അല്ലെങ്കിൽ ടു ബാലൻസ് ദ ക്രോമസോം നമ്പർ. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നും നമുക്ക് പറയാം, കുഞ്ഞ് പോളാർ ബോഡീസ് ഉണ്ടായാലാണ് നമുക്ക് എന്ത് ചെയ്യുക, സൈറ്റോപ്ലാസം കൺസേർവ് ചെയ്യാൻ പറ്റുക. ടു കൺസേർവ് സൈറ്റോപ്ലാസം ഇൻ എഗ്. കുഞ്ഞ് സാധനങ്ങൾ ഉണ്ടാക്കിയാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എഗ്ഗിനകത്ത് കുറേ സൈറ്റോപ്ലാസം സ്റ്റോർ ചെയ്യാൻ പറ്റുക. കാരണം ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സൈഗോട്ടിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് നറിഷ്മെൻറ്റ് എവിടെ നിന്നാണ് കിട്ടുക? നമ്മുടെ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസമാണ്. കോഴ്സിനെ പറ്റി പറയാവോ? യെസ് ഷമാം, ഇത് പറയാം കേട്ടോ. നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് മക്കൾ ഇതൊന്ന് മിസ് പറഞ്ഞോട്ടെ. മക്കളെ നീറ്റിൻ്റെ അയ്യോ പോയോ? ഓക്കെ, നമ്മുടെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സിന് മക്കളെ 1,999 ആണ് ഫീ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുകയെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പം ഡ്രോപ്പറാണ്, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ +2 പഠിക്കുന്ന മക്കൾക്കാണ് എന്തുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡെയിലി റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടും. ആ റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എന്ത് നടക്കുന്നതുകൊണ്ട്, നിങ്ങളുടെ പബ്ലിക് എക്സാം നടക്കുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു ഡ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ മോഡൽ എക്സാം ഒന്നും പ്രശ്നമല്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്താലും ആ ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ നോട്ട്സ് കിട്ടുന്നുണ്ടാവും. വീക്ക്ലി നിങ്ങൾക്ക് എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ കൂടെ നമ്മളുടെ എക്സാം വിന്നേണ്ട ബുക്ക് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിൽ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ഇനി ജോയിൻ ചെയ്താലും ഇനിയുള്ള സമയം വെച്ചിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഓക്കെ, ക്ലിയർ ആയോ? റെഡി. ഇനി ഇതാ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതാ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ലേബൽ A and B. മക്കളെ ഇവിടെ 2 സ്ട്രക്ചേഴ്സ് A എന്നും B എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വേണമെങ്കിൽ അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ oogenesisൻ്റെ ആ ഒരു ഓവറിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറാണ്. മക്കൾ ആരൊക്കെയാണ് ഇതിൽ എയും ബിയും എന്നൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ.
ആരാണ് എ, ആരാണ് ബി? ഈ കുഞ്ഞു സാധനമാണ് ഇവിടെ ആരെ കാണിച്ചിരിക്കുന്നത്? ഇതാണ് എ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ക്യാവിറ്റി ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ് ബി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വെരി ഗുഡ് ദേവു. ഓക്കെ, എയും ബിയും കിട്ടിയോ? എ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറി ഫോളിക്കിൾ ആണ്, ആദ്യം ഉണ്ടാവുന്ന സ്ട്രക്ചർ ആണ് അല്ലേ, പ്രൈമറി ഫോളിക്കിൾ. ആൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ക്ലൂവും കാണാം. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ടെർഷ്യറി ഫോളിക്കിൾ ആണ്. ടെർഷ്യറി ഫോളിക്കിളിലാണ് എന്തുണ്ടാവുന്നത്? ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. യെസ്, ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി വിത്ത് ആൻട്രം. ഇനി ഓൺ വിച്ച് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ? മക്കളെ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഏത് ഫേസിലാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നത്? ഏത് ഡേയിലാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ? വെരി ഗുഡ്, 14th day. 14th day. ഇനി അടുത്തത്, നെയിം ദ പ്രോസസ് ദാറ്റ് ഇൻഡ്യൂസ് ദ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ. ഗ്രാഫിയൻ ഫോളിക്കിളിന്റെ റപ്ചറിന് കാരണമായിട്ടുള്ള ആ ഒരു പ്രോസസ് എന്താണ്? വെരി ഗുഡ് അഭിനവ്, LH സർജ്. 14th ഡേയിൽ LH ഭയങ്കര അധികമാവുന്ന സമയത്താണ് ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നത്. റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് ദ സ്ട്രക്ചർ ഫോമിംഗ് ഇൻസൈഡ് ദ ഓവറി ആഫ്റ്റർ ദ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഓവറിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ പേരെന്താ? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഓവറിൻ്റെ ഉള്ളിൽ, വെരി ഗുഡ്, കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? സെക്രീറ്റ് പ്രൊജസ്റ്റിറോൺ. പ്രൊജസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രൊജസ്റ്റിറോൺ ആണ് നമ്മളുടെ ഹോർമോണിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി when the urine sample of a lady is tested, presence of human chorionic gonadotropin was detected. What does the presence of HCG indicate? അപ്പോൾ ഒരു ലേഡിയുടെ യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്തപ്പം HCGയുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തു. എന്താണ്? പോസിബിലിറ്റി ഓഫ് പ്രഗ്നൻസി ആണ്. പ്രഗ്നൻസി, കാരണം പ്രഗ്നൻസി സ്റ്റേജിൽ മാത്രം ഉണ്ടാവുന്ന 3 ഹോർമോൺസ് ആണ് ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപിൻ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ ആൻഡ് റിലാക്സിൻ. അടുത്തത്, വിച്ച് ഇസ് ദ സോഴ്സ് ഓഫ് HCG? ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപിൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാ മക്കളെ? ഇത് ക്വസ്റ്റ്യൻ അതല്ല കേട്ടോ, ഇത് പ്രഗ്നൻസി സ്റ്റേജിൽ ഉണ്ടാവുന്ന ഹോർമോൺസ്. ഓക്കെ, ആരാണ്? പ്ലാസെന്റ. അതായത് ഇത് രണ്ടും സെക്രീറ്റ് ചെയ്യുന്നത് പ്ലാസെന്റയാണ്, റിലാക്സിൻ സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർട്ട് ഇമോജീസ്, അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഹാർട്ട് ഇമോജീസ് ഇടുമോ? അപ്പം നിങ്ങൾക്ക് ഈ ഒരു 2 ചാപ്റ്റേഴ്സിലൂടെ 8 മാർക്കും 6 മാർക്കും സെറ്റാക്കി ഇനി ബാക്കി ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കാണല്ലോ, 4 മാർക്കിൻ്റെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. 4 അല്ല 3. റെഡി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഡിസീസ് ഓർ ഇൻഫെക്ഷൻസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷുവൽ കോൺടാക്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ സെക്ഷുവൽ കോൺടാക്റ്റിലൂടെ, STDസിൻ്റെ ഡെഫിനിഷൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെക്ഷുവൽ കോൺടാക്റ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? നമ്മൾ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയാം. Give any 2 examples of STDs. STD അല്ലെങ്കിൽ STI, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും ഓക്കെയാണ്. എയ്ഡ്സ് പറയാം, ഹെപ്പറ്റൈറ്റിസ് പറയാം അല്ലേ, പിന്നെയോ അമീബിയാസിസ് പറയാം, ക്ലെമിഡിയാസിസ് പറയാം, ജെനൈറ്റൽ ഹെർപ്സ്, ജെനൈറ്റൽ വാർഡ്സ് ഒക്കെ പറയാം കേട്ടോ. മിസ് ഇപ്പോൾ എഴുതിയ 3 എണ്ണത്തിനൊരു പ്രത്യേകതയുണ്ട്, പറയാൻ പറ്റുമോ? മിസ് ഇപ്പോൾ എഴുതിയ 3 എണ്ണത്തിനൊരു പ്രത്യേകതയുണ്ട്. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ജെനൈറ്റൽ ഹെർപ്സ്. ഈ 3 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? മിസ് എഴുതിയിട്ടുള്ള ഈ 3 എണ്ണത്തിൻ്റെ പ്രത്യേകത എന്താണ്? നോട്ട് ക്യൂറബിൾ. ഇതൊഴികെ ബാക്കി എല്ലാ STDസും ക്യൂറബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? റൈറ്റ് എനി 2 പ്രിവെൻറ്റീവ് മെഷേഴ്സ്. STDs വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന 3 പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 2 എണ്ണമാണ് അവർ പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നത്? അവോയ്ഡ് സെക്ഷൽ കോൺടാക്ട്. ആരുടെ കൂടെ ഉള്ളത്? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പാർട്ട്ണർ. അറിയാത്ത ആൾക്കാർ, ഒന്നിലധികം ആൾക്കാർ.
ഇവരുടെ കൂടെയുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. കാരണം നമുക്കറിയാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ഒരു STD ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെയുള്ള സെക്ഷൽ കോണ്ടാക്ട് ഒഴിവാക്കുക. പിന്നെ എന്ത് ചെയ്യുക, ഓൾവേസ് യൂസ് കോണ്ടംസ്. കാരണം കോണ്ടംസ് നമുക്ക് STDസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഓൾവേസ് യൂസ് കോണ്ടംസ്. പിന്നെ എന്താ മൂന്നാമത്തത്, രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തത് എന്താണ്, ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് കൺസൾട്ട് വിത്ത് എ ഡോക്ടർ. ഇൻ കേസ് ഓഫ് എനി ഡൗട്ട് കൺസൾട്ട് വിത്ത് എ ഡോക്ടർ ആൻഡ് ടേക്ക് ട്രീറ്റ്മെന്റ് ഇഫ് കൺഫേം. ടേക്ക് ട്രീറ്റ്മെന്റ്സ് ഇഫ് ഡയഗ്നോസ്ഡ്. നമുക്ക് അസുഖം ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയ്യോ ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയാൽ മരുന്ന് കടയിലെ ചേട്ടൻ എന്ത് വിചാരിക്കും, ചേച്ചി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിരിക്കാതെ നമുക്ക് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 3 ആൾക്കാർ ഒഴികെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആണ്. അപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക, ഡോക്ടറെ കാണിച്ച് മരുന്ന് എടുക്കുക എന്നുള്ളതാണ്. ഇനി റൈറ്റ് ദ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് എംനിയോസെൻറ്റസിസ്. എംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് എ പ്രീനേറ്റൽ ടെസ്റ്റ്. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് നടത്തുന്ന ഒരു പ്രീനേറ്റൽ ടെസ്റ്റാണ് എംനിയോസെൻറ്റസിസ്. അപ്പം ഈ ഒരു പ്രീനേറ്റൽ ടെസ്റ്റിൻ്റെ യൂസ് എന്താണ് മക്കളെ? എന്താണ് എംനിയോസെൻറ്റസിസിൻ്റെ യൂസ്? എന്താണ് എംനിയോസെൻറ്റസിസിൻ്റെ യൂസ് എന്താണ്? അതാണോ യൂസ്? യൂസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉപയോഗം എന്താ? എംനിയോസെൻറ്റസിസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമുക്ക് ടു ഡിറ്റക്ട് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. എന്തെങ്കിലും ക്രോമസോമൽ ഡിസോർഡേഴ്സ് കുഞ്ഞിനുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ടെസ്റ്റ് യൂസ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ മിസ്യൂസ് എന്താണ്? നമ്മൾ ഇന്ത്യയിൽ ഈ ടെസ്റ്റ് ബാൻ ചെയ്യാൻ തന്നെ കാരണം എന്താണ്? ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ തുടങ്ങി. സെക്സ് ഡിറ്റർമിനേഷൻ വിച്ച് ഇസ് ഫോളോഡ് ബൈ സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്ത് അടങ്ങിയിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ഒരു ആഗ്രഹത്തിന് അറിയുന്നതാണ്, ഒരു ക്യൂരിയോസിറ്റിക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അറിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സെക്സ് ഡിറ്റർമിനേഷൻ ഫോളോഡ് ബൈ ഫീമെയിൽ ഫീറ്റിസൈഡ്, അത് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നൊടുക്കാൻ തുടങ്ങി. അതാണ് പ്രശ്നം. ഓക്കെ, സെക്സ് ഡിറ്റർമിനേഷൻ ഫോളോഡ് ബൈ ഫീമെയിൽ ഫീറ്റിസൈഡ്. ദെൻ explain different type of intrauterine devices with their example. അപ്പോൾ intrauterine devices ഏതൊക്കെയാണ് അത് എക്സാമ്പിൾ സഹിതം പറയാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്ഷൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡുകൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ സഹിതം പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? നമുക്ക് നോൺ മെഡിക്കേറ്റഡ് IUDs ഉണ്ട്. നോൺ മെഡിക്കേറ്റഡ് IUD, കോപ്പർ റിലീസിങ് IUD. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലോ ചാർട്ട് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് സെൻറ്റൻസ് ആയിട്ട് എഴുതാം കേട്ടോ. ദെൻ ഹോർമോൺ റിലീസിങ് IUD. ആദ്യം ഇവരുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻ നമ്മൾ എഴുതണം, ഇവരെങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം നോർമൽ ആയിട്ടുള്ള നോൺ മെഡിക്കേറ്റഡ് IUD ആണെങ്കിൽ എന്താ ചെയ്യുക? ഇത് ഫങ്ഷൻ ചെയ്യുന്നത് ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേം ആണ്. സ്പേമിന് എന്ത് ചെയ്യും? ഫാഗോസൈറ്റോസിസ് ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ എന്താണ് പറയുക മക്കളെ? വിത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ വെരി ഗുഡ്, ലിപ്പിസ് ലൂപ്പ്. ലിപ്പിസ് ലൂപ്പാണ്. ഇനി അടുത്ത എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? കോപ്പർ റിലീസിങ് IUD. കോപ്പർ റിലീസിങ് IUDയുടെ ഫങ്ഷൻ എന്താണ്? 2 കാര്യങ്ങളാണ് ഇവർ റിലീസ് ചെയ്യുന്നത്. ചെയ്യാം. ഓക്കെ, കോപ്പർ അയോൺസ് എന്ത് ചെയ്യും? കോപ്പർ അയോൺസ് റിലീസ്ഡ് ഫ്രം കോപ്പർ റിലീസിങ് IUDs ഇൻഹിബിറ്റ് സ്പേം മോട്ടിലിറ്റി. ഇൻഹിബിറ്റ് സ്പേം മോട്ടിലിറ്റി, സ്പേമിൻ്റെ മോട്ടിലിറ്റി ഇല്ലാണ്ടാക്കും. ആൻഡ് ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്, സ്പേമിൻ്റെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും? ഇല്ലാണ്ടാക്കും. ഇത് രണ്ടുമാണ് കോപ്പർ റിലീസിങ് IUDs ചെയ്യുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375. ഇനി അടുത്തത് ഹോർമോൺ റിലീസിങ് IUD. ഹോർമോൺ റിലീസിങ് IUD മെയിൻ ആയിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ സെർവിക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? ഓൾട്ടർ ചെയ്യും. ഓൾട്ടർ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ്, അതായത് യൂട്രസിനെ ഹോസ്റ്റൈൽ ആക്കി മാറ്റും. സ്പേമിനെ ഹോസ്റ്റൈൽ ആക്കാന്ന് പറഞ്ഞാൽ സ്പേമിനെതിരാക്കി മാറ്റും. മേക്ക് യൂട്രസ് ഹോസ്റ്റൈൽ ടു സ്പേം. hostile to sperms.
അതേപോലെ തന്നെ എന്ത് ചെയ്യും, യൂട്രസിനെ അൺസ്യൂട്ടബിൾ ആക്കും ഫോർ ഇംപ്ലാന്റേഷൻ. യൂട്രസിനെ മേക്ക് യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. അൺസ്യൂട്ടബിൾ ഇംപ്ലാന്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് സൈഗോട്ട് വന്നു കഴിഞ്ഞാൽ പറ്റാത്ത അവസ്ഥയാക്കും. അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് മക്കളെ? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? LNG-20, വെരി ഗുഡ്. LNG-20, അതേപോലെ തന്നെ പ്രൊജസ്റ്റാ സെർട്ട്. പ്രൊജസ്റ്റാ സെർട്ട് കിട്ടി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പ്രൊജസ്റ്റാ സെർട്ടും LNG-20. ഇതിൽ ഏത് വേണമെങ്കിലും ചിലപ്പോൾ ഒറ്റയ്ക്കും ചോദിക്കാം എക്സാമ്പിൾസ് ആയിട്ട്. നിങ്ങൾ ഈ ആ ഒരു കംപ്ലീറ്റ് സാധനം പഠിച്ചാൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് 1 മാർക്കിന് ചോദിച്ചാലും 2 മാർക്കിന് ചോദിച്ചാലും ഒക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നെയിം ദ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡെവലപ്ഡ് ബൈ CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൗ ഡെവലപ്പ് ചെയ്തിട്ടുള്ള. വെരി ഗുഡ്, സഹേലി. സഹേലി എന്തുകൊണ്ടാണ് ഇത്രയും വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇത് വൺസ് എ വീക്ക് പില്ലാണ്, നോൺ സ്റ്റീറോയിഡൽ പ്രിപ്പറേഷനാണ്. നോൺ സ്റ്റീറോയിഡൽ ആണ്, അതായത് ഹോർമോൺസ് അല്ല, നോൺ സ്റ്റീറോയിഡൽ ആണ്. പിന്നെ വൺസ് എ വീക്കാണ്. കമ്പാരിറ്റീവ്ലി സൈഡ് എഫക്ട്സ് കുറവാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്. ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ. ചിലത് ഇവർ പറഞ്ഞിട്ടുണ്ട്, സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ പാടില്ല, നോട്ട് എഫക്റ്റ് ഓൺ സെക്ഷൽ ഡ്രൈവ്, സെക്ഷൽ ഡിസയർ ഓർ സെക്ഷൽ ആക്ട്. നമ്മുടെ സെക്ഷൽ ആക്ടിനെയോ സെക്ഷൽ ഡിസയറിനെയോ ആഗ്രഹത്തിനെയോ ഒന്നും ബാധിക്കാൻ പാടില്ല. പിന്നെ എന്താ സൈഡ് എഫക്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് എഴുതാം? യൂസർ ഫ്രണ്ട്ലി. വെരി ഗുഡ്, നമുക്ക് യൂസ് ചെയ്യാൻ ഈസി ആവണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ ഈസിലി അവൈലബിൾ. വെരി ഗുഡ്. അമേരിക്കയിൽ മാത്രമേ കിട്ടുള്ളൂ, നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞില്ലേ, കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ. പിന്നെ ചീപ്പായിരിക്കണം, എക്സ്പെൻസീവ് ആവാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ലെസ് എക്സ്പെൻസീവ് ആയിരിക്കണം. പിന്നെന്താ? എഫക്റ്റീവ് ആയിരിക്കണം വിത്ത് റിവേഴ്സിബിലിറ്റി. എഫക്റ്റീവ് വിത്ത് റിവേഴ്സിബിലിറ്റി. നമുക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടികൾ വേണം തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റണം. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. വോളണ്ടറി ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം ഡെവലപ്മെൻറ്റ് ഓഫ് എ ചൈൽഡ് അല്ലെങ്കിൽ സൈഗോട്ട്. ആ ബേബിയുടെ ഫുൾ ടേം ഡെവലപ്മെൻറ്റിന് മുമ്പ് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാണ്, പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? വെരി ഗുഡ്, MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, MTP അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് പറയുക. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് ദ ഫോളോയിങ്. ഇക്സി, ഗിഫ്റ്റ്. ഇക്സിനെ എങ്ങനെയാണ് മക്കളെ എക്സ്പാൻഡ് ചെയ്യുക? എന്താണ് ഇക്സി? ഇക്സി ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് IVF ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ ഓവത്തിനെ എടുത്തിട്ട്, നമ്മുടെ സ്പേമിനെ നമ്മളൊരു നീഡിൽ വെച്ച് എടുത്തിട്ട് ഓവത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാണ് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? ഇക്സി. എന്താ മക്കളെ ഇക്സിനെ എക്സ്പാൻഡ് ചെയ്യുക? എന്താണ്? ഇൻട്രാ, ഉള്ളിലേക്ക്. ആരുടെ ഉള്ളിലേക്ക്? സൈറ്റോപ്ലാസം ഓഫ് ഓവ. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യാണ്. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ ആണ് ഇക്സി. ഓക്കെ, ദെൻ അടുത്തത് ഗിഫ്റ്റ്. ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ IVF അല്ല, ആക്ച്വലി ഫീമെയിലിൻ്റെ ബോഡീൻ്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ. പക്ഷേ ഫീമെയിലിന് ഗാമേറ്റ് ഇല്ല, ഓവം ഇല്ലെങ്കിൽ നമ്മൾ ഓവം ട്രാൻസ്ഫർ ചെയ്യും, അല്ലെ ഗാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഗാമേറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. വേറൊരു ഡോണറുടെ കയ്യിൽ നിന്ന് എഗ്ഗ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഇനി അടുത്തത്, വാട്ട് ഈസ് എംനിയോസെൻറ്റസിസ്? എന്താ മക്കളെ എംനിയോസെൻറ്റസിസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ എഴുതിയില്ലേ, ഇറ്റ് ഈസ് എ പ്രീനേറ്റൽ ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ പ്രീനേറ്റൽ ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്? യൂസ്ഡ് ഫോർ, എന്തിനു വേണ്ടിയിട്ട്? യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് എനി ക്രോമസോമൽ ഡിസീസസ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ്. കുഞ്ഞു ആവയ്ക്ക് എന്തെങ്കിലും ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ്. ബൈ കളക്ടിങ് ദി എംനിയോട്ടിക് ഫ്ലൂയിഡ്, ബൈ കളക്ടിങ് ദി എംനിയോട്ടിക് ഫ്ലൂയിഡ് where fetal cells are present, where fetal cells can be found. fetal cells നമുക്ക് എവിടെ കാണാം? എവിടെ കിട്ടും? ഈ ഒരു എംനിയോട്ടിക് ഫ്ലൂയിഡിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നേരത്തെ പറഞ്ഞതാണ്. വൈ ഇറ്റ് ഈസ് ബാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ബീൻ മിസ്യൂസ്ഡ്. ഇറ്റ്സ് ബീൻ മിസ്യൂസ്ഡ് ഫോർ
മിസ്യൂസ്ഡ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ, കുഞ്ഞിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി, ഫോളോഡ് ബൈ ഫീമെയിൽ ഫീറ്റിസൈഡ്. അതുകൊണ്ടാണ് നമ്മളിത് ബാൻ ചെയ്തത്. കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അതിനെ കൊന്നു കളയാൻ തുടങ്ങി, വോളണ്ടറി ടെർമിനേഷനൊക്കെ നടത്താൻ തുടങ്ങി. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് MTP. നമ്മൾ നേരത്തെ എക്സ്പാൻഡ് ചെയ്തു, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് മിസ് വീണ്ടും ചെയ്യുന്നില്ല. ഡ്യൂറിങ് വിച്ച് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി MTP is safe to be carried out? ഏത് സ്റ്റേജ് വരെയാ മക്കളെ നമുക്ക് MTP സേഫ് ആണ്? കാരണം ഇത് ഇന്ത്യയിൽ അലൗ ചെയ്യുന്നുണ്ട്, ലോ സമ്മതിക്കുന്നതാണ്, നമുക്ക് മെഡിക്കൽ ടെർമിനേഷൻ ചെയ്യാം. ഏത്? വെരി ഗുഡ്, ഫസ്റ്റ് ട്രൈമസ്റ്റർ വരെ എന്താണ്, ഇത് സേഫ് ആണ്, വലിയ പ്രശ്നമില്ല. കാരണം കുഞ്ഞ് ഭയങ്കര ഇന്റർഡിജിറ്റേറ്റഡ് ആവുന്നില്ല, ജസ്റ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ. ഇനി ഗൈനക്കോളജിസ്റ്റ് പ്രിഫർ MTP ഓൺ വിച്ച് സർക്കംസ്റ്റൻസസ്? ഏത് കണ്ടീഷനിലാണ് നമ്മൾ MTP പ്രിഫർ ചെയ്യുന്നത്? യെസ്, നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്നത് ഏതൊക്കെ കണ്ടീഷനിലാണ്? ഡോക്ടർ പറയാണ് MTP ചെയ്തോളൂ. വിച്ച് കണ്ടീഷൻ? റേപ്പ് അറ്റംപ്റ്റിൻ്റെ കേസിൽ ഫോളോഡ് ബൈ പ്രഗ്നൻസി ആണെങ്കിൽ, റേപ്പ് അറ്റംപ്റ്റ് നടന്നു, നമ്മൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ അത് നമ്മൾ ആഗ്രഹിച്ച് നടന്നൊരു സംഭവമല്ല, നമുക്ക് ആവശ്യമില്ല, അപ്പോൾ നമുക്കത് ചെയ്യാം. ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ്, നമ്മൾ വേണ്ടാന്ന് കരുതിയതാണ്, നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ സ്പേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയമാണ്, പക്ഷേ നമ്മൾ ഉപയോഗിച്ച കോൺട്രാസെപ്റ്റീവ് ഫെയിലായി. ഓക്കെ, ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ് നമുക്ക് MTP ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് അമ്മയ്ക്കോ കുഞ്ഞിനോ ഡേഞ്ചറസ് ആണെങ്കിൽ, ഇഫ് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി is dangerous for mother or fetus. ഫീറ്റസിനോ അമ്മയ്ക്കോ ഡേഞ്ചറസ് ആണ്, അവരുടെ ഹെൽത്തിന് ഡേഞ്ചറസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഇനി ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നത് അമ്മയുടെ മാനസികാരോഗ്യത്തിനെ ബാധിക്കുന്നതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇത് ടെർമിനേറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, wide range of contraceptive methods are presently available to prevent unwanted pregnancy. List out any two natural contraceptive method. നമുക്ക് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആയിട്ട് 3 എണ്ണം അറിയാം അല്ലേ? ഏതെങ്കിലും 2 എണ്ണമാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ്സ് ഏതൊക്കെയാ മക്കളെ? ഏതെങ്കിലും 2 എണ്ണമാണ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. വിഡ്രോവൽ മെത്തേഡ് പറയാം, വിഡ്രോവൽ മെത്തേഡ് അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. വിഡ്രോവൽ മെത്തേഡ് അല്ലെങ്കിൽ നമുക്ക് പറയാം കോയിറ്റസ് ഇന്ററപ്റ്റസ്. നമ്മൾ കോയിറ്റസ് ഇടയ്ക്ക് വെച്ച് ഇന്ററപ്റ്റ് ചെയ്യാണ്. പിന്നെ വെരി ഗുഡ്, പീരിയോഡിക് അബ്സ്റ്റിനൻസ്, ആ പീരിയഡിൽ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ കോയിറ്റസിൽ നിന്ന് വിട്ടു നിൽക്കുക, ആളെ വിട്ടു നിൽക്കേണ്ട ആവശ്യമില്ല, കോയിറ്റസിൽ ഏർപ്പെടാതിരുന്നാൽ മതി. ലാക്ടേഷണൽ അമെനോറിയ, വെരി ഗുഡ്, ലാക്ടേഷണൽ അമെനോറിയ, കുഞ്ഞിന് പാല് കൊടുക്കുന്ന ആ ഒരു ഇൻറ്റൻസ് ലാക്ടേഷണൽ പീരിയഡിൽ നമുക്ക് ഓവുലേഷൻ ഉണ്ടാവില്ല, ലാക്ടേഷണൽ അമെനോറിയ. Then point out one advantage and one disadvantage of this method. ഈ ഒരു നാച്ചുറൽ മെത്തേഡിന് ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. എന്താണ് അഡ്വാൻറ്റേജ്, എന്താണ് ഡിസഡ്വാൻറ്റേജ്? എന്താ മക്കളെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ? നോ സൈഡ് എഫക്റ്റ്. ഇതൊരു നാച്ചുറൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഹൈ ചാൻസ് ഓഫ് ഫെയിലിയർ ചാൻസ് ഹൈ ആണ്. കാരണം നാച്ചുറലി നടക്കുന്ന സംഭവമാണ്, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഫെയിലിയർ ചാൻസ് ഹൈ. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പിൾ. സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് ഇൻ മെയിലിന് വാസെക്ടമി എന്ന് പറയും. അപ്പോൾ ഫീമെയിലിന് എന്താ പറയുക? ഫീമെയിൽസിലുള്ള ആ ഒരു സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് എന്താ പറയുക? നമ്മൾ നേരത്തെ എഴുതിയതാണല്ലോ, നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. എന്താ ഇതിനെ പറയുക? ട്യൂബെക്ടമി. വെരി ഗുഡ്, ട്യൂബെക്ടമി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് STDs ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ? ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന പെയർ ഏതാണ്? നിങ്ങൾ നോക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ അത് 2 എണ്ണോ അല്ലെങ്കിൽ അതിൽ എത്ര എണ്ണമാണോ അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആയിരിക്കണം. ഏതാ മക്കളെ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഇവിടെ തന്നിരിക്കുന്നതിൽ? നമുക്കറിയാം HIV കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, ഹെപ്പറ്റൈറ്റിസ് അല്ല, ഹെപ്പറ്റൈറ്റിസ് ക്യൂറബിൾ അല്ല, ഇവിടെ ജെനൈറ്റൽ ഹെർബ്സ് ക്യൂറബിൾ അല്ല. C ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്, സിഫിലിസ്, ഗൊണോറിയ. Then categorize the given birth control method into 3 groups with the proper heads. അപ്പോൾ പ്രോപ്പർ ഹെഡിങ് കൊടുത്തുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഹെഡിങ് നിങ്ങൾ തന്നെ കൊടുക്കണം കേട്ടോ, അവർ തരൂല.
എന്തൊക്കെ ഹെഡിങ് കൊടുത്തിട്ട് ഇവരെ ക്ലാസിഫൈ ചെയ്യാം? എന്തൊക്കെ ഹെഡിങ് കൊടുക്കാമെന്നുകൂടി പറയണേ. ആദ്യം നമുക്ക് ഹെഡിങ്, നിങ്ങൾ ആദ്യം ഇത് വായിച്ചു നോക്കുക, എന്നിട്ട് എന്ത് ഹെഡിങ് കൊടുക്കാമെന്ന് പറയാം. എന്നിട്ട് അതിന് താഴെ നമുക്ക് ഓരോരുത്തർ എഴുതാം. ബാരിയേഴ്സ് ഉണ്ടോ? ഡയഫ്രം അല്ലേ? ഡയഫ്രം ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ കോണ്ടം ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. സെർവിക്കൽ ക്യാപ്പ് ഒരേ ഗ്രൂപ്പിൽ വരുന്നതാണ്. ഇതെല്ലാം തന്നെ ബാരിയേഴ്സ് ആണ്, ബാരിയേഴ്സ്. ഇനി അടുത്തത് സർജിക്കൽ മെത്തേഡ്. വെരി ഗുഡ്. സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡിൽ നമുക്ക് എന്തൊക്കെ പറയാം? വാസെക്ടമി ഉണ്ട്, ദെൻ ട്യൂബെക്ടമി, പിന്നെ സർജിക്കൽ മെത്തേഡും ആയി. പിന്നെ ഏതാ ഉള്ളത്? IUD അല്ലേ? ലിപ്പിസ് ലൂപ്പും ഉണ്ട്. ലിപ്പിസ് ലൂപ്പ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ലിപ്പിസ് ലൂപ്പും ഉണ്ട്, അതേപോലെ തന്നെ കോപ്പർ ടീയും ഉണ്ട്. കിട്ടിയില്ലേ? ഓക്കെ. ഹെഡിങ്ങും കൂടെ കൊടുത്താലേ കംപ്ലീറ്റ് മാർക്സ് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൻഡ് ദിസ് ഇസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ അതോട് കൂടിയിട്ട് നമ്മുടെ 3 ചാപ്റ്റേഴ്സ് എത്ര മാർക്ക്? 6ഉം 8ഉം 3ഉം 17 മാർക്ക് കിട്ടിയോ? ഓക്കെ. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം ആൻഡ് റൈറ്റ് ഹൗ ഇറ്റ് ആക്ട്. ഏതാ മക്കളെ ഈ ഒരു ഡയഗ്രാം? കോപ്പർ ടീ. എങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഹിബിറ്റ് സ്പേം മോട്ടിലിറ്റി ഇൻഹിബിറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. മിസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. ഇത്രയും എൻ്റെ മക്കൾക്ക് സെറ്റായോ? 3 ചാപ്റ്റേഴ്സ് സെറ്റായി. നമ്മുടെ ആ ഒരു 17 മാർക്ക് എല്ലാവർക്കും കിട്ടി എന്ന് തോന്നുന്നുണ്ടോ? മിസ് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ എത്ര മാർക്കാണ് കിട്ടാൻ പോകുന്നത്? 8 മാർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനും ഇനി 6 മാർക്ക് ഇത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് 6. ഇനി ബാക്കി വരുന്ന ഈ ഒരു 19 മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പോകുന്നത് ആരാ? നമ്മുടെ സ്നേഹാമിസും ശ്രുതിമിസും ആണ്. മിസ് വെള്ളം കുടിക്കാം. സ്നേഹാമിസും ശ്രുതിമിസും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസും മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസും എവല്യൂഷനും സെറ്റാക്കി തരാം. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ ഇരിക്കുക. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് കണ്ടുകൊണ്ട് കഴിക്കാം. ഓക്കെ. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നീറ്റ് ആൻഡ് കീം ക്രാഷിലെല്ലാം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സമയം ഇപ്പോഴും ഉണ്ട്. അവരിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്ലാസ്സുകൾ കണ്ടു തീർക്കാനുള്ള സമയമുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് അതെല്ലാം റിവിഷൻ ബാച്ച് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 1000 rupees ഉള്ളൂ. കാരണം നമ്മൾ എക്സാമൊക്കെ ആവാറായതുകൊണ്ട്. യെസ്. കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. അയ്യോടാ വിശന്നിരിക്കല്ലേ മക്കളെ, കഴിഞ്ഞിട്ട് കഴിക്കാൻ നിൽക്കരുത്. കാരണം ഇത് ഇനിയും 2 മണിക്കൂർ ഉണ്ടാവും. ഇപ്പോൾ 9 മണി 10 മണി 11 മണി വരെ കഴിക്കാതിരിക്കല്ലേ, ഗ്യാസ് കയറും. നാളെ ബുദ്ധിമുട്ടാവും. രാവിലെ കെമിസ്ട്രി ക്ലാസ് ഉള്ളതാണ്. നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് ഇതേ കെമിസ്ട്രി സെഷനായിട്ട് നമ്മുടെ കംപ്ലീറ്റ് കെമിസ്ട്രി ടീം ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. മിസ്സും അങ്ങനെയാണ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാം, പക്ഷേ ഗ്യാസ് ട്രബിൾ വരും കേട്ടോ. യെസ് മിസ് വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഈ 3 ചാപ്റ്റേഴ്സ് സെറ്റാക്കിയതുപോലെ തന്നെ ബാക്കിയുള്ള 3 ചാപ്റ്റേഴ്സ് നമുക്ക് അടിപൊളിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്നേഹ മിസ്സും ശ്രുതി മിസ്സും ഉണ്ടാകും. മിസ്സ് പോവും, പക്ഷെ നാളെ വരും. ഓക്കെ. അപ്പോൾ സ്നേഹ മിസ്സിനും ശ്രുതി മിസ്സിനും ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാവണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചധികം ഫയർ ഇമോജീസ് നമ്മുടെ ചാറ്റിലിടാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ സ്നേഹ മിസ്സും ശ്രുതി മിസ്സും ഫുൾ പവറിൽ നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് നമ്മളുടെ ഈ ഒരു എവല്യൂഷൻ എവിടെ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് സെറ്റാക്കി തരുന്നതായിരിക്കും. അതോടുകൂടിയിട്ട് ബയോളജിയുടെ 6 ചാപ്റ്റേഴ്സ് കഴിയും. ഞാൻ നാളെ രാവിലെ 10 മണിക്ക് കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ട്, മറന്നു പോകരുത്. അപ്പോൾ അവർ വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ചാറ്റിൽ ഫുൾ ഫയർ ഇമോജീസ് ഇടാം. ഓക്കെ. ആൻഡ് താങ്ക് യു സോ മച്ച്. എൻ്റെ കുട്ടികൾക്ക് നാളെ മിസ് വീണ്ടും വരുന്നതായിരിക്കും. മിസ്സിൻ്റെ കൂടെ ATR മിസ്സും ഉണ്ടാവും, സ്നേഹ മിസ്സും ഉണ്ടാവും. ബാക്കി സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് തീർക്കാൻ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം. നമ്മുടെ എക്സാം നമ്മൾ തകർക്കും. ഓക്കെ. അപ്പോൾ അവർ വരുന്നവരെ എന്ത് ചെയ്യുക? ഇപ്പോൾ തൽക്കാലത്തേക്ക് സ്നേഹ മിസ്സും ശ്രുതി മിസ്സും വരുന്നത് വരെ സ്പാം ആക്കിക്കോ. അവർ വന്നു കഴിഞ്ഞാൽ സ്പാം ആക്കരുത്, ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഭക്ഷണം കഴിക്കാതിരിക്കരുത്. വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ അതേ വരുന്നു സ്നേഹ മിസ്സിനെ മിസ് വിളിക്കാം. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്.
യെസ്, ഹലോ എവ്രി വൺ, ഹലോ ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡബിൾ പവർ ആയിട്ട് ട്രിപ്പിൾ പവർ ആയിട്ട് തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നേ? യെസ്, അപ്പോൾ ദേ നമ്മുടെ ചാറ്റ് ബോക്സ് ഒക്കെ ദേ കത്തി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഹാർട്ടും അതിൻ്റെ ഇടയിൽ കരിഞ്ഞുണങ്ങുന്ന മിസ് കാണുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പോൾ ദേ നമ്മൾ ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന വളരെ വെയിറ്റേജ് കൂടിയിട്ടുള്ള 2 ചാപ്റ്റർ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡി അല്ലേ? ഫുൾ സെറ്റാണോ? റെഡിയാണോ? ഹെയർ കട്ടൊക്കെ നൈസായി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. 7 മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡിയാണോ? ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. റെഡി. അപ്പോൾ അങ്ങനെയെങ്കിൽ താങ്ക് യു സോ മച്ച്. ഓക്കെ, അങ്ങനെയെങ്കിൽ മിസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഷോയിങ് മെന്റൽസ് എക്സ്പെരിമെന്റ് യൂസിങ് പീ പ്ലാന്റ്. ഐഡന്റിഫൈ ദ ക്രോസ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യമായിരുന്നു ഇതെന്താ മക്കളെ? ഈ ഒരു ക്രോസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തേ. ഏത് ക്രോസ് ആണ്? ഇവിടെ ടോൾ ആയിട്ടുള്ള പ്ലാന്റിനെയും ഡ്വാർഫ് ആയിട്ടുള്ള പ്ലാന്റിനെയും ക്രോസ് ചെയ്യുമ്പോൾ ടോൾ കിട്ടി. ദെൻ അതിനുശേഷം ടോൾ ഡ്വാർഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് ഏത് ക്രോസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? വേഗം പറയാം, ഏത് ക്രോസ് ആണ്? യെസ്, വെരി ഗുഡ് നവീൻ. മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് തന്നിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ ലോസ് പ്രപ്പോസ്ഡ് ബൈ മെന്റൽ ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻ? അപ്പോൾ ഈ ഒരു മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ബേസിൽ നമ്മുടെ മെന്റൽ 2 ലോസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ ലോസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ലോസ് ആയിരുന്നു? ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? ക്രോസ് ഓർക്കുന്നില്ലേ? യെസ്, വെരി ഗുഡ്. ആദ്യം വരുന്നത് ലോ ഓഫ് ഡോമിനൻസ് ആണ് അല്ലേ? ലോ ഓഫ് ഡോമിനൻസ്. ഇനി ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ, വൺ ഈസ് ഡോമിനേറ്റ് ആൻഡ് അതർ ഈസ് റെസസീവ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ലോ ആയിരുന്നു ലോ ഓഫ് സെഗ്രിഗേഷൻ. എന്ന് പറയുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ. സോ ക്രോസ് വരയ്ക്കാൻ വേണ്ടി പഠിക്കണം, അതുകൂടാതെ തന്നെ പെന്നറ്റ് സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ടും ക്ലിയർ ആവണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ മോണോ ഹൈബ്രിഡ് ക്രോസിൽ എന്താ ചെയ്തത്? ടോൾ ആയിട്ടുള്ള പ്ലാന്റിനെ ഡ്വാർഫ് ആയിട്ടുള്ള സ്മോൾ ടി ആയിട്ട് ക്രോസ് ചെയ്യുന്നു. സോ ഇതിൽ നിന്ന് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഗ്യാമീറ്റ് ഉണ്ടാവുന്നു, ഇതിൽ നിന്ന് സ്മോൾ ടി ഉണ്ടാവുന്നു. സോ F1 ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ അതിൻ്റെ ഫീനോടൈപ്പ് എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു ഫീനോടൈപ്പ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ പ്ലാന്റ് എന്തായിരുന്നു? ടോൾ ആയിരുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്തു? ഈ പറയുന്ന F1 ജനറേഷനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിട്ട് തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഓക്കെ, സോ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് വരച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ പെന്നറ്റ് സ്ക്വയർ വരച്ചിട്ടുണ്ടായിരുന്നു അല്ല? RC പെന്നറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് മക്കൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഗ്യാമീറ്റ് എഴുതും, മെയിൽ ആൻഡ് ഫീമെയിൽ. സോ ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. ദെൻ ഇവിടെ എന്താണ്? ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ടി ഒരേ വരുന്ന ആൾക്കാരെ ഒരേ കോളത്തിൽ എഴുതാം അല്ലേ? ദെൻ നെക്സ്റ്റ് നോക്കിക്ക് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ടി ടോൾ ആണ്, ദെൻ ഇത് ടോൾ ആണ്, ദെൻ ഇത് ഡ്വാർഫ് ആണ്. അങ്ങനെയെങ്കിൽ മോണോ ഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ എത്രയായിരുന്നു മക്കളെ? ഫീനോടിപ്പിക് റേഷ്യോ അതായത് ടോൾ ഈസ് ടു ഡ്വാർഫ് എത്രയായിരുന്നു നമ്മുടെ മെന്റൽ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എത്രയായിരുന്നു? യെസ്, വെരി ഗുഡ്. SNS 3:1 ആയിരുന്നു. അങ്ങനെയെങ്കിൽ ജീനോടിപ്പിക് റേഷ്യോ എത്രയാണ്? ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ഈസ് ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി എത്രയായിരുന്നു? യെസ്, വെരി ഗുഡ് അഹല്യ. 1:2:1 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മുടെ മെന്റലിന് മനസ്സിലാക്കാൻ പറ്റി ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്ന സമയത്ത് നമ്മുടെ പ്ലാന്റ് ടോൾ ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ ടി ആണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിന്റെ ബേസിലാണ് നമ്മുടെ മെന്റൽ എന്ത് ചെയ്തിട്ടുള്ളത്? ലോ ഓഫ് ഡോമിനൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അല്ലെ? ലോ ഓഫ് ഡോമിനൻസ് ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടർ, വൺ ഈസ് ഡോമിനേറ്റ്. അതാണ് ഈ പറയുന്ന ലോ ഓഫ് ഡോമിനൻസ്. ഇനി ലോ ഓഫ് സെഗ്രിഗേഷൻ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഗ്യാമീറ്റും സ്മോൾ ടി എന്ന് പറയുന്ന ഗ്യാമീറ്റും ആണ്. സോ ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്യാമീറ്റോജെനസിസ്, ഗ്യാമീറ്റ് ഫോർമേഷന്റെ സമയത്ത് ഈ പറയുന്ന ഗ്യാമീറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ.
ലോ ഓഫ് സെഗ്രിഗേഷൻ. അങ്ങനെയെങ്കിൽ ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ ബേസിൽ നമ്മുടെ മെന്റൽ കൊണ്ടുവന്നിട്ടുള്ള ലോ ഏതായിരുന്നു? ഡൈ ഹൈബ്രിഡ് ക്രോസ് 9:3:3:1 ആയിരുന്നു നമ്മുടെ ഡൈ ഹൈബ്രിഡ് ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ബേസിന്റെ അത് നമ്മുടെ ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ ബേസിൽ മെന്റൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ലോ ആരാണ് മിസ്സിന് പറഞ്ഞുതരാം? ഏത് ലോയാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഡൈ ഹൈബ്രിഡ് ക്രോസിന്റെ ബേസിൽ? വേം പറഞ്ഞേ, ഏത് ലോയാണ്? കോഡോമിനൻസ് അല്ല കേട്ടോ. ഡൈ ഹൈബ്രിഡ് ക്രോസ് നോക്കുന്ന സമയത്ത് 2 ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ദെൻ അതിൻ്റെ ഫീനോടിപ്പിക് റേഷ്യോ എന്തായിരുന്നു? ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1 ആണ് ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ് ആണ്. ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. യൂസിങ് പെന്നറ്റ് സ്ക്വയർ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ നേച്ചർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഓഫ് എ ടെസ്റ്റ് ക്രോസ്. ഓക്കെ, ഒരു ടെസ്റ്റ് ക്രോസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 പാരന്റിനെ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ ഡബിൾ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു അല്ലേ. ഡബിൾ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ടെസ്റ്റ് ക്രോസിൽ എന്താ ചെയ്തത്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ W എന്ന് പറയുന്നത് വയലറ്റ് കളർ ഫ്ലവർ പ്ലാന്റ് ആണെങ്കിൽ ക്യാപിറ്റൽ W സ്മോൾ w എന്ന് പറയുന്നത് വയലറ്റ് കളർ ഫ്ലവർ തന്നെയാണ്. ഇവരെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ ഡബിൾ റെസസീവ് പാരന്റുമായിട്ട് വൈറ്റ് കളർ ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്യുന്നു. വൈറ്റ് കളർ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു ഫോർ ടു ഡിറ്റർമൈൻ ദ F1 പാരന്റൽ ജനറേഷൻ. ഓക്കെ, F1 പാരന്റിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. സോ ടെസ്റ്റ് ക്രോസ് ചെയ്ത സമയത്ത് ക്യാപിറ്റൽ W സ്മോൾ w ആവുന്ന സമയത്ത് നമ്മളൊരു പെന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്? നോക്കിക്കേ. സോ ഇവിടെ ഗാമീറ്റ് എഴുതാം ക്യാപിറ്റൽ W, നെക്സ്റ്റ് സ്മോൾ w. സോ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഇതുപോലെ നിങ്ങൾ വരച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് എല്ലാ ഫ്ലവേഴ്സും എന്തായിരുന്നു? വയലറ്റ് കളർ ഫ്ലവർ ആണ് കിട്ടിയിട്ടുള്ളത്. എല്ലാ ഫ്ലവേഴ്സും വയലറ്റ് കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ 100% വയലറ്റ് കളർ ഫ്ലവർ ആണ്. ഇഫ് ദ പാരന്റ് ഈസ് ഹോമോസൈഗസ്. ഓക്കെ, പാരന്റ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ജനറേഷൻ പ്ലാന്റ്സും വയലറ്റ് കളർ തരുന്ന പി പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്രോസ് നോക്കിക്കേ. ക്യാപിറ്റൽ W സ്മോൾ wനെ സ്മോൾ w ആയിട്ട് ക്രോസ് ചെയ്യുന്നു. സോ അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് വരച്ചു നോക്കുക കേട്ടോ. സ്വയം വരച്ചു നോക്കുക, എക്സാമിന് ചോദിക്കും, നോട്ട് ചെയ്ത് വെക്കുക. സോ ഇവിടെ നോക്കിക്കേ, ക്യാപിറ്റൽ W എന്ന് പറയുന്ന ഗ്യാമീറ്റ് സ്മോൾ w. ഇനി ഇവിടെ സ്മോൾ w. സോ ക്യാപിറ്റൽ W സ്മോൾ w, വീണ്ടും ക്യാപിറ്റൽ W സ്മോൾ w, ദെൻ വീണ്ടും സ്മോൾ w സ്മോൾ w. അങ്ങനെയാണെങ്കിൽ ഫീനോടൈപ്പ് എത്രയായിരിക്കും? ഫീനോടൈപ്പ് നമുക്ക് ഇവിടെ എഴുതാം. ഇത് വയലറ്റ് കളർ ഫ്ലവർ ആണ്, ഇത് പക്ഷേ വൈറ്റ് കളർ ഫ്ലവർ ആണ്. ദെൻ ഇത് വയലറ്റ് ആണ്, ഇത് വൈറ്റ് കളർ ഫ്ലവർ ആണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പാരന്റ് എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ആണ് അല്ലേ. പാരന്റ് നോക്കിക്കഴിഞ്ഞാൽ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള പാരന്റ് ആണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫീനോടിപ്പിക് ആൻഡ് ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. സോ 1:1 എന്ന് എവിടെ കാണുന്നു അത് നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് ഈസ് ടെസ്റ്റ് ക്രോസ്. ഓക്കെ, അപ്പോൾ ടെസ്റ്റ് ക്രോസ് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വരയ്ക്കുക. ദെൻ ടെസ്റ്റ് ക്രോസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ടു ഡിറ്റർമൈൻ ദ F1 പാരന്റൽ ജനറേഷൻ. ഓക്കെ, F1 പാരന്റൽ ജനറേഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വീണ്ടും നമ്മുടെ ടെസ്റ്റ് ക്രോസ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഡിസ്ക്രൈബ് ടെസ്റ്റ് ക്രോസ് ആൻഡ് മെൻഷൻ ഇറ്റ് സിഗ്നിഫിക്കൻസ്. എന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ സിഗ്നിഫിക്കൻസും എഴുതണം. എന്താ മക്കളെ ടെസ്റ്റ് ക്രോസ്? ഇനി ഒന്ന് വേഗം പറഞ്ഞ എല്ലാവരും. എന്തായിരുന്നു ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്? ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F1 പാരന്റിനെ ഡബിൾ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. അതിൻ്റെ ഡബിൾ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഫോർ ടു ഡിറ്റർമൈൻ the F1 parental generation.
F1 പാരന്റൽ ജനറേഷന്റെ ജീനോടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയോ? റെഡി ആണോ? റെഡി ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഡീവിയേഷൻ ഫ്രം മെന്റീലിയൻ ഇൻഹെറിറ്റൻസ്. ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. ഓക്കെ, യെസ്, വെരി ഗുഡ് അമൽ. അപ്പോൾ നോക്കിക്കേ, യെസ്, അൺനോൺ ജീനോടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ മെന്റലിന്റെ ഡീവിയേഷനിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ട് ആൾക്കാരായിരുന്നു ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും. ഓക്കെ, അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ നമ്മൾ ഏത് പ്ലാന്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എക്സാമ്പിൾ എന്തായിരുന്നു? കോറൻസ് ആണ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ്, വെരി ഗുഡ്, സ്നാപ് ഡ്രാഗൺ അല്ലേ? സ്നാപ് ഡ്രാഗണിലാണ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആന്ത്രീനം സ്പീഷീസ് എന്ന് എഴുതി കഴിഞ്ഞാലും റൈറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? റെഡ് കളർ ആയിട്ടുള്ള പ്ലാന്റിനെ, റെഡ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റിനെ വൈറ്റ് കളർ ഫ്ലവർ തരുന്ന സ്നാപ് ഡ്രാഗനുമായിട്ട് ക്രോസ് ചെയ്യുന്നു. സോ ഇവിടെ ഫോം ചെയ്യുന്ന ഗാമീറ്റ്സ് ഏതൊക്കെ ഗാമീറ്റ്സ് ആണ്? ക്യാപിറ്റൽ ആർ ഉണ്ടാവുന്നുണ്ട്, സ്മോൾ ആർ എന്നുണ്ടാവും. ഇവരുണ്ടാവുന്ന F1 ജനറേഷൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. പക്ഷേ ഈ കളർ, ഈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണെങ്കിൽ, യെസ്, വെരി ഗുഡ് നവീൻ, പിങ്ക് കളർ ഫ്ലവർ ആണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ? പിങ്ക് കളർ ഫോം ചെയ്തു. ഇനി അടുത്തത് എന്ത് ചെയ്തു? നമ്മുടെ കോറൻസ് ഈ കിട്ടിയിട്ടുള്ള പ്ലാന്റിനെ സെൽഫ് ക്രോസ് ചെയ്തു. ക്യാപിറ്റൽ ആർ സ്മോൾ ആറിനെ ക്യാപിറ്റൽ ആർ സ്മോൾ ആറുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് ചെയ്തു. നോക്കി, അങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ദേ പെന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്നു. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുന്നു? പെന്നറ്റ് സ്ക്വയർ വരയ്ക്കുന്നു. ഓക്കെ, റെഡി. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗാമീറ്റ്സ് ഇവിടെ എഴുതിക്കൂടെ? ക്യാപിറ്റൽ ആർ, ദെൻ സ്മോൾ ആർ, ദെൻ വീണ്ടും ക്യാപിറ്റൽ ആർ, ദെൻ വീണ്ടും സ്മോൾ ആർ. അങ്ങനെയെങ്കിൽ ജീനോടൈപ്പ് ഏതൊക്കെയാണ്? വെരി ഗുഡ്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ദെൻ സ്മോൾ ആർ സ്മോൾ ആർ. സോ ഇത് റെഡ് കളർ ഫ്ലവർ ആണ്, പക്ഷേ ഇത് പിങ്ക് കളർ ഫ്ലവർ ആണ്. ഇത് വീണ്ടും പിങ്ക് കളർ ഫ്ലവർ ആണ്, ഇത് വൈറ്റ് കളർ ഫ്ലവർ ആണ്. സോ നമുക്ക് കിട്ടിയിട്ടുള്ള ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ് എത്രയാണ് മക്കളെ? യെസ്, വെരി ഗുഡ്, 1:2:1 റേഷ്യോ ആണ് അല്ലേ? അപ്പോൾ ഫീനോടിപ്പിക് ആൻഡ് ജീനോടിപ്പിക് റേഷ്യോ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഫീനോടിപ്പിക് ആൻഡ് ജീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് സെയിം ആണ് അല്ലേ? അതായത് 1:2:1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ ഈസ് ടു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഈസ് ടു സ്മോൾ ആർ, റെഡ് ഈസ് ടു പിങ്ക് ഈസ് ടു വൈറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് ക്ലിയർ ആയോ? ഈ ഡെഫിനിഷനും കൂടി നോട്ട് ചെയ്യുക കേട്ടോ. സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദ ഫീനോടൈപ്പ് ഓഫ് F1 ഹൈബ്രിഡ് ഡസ് നോട്ട് റിസംബിൾ എനി ഓഫ് ദ പാരന്റ്. രണ്ട് പാരന്റിനെയും റിസംബിൾ ചെയ്യുന്നില്ല, സെയിം അല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദ ടു പാരന്റ്സ് അല്ലേ? രണ്ട് പാരന്റ്സിന്റെയും ഒരു ഇന്റർമീഡിയറ്റ് പ്രോജനിയാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സോ ഈ ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ എക്സാമിന് നിങ്ങളോട് എന്ത് ചോദിക്കാം? ഡെഫിനിഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് ഡെഫിനിഷൻ എഴുതണം കേട്ടോ. ഓക്കെ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റ് ആണെങ്കിൽ ഇതേ അടുത്ത നമ്മുടെ മെന്റീലിയൻ ഡീവിയേഷനിൽ വരുന്നതാണ്. ഈ ഫാദർ ഈസ് വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് മദർ ഈസ് വിത്ത് B ബ്ലഡ് ഗ്രൂപ്പ്, റൈറ്റ് ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ്സ് ഓഫ് ദെയർ ചിൽഡ്രൻ. ഓക്കെ, ഇത് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിൾ ആയിരുന്നു? യെസ്, വെരി ഗുഡ് ദേവോ, കോ ഡോമിനൻസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ നമുക്ക് ആദ്യം മാറ്റി എഴുതാം. കോ ഡോമിനൻസ് ആണ് തന്നിട്ടുള്ളത്. കോ ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ക്യാരക്ടറും അറ്റ് എ ടൈം എക്സ്പ്രസ് ചെയ്യുന്നതാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ്, ഹ്യൂമൻ ബീങ്സിലുള്ള ABO ബ്ലഡ് ഗ്രൂപ്പ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ABO ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഐ ജീൻ. ഈ ഒരു ഐ ജീൻ നോക്കുകയാണെങ്കിൽ ഇവർക്ക് 3 അല്ലീൽസ് ഉണ്ട് അല്ലേ? ഐ ജീൻസിന് എന്തുണ്ട്? 3 അല്ലീൽസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? IA, IB ആൻഡ് സ്മോൾ ഐ എന്ന് പറയുന്ന അല്ലീൽസ് ഉണ്ട്. സോ ഇങ്ങനെ 3 അല്ലീൽസ്, സാധാരണ നമ്മുടെ ബോഡിയിൽ 2 അല്ലീൽസ് ആണ് ഉള്ളത്. പക്ഷേ ഈ ഒരു ജീനിന് 3 അല്ലീൽസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവരെന്ത് പറയും? മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയും അല്ലേ? മൾട്ടിപ്പിൾ അല്ലീൽസ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ ബോഡിയിലുള്ള ജീനോടൈപ്പ് എഴുതാൻ വേണ്ടി പഠിക്കണം. യെസ്, വെരി ഗുഡ്. A ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ IA വരാം, അല്ലെങ്കിൽ IAI വരാം, കാരണം സ്മോൾ ഐ എന്ന് പറയുന്നത് റെസസീവ് ആണ്. ഇനി B ബ്ലഡ് ഗ്രൂപ്പ് ആവുന്ന സമയത്തോ IB വരാം, അല്ലെങ്കിൽ IBI വരാം. ഓക്കെ, അങ്ങനെ B ബ്ലഡ് ഗ്രൂപ്പ് ആവും. ഇനി O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ II വന്നു കഴിഞ്ഞാലാണ് O ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ജീനോടൈപ്പ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നോക്കിക്കേ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇഫ് ദ ഫാദർ ഈസ് വിത്ത് O ബ്ലഡ് ഗ്രൂപ്പ്, ഓക്കെ, അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് O ആണ്. O ആണെങ്കിൽ
ആണെങ്കിൽ അവരുടെ ജീനോടൈപ്പ് എന്തായിരിക്കും മക്കളെ? അച്ഛൻ്റെ ജീനോടൈപ്പ് എന്തായിരിക്കും? യെസ്, വെരി ഗുഡ്, ഐ ആണ് അല്ലേ? അപ്പം അച്ഛൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് സ്മോൾ ഐ ആണ്. ഇനി മദർ ഈസ് വിത്ത് ബി ബ്ലഡ് ഗ്രൂപ്പ്. അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബി ആണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്പ് ഏതൊക്കെയായിരിക്കും? യെസ്, വെരി ഗുഡ് അമ്മു, ഐ ബി ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും? ഐ ബി ആവാം, അല്ലെങ്കിൽ വേറൊരു ജീനോടൈപ്പ് വരുമല്ലോ, ഏതായിരുന്നു? ഐ ആവാം. ഓക്കെ, ഐ ആവാം. ഈ രണ്ട് ജീനോടൈപ്പ് അമ്മയ്ക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതിനെ ക്രോസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ആദ്യം നമുക്ക് ഈ ഒരു ക്രോസ് ചെയ്യാം. സോ ഇവിടെ നിന്ന് ഐ എന്ന് പറയുന്ന ഗ്യാമീറ്റ് ഉണ്ടാവുന്നു, ഇവിടെ ഐ എന്ന് പറയുന്ന ഗ്യാമീറ്റ് ഉണ്ടാവും. ഇവരെ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ. സോ ഇങ്ങനെ ജനിക്കുന്ന കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെങ്കിൽ ഇവിടെ നമുക്ക് ക്രോസ് ചെയ്യാം. ഫാദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്മോൾ ഐ ആണ്. അപ്പോൾ ഇതുപോലെ ക്രോസ് വരച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു 2 മാർക്ക് കിട്ടുള്ളൂ. നിങ്ങൾ വെറുതെ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ക്രോസ് കറക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാമീറ്റ് എന്ത് എഴുതാം? ഇവിടെ ഐ എന്ന് പറയുന്ന 2 ഗ്യാമീറ്റ്സ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ സ്മോൾ ഐ മാത്രമാണ് ഫോം ചെയ്യുന്നത്. സോ ഇവരെ ക്രോസ് ചെയ്യാണ്. സോ ഐ എന്ന് പറയുന്ന ജീനോടൈപ്പ് വരാം, അല്ലെങ്കിൽ സ്മോൾ ഐ വരാം. സോ ഐ ആണെങ്കിൽ ബി ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നത്, ദെൻ ഐ ആണെങ്കിൽ ഒ ബ്ലഡ് ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, സോ പോസിബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? പോസിബിൾ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഴുതാം ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ, സോ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദർ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ എഴുതാം സോ ദ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദയർ ചിൽഡ്രൻ. അവരുടെ കുട്ടിക്ക് വരാനുള്ള ബ്ലഡ് ഗ്രൂപ്പിന്റെ ചാൻസ് ഏതാണ്? അപ്പോൾ എഴുതണം ബി ആൻഡ് ഒ അല്ലേ? ബി ബ്ലഡ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒ ബ്ലഡ് ഗ്രൂപ്പ് ആവാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്രോസ് ചെയ്തിട്ട് തന്നെ എഴുതണം. വെറുതെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1/2 മാർക്കോ അല്ലെങ്കിൽ ഒരു 3/4 മാർക്കോ ഒക്കെ കിട്ടിയത് വരും. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാലാണ് ഈ ഒരു 2 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ കോ ഡോമിനൻസ് എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യണം മക്കൾ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, T.H. Morgan carried out several dihybrid crosses in Drosophila. Mention 2 reasons for selecting Drosophila as an experimental organism. ഓക്കെ, അതായത് നമ്മുടെ മെന്റലൊക്കെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മെന്റലിൽ നിന്ന് കുറേ ഡീവിയേഷൻ ഒക്കെ കണ്ടെത്തി. അതിനുശേഷം ഫൈനലായിട്ട് നമ്മുടെ സട്ടണും ബോവറും കൂടി ചേർന്ന് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തു. ദെൻ അതിനെ എക്സ്പെരിമെന്റിലേ പ്രൂവ് ചെയ്തിട്ടുള്ള സയന്റിസ്റ്റ് ആണ് T.H. Morgan. സോ T.H. Morgan എക്സ്പെരിമെന്റിന് വേണ്ടി യൂസ് ചെയ്തത് ഡ്രോസോഫിലനെയാണ്. എന്തുകൊണ്ട്? ഇതിൻ്റെ ഒരു 4 പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ ഡൗൺ ചെയ്തത് റോങ് ആണ്. മിസ്സിന് മനസ്സിലായില്ലല്ലോ. സംഗീത് എന്താണ് പറഞ്ഞതും മിസ്സിന് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഒന്ന് പറഞ്ഞേ എന്തൊക്കെയാണ്? യെസ്, വെരി ഗുഡ്. ദേ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ അല്ലെ? കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ വിത്തിൻ 2 വീക്സ്. ഓക്കെ, 2 വീക്സിനുള്ളിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ തന്നെ പറയാം. നെക്സ്റ്റ് പോയിന്റ് എന്തായിരിക്കും? ഗ്രോ ഇൻ എ സിമ്പിൾ സിന്തറ്റിക് മീഡിയം. സിമ്പിൾ സിന്തറ്റിക് മീഡിയത്തിൽ ഇവർ വളരുന്നുണ്ട്. സിമ്പിൾ സിന്തറ്റിക് മീഡിയം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? നമ്മളോട് എത്ര പോയിന്റ് ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? 2 റീസൺസ് എന്നാണ്. ഒരു 2 പോയിന്റും കൂടി പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷുവൽ ഡൈമോർഫിസം കാണിക്കുന്നുണ്ട് അല്ലേ? ഷോ സെക്ഷുവൽ ഡൈമോർഫിസം. Then single mating can produce large numbers of progeny. Single mating can produce large numbers of progeny. സോ ഇങ്ങനെ ഒത്തിരി മെറിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഡ്രോസോഫിലിനെ T.H. Morgan എന്തായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്? നമ്മുടെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ നോട്ട് കിട്ടുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് T.H. Morgan ഡ്രോസോഫിലിനെ എക്സ്പെരിമെൻ്റൽ മെറ്റീരിയൽ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം? ഇത്രയും 5 പോയിന്റ്സ് ആണ്. ഇതിലൊരു 4 എണ്ണം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ ഫിനോമിനൻ ഷോൺ ഇൻ ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ദ റീസൺ ഫോർ difference in the production of recombinants in cross A and cross B as explained by Morgan. അതായത് നമ്മുടെ മോർഗൻ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് ഫൈനലായിട്ട് അദ്ദേഹം എന്താണ് കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഫൈനലായിട്ട് എന്താ മക്കളെ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ. നമ്മുടെ T.H. Morgan എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് 2 കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു? എന്തൊക്കെയായിരുന്നു? ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ.
അല്ലെ ലിങ്കേജും റീകോമ്പിനേഷനും ആണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ലിങ്കേജ് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ ക്രോമസോം. സോ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത്, ജീൻസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ കോമ്പിനേഷൻ ആണ് അല്ലേ? നോൺ പാരന്റൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ന്യൂ കോമ്പിനേഷൻ ആണ് റീകോമ്പിനേഷൻ. ഡിസ്റ്റൻസ് കൂടുമ്പോൾ റീകോമ്പിനേഷൻ കൂടുവോ കുറയോ? യെസ്, വെരി ഗുഡ്. റീകോമ്പിനേഷൻ ഡിക്രീസസ്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതായത് ലിങ്കഡ് ജീൻസ് എന്ന് പറഞ്ഞാൽ അവർ ക്ലോസ് ഫ്രണ്ട്സ് ആണ് അല്ലേ? അവർ അടുത്തടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പുതിയ കോമ്പിനേഷൻ, പുതിയ ആൾക്കാർ അവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വരുന്നതൊന്നും തീരെ ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ ലിങ്കേജ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് എന്തെഴുതാം? ലിങ്കേജ് കൂടുകയാണെങ്കിൽ, അതായത് ജീൻസ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇവിടെ റീകോമ്പിനേഷൻ കുറയുന്നു. ഇനി ഇവിടെ ആണെങ്കിലോ, ലിങ്കേജ് കുറവാണെങ്കിൽ നേരെ ഉൾട്ട റീകോമ്പിനേഷൻ കൂടും. കാരണം ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ല, ജസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ പുതിയ ഫ്രണ്ട്സ് വരുന്നത് കൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, റെഡി? സോ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നോക്കിക്കേ, ക്രോസ് എ നോക്കുന്ന സമയത്ത് ഇവിടെ YW ജീൻസ് അടുത്തടുത്താണ് കാണുന്നത്. അടുത്തടുത്തതായത് കൊണ്ട് നമുക്ക് റീകോമ്പിനേഷൻ വളരെ കുറവായിട്ടാണ് കിട്ടുക. പക്ഷേ ഇവിടെയാണെങ്കിൽ ജീൻസ് തമ്മിൽ ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? റീകോമ്പിനേഷൻ കൂടുതലായിട്ട് കിട്ടൂല. അവർ ഡിസ്റ്റൻസ് കൂടുതലാണ്, അപ്പോൾ പുതിയ കോമ്പിനേഷൻ കിട്ടാനുള്ള ചാൻസസ് നമുക്ക് കൂടുതലാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെയെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെറ്ററോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി. ഒന്ന് വേഗം പറഞ്ഞേ. നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം there are 3 types of sex determination. അതിൽ ഏതൊക്കെയായിരുന്നു സെക്സ് ഡിറ്റർമിനേഷൻ്റെ ടൈപ്സ്? ഏതൊക്കെയായിരുന്നു മക്കളെ? ആദ്യം അതൊന്ന് പറഞ്ഞേ. സെക്സ് ഡിറ്റർമിനേഷനെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് വൺ XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ദെൻ XX0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ദെൻ ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ട്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം വരുന്നത് XY ആണെങ്കിൽ ഇവിടെ XX എന്ന് പറയുന്നത് ഹോമോഗാമറ്റിക് കണ്ടീഷൻ ആണ്, ഫീമെയിൽ ആയിരിക്കും. ഓക്കെ, ഫീമെയിൽ ആണ്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, XY ആണെങ്കിൽ എന്തായിരിക്കും? XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, XY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറ്ററോഗാമറ്റിക് ആണ്, അത് മെയിൽ ആയിരിക്കും. സോ ഇതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ബീങ്സും ദെൻ ഡ്രോസോഫില്ല എന്ന് പറയുന്നതും ഏത് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്? XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് XX0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. സോ ഇവിടെ XX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ തന്നെയാണ് അല്ലേ? ഹോമോഗാമറ്റിക് ആണ്. X0 എന്ന് പറഞ്ഞാൽ ഹെറ്ററോഗാമറ്റിക് എന്ന് പറഞ്ഞാൽ മെയിൽ ആണ്. സോ ഇതിന് എക്സാമ്പിൾ ഏതായിരുന്നു? എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻസെക്ട്സ് ആണ് അല്ലേ? ഇൻസെക്ട്സിൽ മെയിൻ ആയിട്ട് എക്സാമിന് ചോദിക്കുക ഗ്രാസ് ഹോപ്പർ ആയിരിക്കും. ഗ്രാസ് ഹോപ്പർ കാണിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന XX0 ടൈപ്പ് ഓഫ് സെറ്റ് ഡിറ്റർമിനേഷൻ ആണ്. ഇനി ലാസ്റ്റ് വണ്ണാണ് ZW ടൈപ്പ് ഓഫ് സെറ്റ് ഡിറ്റർമിനേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഇതായിരിക്കും കേട്ടോ. സോ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. Z എന്ന് പറയുന്ന ഹോമോഗാമറ്റിക് കണ്ടീഷൻ. ഹോമോഗാമറ്റിക് എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ. ZW എന്ന് പറയുന്നത് ഹെറ്ററോഗാമറ്റിക് ആണെങ്കിൽ അത് ഫീമെയിൽ ആണ്. ഓക്കെ, ഫീമെയിൽ ആയിരിക്കും. സോ ഇതിന് എക്സാമ്പിൾ ആണ് ബേർഡ്സ്. ഓക്കെ, ബേർഡ്സ് കാണിക്കുന്ന സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേ. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെറ്ററോഗാമിറ്റി ആൻഡ് ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? മെയിൽ ഹെറ്ററോഗാമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ഹെറ്ററോഗാമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 2 different types of gametes are formed അല്ലേ? different types of gametes are formed. Type of gametes are present ആണെങ്കിൽ മെയിൽ ഹെറ്ററോഗാമിറ്റി എന്ന് പറയാം അല്ലേ? present in
മെയിലിൽ പ്രസന്റ് ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ എന്താണ്? മെയിൽ ഹെട്രോഗാമിറ്റി കാണിക്കുന്നതിന് എക്സാമ്പിൾ എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബീങ്സും ഡ്രോസോഫില്ലയും ഗ്രാസോപ്പറും ഒക്കെ എന്താണ് ഈ പറയുന്ന മെയിൽ ഹെട്രോഗാമിറ്റിയിൽ വരുന്നതാണ്. സോ ഹ്യൂമൻ ബീങ്സ്, ഡ്രോസോഫില്ല ഇതൊക്കെ മെയിൽ ഹെട്രോഗാമിറ്റിയിൽ വരുന്നതാണ്. ഇനി അടുത്ത നോക്കിക്കേ, ഫീമെയിൽ ഹെട്രോഗാമിറ്റി എക്സെപ്ഷൻ കേസ് ആണ്. ഫീമെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ZW ടൈപ്പ് ആണ്. സോ ഫീമെയിൽ പൊസസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗാമിറ്റ് ഫീമെയിൽസിൽ കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീമെയിൽ ഹെട്രോഗാമിറ്റി. യെസ്, വെരി ഗുഡ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ബേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്ര എഴുതിക്കൂടെ? റെഡി? സോ സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കാതെ എക്സാമിന് പോകരുത്. വീണ്ടും നമ്മുടെ സെക്സ് ഡിറ്റർമിനേഷൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഡിഫറൻഷിയേറ്റ് ZW മെക്കാനിസം ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഫ്രം ദ XX മെക്കാനിസം. അപ്പോൾ ഒന്ന് വേഗം പറഞ്ഞേ. ZWനെ X0യിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വേഗം ചട്ടപ്പട്ടേന്ന് പറയാം. വേഗം പറയാം. എന്താണ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോമോഗാമെറ്റിക് ആണ്. ഹോമോഗാമെറ്റിക് ആണെങ്കിൽ ഇവർ മെയിൽ ആയിരിക്കും. ഓക്കെ. ദെൻ ZW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറ്ററോഗാമെറ്റിക് ആണ്. ഇവരെന്തായിരിക്കും? ഫീമെയിൽ ആയിരിക്കും. പിന്നെ ഒരു എക്സാമ്പിളും കൂടി അങ്ങ് എഴുതി കൊടുക്കുക. ബേർഡ്സ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു. ZW കഴിഞ്ഞു. ഇനി അടുത്തത് XX ആണെങ്കിൽ XX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോമോഗാമെറ്റിക് ആണെങ്കിൽ ദാറ്റ് ഈസ് ഫീമെയിൽ ആണ്. ഇനി അടുത്തത് X0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറ്ററോഗാമെറ്റിക് ആണെങ്കിൽ അത് മെയിൽ ആയിരിക്കും. ഇതിന് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. ഇൻസെക്റ്റ് അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ എന്ന് എഴുതി കൊടുക്കാം. ഗ്രാസ് ഹോപ്പർ, കോക്രോച്ച് ഇതൊക്കെ എന്താണ്? X0 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ ആണല്ലോ? റെഡി? സോ സെക്സ് ഡിറ്റർമിനേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം ദ സയന്റിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് ദ ടേം എക്സ് ബോഡി. അപ്പോൾ നമ്മൾ എഴുതുന്നുണ്ട് X ഉണ്ട്, XY ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതിൽ ഈ ഒരു X എന്ന് പറയുന്ന ബോഡി കണ്ടെത്തിയത് ആരാണ്? ആരാത് നിങ്ങളുടെ ഡിസംബർ എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാ മക്കളെ എക്സ് ബോഡി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഏത് സയന്റിസ്റ്റ് ആണ്? അറിയോ? ആരാ കണ്ടെത്തിയേ? വേഗം പറഞ്ഞേ. XY എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആ ഒരു എക്സ് ബോഡി നമ്മുടെ ഫീമെയിൽസിൽ ഒന്ന് കൂടുതലാണ് കണ്ടെത്തിയത്. യെസ്, വെരി ഗുഡ്. ഹെൻകിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഹെൻകിൻ്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി 1891 ഹെൻകിൻ എന്ത് കണ്ടെത്തിയിട്ടുള്ളത്? എക്സ് ബോഡി കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Pedigree study provides a strong tool in the human genetics to trace the inheritance of a specific trait. അങ്ങനെയെങ്കിൽ define pedigree analysis. എന്താ മക്കളെ pedigree analysis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് pedigree analysis ഒന്ന് വേഗം പറഞ്ഞേ. pedigree analysis ഫാമിലി ട്രീ ആണ് അല്ലേ? പെഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫാമിലി ട്രീ ആണ്. അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് എ ഡയഗ്രാം ഓഫ് ഫാമിലി ട്രീ റെക്കോർഡ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് സർട്ടൻ ട്രേറ്റ്സ് ഫോർ 2 or more ancestral ജനറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെഡിഗ്രി അനാലിസിസ്. സോ ഈ ഒരു ഡെഫിനിഷൻ എന്ത് ചെയ്യുക? എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഫാമിലി ട്രീ ആണ്. 2 or more ancestral ജനറേഷനെ നമ്മൾ സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്ത് വരയ്ക്കുന്നതാണ് പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഐഡന്റിഫൈ ദ ഫോളോയിങ് സിമ്പിൾസ് യൂസ്ഡ് ഇൻ പെഡിഗ്രി ചാർട്ട്. സിമ്പിൾസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 1 മാർക്കോ അല്ലെങ്കിൽ 2 മാർക്കിനോ സിമ്പിൾസ് ചോദിക്കും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് എന്ത് സിമ്പിളാണ്? യെസ്, വെരി ഗുഡ്. അഹല്യ, മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ് അല്ലേ? മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ. നെക്സ്റ്റ് സർക്കിൾ ആണെങ്കിലോ? സർക്കിൾ ആണെങ്കിൽ അത് ഫീമെയിൽ ആണ് അല്ലേ? സർക്കിൾ ആണെങ്കിൽ അത് ഫീമെയിലിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡയമണ്ട് ഷേപ്ഡ് ആണെങ്കിൽ സെക്സ് അൺസ്പെസിഫൈഡ് ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ? സെക്സ് അൺസ്പെസിഫൈഡ് ഇൻഡിവിജ്വൽസ്. ദെൻ ഒരു ലൈൻ വെച്ചാണെങ്കിൽ അത് നോർമൽ മീറ്റിംഗ് ആണ്. നോർമൽ മീറ്റിങ്ങിനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി ഈ സിമ്പിൾസ് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇത് സർക്കിൾ നോട്ട് ചെയ്യണം. ഡയമണ്ട് ഷേപ്പ് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റഡ് ആണ്. സിംഗിൾ ലൈൻ ആണെങ്കിൽ നോർമൽ മീറ്റിംഗ് ആണ്. 2 ലൈൻ ആണെങ്കിൽ കോൺസെൻഗ്യൂനിയസ് മീറ്റിംഗ് അല്ലെങ്കിൽ മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് ആണ്.
സോ ഇത്രയും പോയിന്റ്സ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക. സോ ഇത്രയും സിമ്പിൾസ് നിങ്ങൾ പെഡിഗ്രി അനാലിസിസിൽ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ ജെനറ്റിക് ഡിസോർഡർ ഇല്ലുസ്ട്രേറ്റഡ് ഇൻ ദിസ് ഫിഗർ. സോ നോക്കിക്കേ, ഇങ്ങനൊരു സാധനം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടില്ലേ? ഇത് നമ്മുടെ മെന്റീരിയൻ ഡിസോർഡറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഡിസോർഡർ ആണ് ഇത്. ഇത് ഏത് ഡിസോർഡറാണ് മക്കളെ? ഗാഗിന് പകരം ഗുഗ് വരുന്നു, നമ്മുടെ RBC ബൈ കോൺകേവ് ഷേപ്പിൽ നിന്ന് സിക്കൽ ഷേപ്പിലോട്ട് മാറുന്നുണ്ടെങ്കിൽ ഇത് ഏത് അസുഖമാണ് കാണിക്കുന്നത്? ഏത് അസുഖമാണ് ഇത്? സിക്കൽ സെൽ അനീമിയ ആണ് അല്ലേ? സിക്കൽ സെൽ അനീമിയ ആണ്. എന്തായിരുന്നു സിക്കൽ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിക്കൽ സെൽ അനീമിയ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, എല്ലാ തവണ എക്സാമിന് ചോദിക്കും കേട്ടോ. സിക്കൽ സെൽ അനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ആണ്. ഓക്കെ, ഓട്ടോസോം ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത് യെസ്, ഗാഗിന് പകരം ഗുഗ് വരുന്നു അല്ലേ? യെസ്, വെരി ഗുഡ്, സിക്കിൾ സെൽ അനീമിയ ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് വാലിൻ ബൈ ഗ്ലൂട്ടാമിക് ആസിഡ് at the 6th position of beta hemoglobin chain synthesis. Hemoglobin chain synthesis. Okay, beta hemoglobin chain synthesis ന്റെ സമയത്ത് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ 6th പൊസിഷനിലോട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എന്താവുന്നു? ഇവിടെ ഗാഗ് എന്ന് പറയുന്ന ജെനറ്റിക് കോഡ് ഗുഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ കൂടിയാണ്. ഓക്കെ, പോയിന്റ് മ്യൂട്ടേഷനും കൂടി എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. സോ ബൈ കോൺകേവ് ഷേപ്പിലായിട്ടുള്ള RBC എന്തായിട്ട് മാറുന്നു? സിക്കിൾ ഷേപ്പിലോട്ട് മാറുന്നു. ദിസ് വിൽ കോസ് അനീമിയയ്ക്ക് കാരണമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. സോ redraw the amino acid sequence with the normal hemoglobin. നോർമൽ ഹീമോഗ്ലോബിൻ എങ്ങനെയായിട്ട് നമുക്ക് വരയ്ക്കാം? 6ാമത്തെ പൊസിഷനിൽ വാലിന് പകരം എന്തെഴുതാം? ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് എഴുതാം അല്ലേ? ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് എഴുതാം. അത് മാത്രം എഴുതിയാൽ പോരാ, ഗുഗിന് പകരം എന്തെഴുതണം? ഗാഗ് എഴുതണം. കാരണം ഇത് സിക്കിൾ സെൽ അനീമിക് കണ്ടീഷൻ ആണ്. സിക്കിൾ സെൽ അനീമിക് അല്ലാത്ത കണ്ടീഷൻ എന്ന് പറയുമ്പോൾ GAG എന്ന് എഴുതാം. ദെൻ വാലിൻ ഗ്ലൂട്ടാമിക് ആസിഡ്, വാലിന് പകരം എന്ത് ചെയ്യണം? ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് എഴുതാം. ഓക്കെ, സോ ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇത് അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഇത് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, റെഡി. ഇനി അടുത്ത് നോക്കിക്കേ, characters of certain genetic disorders are given below. Identify the given disorder. Sex-linked recessive disorder that affect the clotting of blood. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു കുഞ്ഞു മുറി ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുന്ന കണ്ടീഷൻ ഏതാണ്? യെസ്, വെരി ഗുഡ് അമൽ, ദാറ്റ് ഈസ് ഹീമോഫീലിയ. ഹീമോഫീലിയ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ദ ഡിസോർഡർ കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ ദ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഹീമോഗ്ലോബിൻ ചെയിൻ സിന്തസിസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, ദാറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ ആണ് അല്ലേ? സിക്കിൾ സെൽ അനീമിയ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, ദ ഇൻബോൺ ഇറർ ഇൻ മെറ്റബോളിസം ആൻഡ് എഫക്ട് ദ ഇൻഡിവിജ്വൽ ലാക്സ് ആൻ എൻസൈം ദാറ്റ് കൺവേർട്ട് ഫീനൈൽ അലാനിൻ ടു തൈറോസിൻ. ഓക്കെ, ഇൻബോൺ എറർ ഇൻ മെറ്റബോളിസം, ഫീനൈൽ അലാനിനെ തൈറോസിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം ഫീനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് ആബ്സെന്റ് ആണെങ്കിൽ വെരി ഗുഡ്, ഫീനൈൽ കീറ്റനൂറിയ. ഫീനൈൽ കീറ്റനൂറിയ എന്ന് പറയുന്ന അസുഖമാണ് ഇത് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി ആയിട്ട് എഴുതിക്കൂടെ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ റൈറ്റ് എനി 4 characteristic features of the individual inflicted with Down syndrome. So Down syndrome, Turner syndrome and Klinefelter syndrome chromosomal disorders ലെ 3 കാര്യങ്ങൾ ചോദിക്കും. സോ ഇതിൽ നോക്കിക്കേ, ഹീമോഫീലിയ കെമിസ്ട്രിയിലും പഠിക്കാനുണ്ടോ? ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ ഹീമോഫീലിയ എന്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റാണ് അല്ലേ? യെസ്, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ആദ്യം റൗണ്ട് ഹെഡ്, ഫറൗഡ് ടങ്, പാർഷ്യലി ഓപ്പൺ മൗത്ത്. പാർഷ്യലി ഓപ്പൺ മൗത്ത്. ദെൻ സ്റ്റണ്ടഡ് ഗ്രോത്ത് ആയിരിക്കും. ദെൻ ഷോർട്ട് സ്റ്റാച്ചർ എഴുതാം. നെക്സ്റ്റ് പോയിന്റ് എന്ത് എഴുതാം? മെന്റൽ റിട്ടാർഡേഷൻ. അല്ലേ? മെന്റൽ റിട്ടാർഡേഷൻ എഴുതിക്കൂടെ? യെസ്, കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് എഴുതാം. ജനിക്കുന്ന സമയത്ത് തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ.
then a single palm crease. അപ്പോൾ ഡൗൺ സിൻഡ്രോം എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. യെസ്, മെന്റൽ റിട്ടാർഡേഷൻ, പാർഷ്യലി ഓപ്പൺ മൗത്ത് ഒക്കെയാണ് നമ്മുടെ ഡൗൺ സിൻഡ്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മിസ് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോട്ട് കിട്ടുന്ന സമയത്ത് ഡൗൺ സിൻഡ്രോം പഠിക്കുക, ടർണർ സിൻഡ്രോം, ക്ലിനിഫൽട്ടർ സിൻഡ്രോം, അതിന്റെ കാരിയോ ടൈപ്പ് ചോദിക്കും കേട്ടോ. അപ്പോൾ കാരിയോ ടൈപ്പ് പറഞ്ഞാൽ നമ്മുടെ ഡൗൺ സിൻഡ്രത്തിന്റെ കേസ് ആണെങ്കിൽ ഡൗൺ സിൻഡ്രോം നോക്കുന്ന സമയത്ത് ഡൗൺ സിൻഡ്രത്തിന്റെ കാരിയോ ടൈപ്പ്, ഡൗൺ സിൻഡ്രത്തിന്റെ വേറൊരു പേരാണ് ട്രൈസോമി 21. ട്രൈസോമി 21. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരിയോ ടൈപ്പ് എന്തായിരുന്നു മക്കളെ? കാരിയോ ടൈപ്പ് എന്താണ്? അതായത് ഓട്ടോസോമിൽ മാറ്റം വരുന്നു അല്ലേ? 45 ഓട്ടോസോം പ്ലസ് എക്സ് ആവാം, അല്ലെങ്കിൽ XY ആവാം. ഇതാണ് കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഇതാണ് കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും ദേ നമ്മളോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. കോളം A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, A ഉണ്ട്, B ഉണ്ട്. അപ്പോൾ ഇവരും തമ്മിൽ മാച്ച് ചെയ്യണം. ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം, ക്ലിനിഫൽട്ടർ സിൻഡ്രോം തന്നിട്ടുണ്ട്, അതിൻ്റെ കാരിയോ ടൈപ്പും തന്നിട്ടുണ്ട്, ദെൻ അതിൻ്റെ ഓരോരോ ക്ലിനിക്കൽ ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡൗൺ സിൻഡ്രോം ആരുമായിട്ട് മാച്ച് ചെയ്യണം? വേഗം പറഞ്ഞേ. ഡൗൺ സിൻഡ്രോം എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്യണം 45 ഓട്ടോസോം പ്ലസ് XY ആണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. സോ ഡൗൺ സിൻഡ്രോത്തിന്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ് ഫെറൗഡ് ടങ് ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്. നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ ടർണർ സിൻഡ്രോം നോക്കുന്ന സമയത്ത് ടർണർ സിൻഡ്രോം ആണെങ്കിൽ ഫീമെയിൽസിന്റെ കേസിലാണ് ഉണ്ടാവുന്നത്. ഫീമെയിൽസിൽ ഒരു എക്സ് ക്രോമസോം ആബ്സെന്റ് ആവുന്ന കണ്ടീഷനാണ് ടർണർ സിൻഡ്രോം. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 44A ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 22A എന്ന് എഴുതാം അല്ലേ? 22A പ്ലസ് X0 കണ്ടീഷനാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 22A പ്ലസ് X0 അല്ലെങ്കിൽ XX0 എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ടർണർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 44 ഓട്ടോസോമിൽ ഒരു മാറ്റവും ഇല്ല, പക്ഷെ X0 കണ്ടീഷനാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇത് ഫീമെയിൽസിന്റെ കേസിലാകുമ്പോൾ റുഡിമെന്ററി ഓവറി സ്റ്റെറിലിറ്റിക്ക് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ക്ലിനിഫൽട്ടർ സിൻഡ്രോം ആണെങ്കിൽ 44 ഓട്ടോസോം ആണ്, പക്ഷെ മെയിൽസിന്റെ കേസിൽ ഒരു അഡീഷണൽ എക്സ് ക്രോമസോം വരുന്ന കണ്ടീഷനാണ് ഈ പറയുന്ന ക്ലിനിഫൽട്ടർ സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയ ആൻഡ് സ്റ്റെറിലിറ്റി. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൽസിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് കാണിക്കുന്നതിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി നോക്കിക്കേ, നെയിം ദ ജനറ്റിക് ഡിസോർഡർ കോസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം. ഒരു എക്സ് ക്രോമസോം കൂടുതലായിട്ട് വരുന്ന നമ്മുടെ ക്രോമസോമൽ ഡിസോർഡർ ഏതാണ്? ഒരു ക്രോമസോം അഡീഷണൽ ആയിട്ട് വരുന്നത് ഏതാണ്? ഏതാ പറഞ്ഞേ? നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ. മെയിൽസിൻ്റെ കേസിൽ ഗൈനക്കോമാസ്റ്റിയ, സ്റ്റെറിലിറ്റിക്കൊക്കെ കാരണം ഒരു അഡീഷണൽ എക്സ് ക്രോമസോം വരുന്ന കണ്ടീഷനാണ്. യെസ്, വെരി ഗുഡ്. ക്ലിനിഫൽട്ടർ സിൻഡ്രോം ആണ് അല്ലേ? ക്ലിനിഫൽട്ടർ സിൻഡ്രോം ആണ്. ഇനി അതിൽ B നോക്കിക്കേ, റൈറ്റ് ഡൗൺ ദ കാരിയോ ടൈപ്പ് ആൻഡ് മെൻഷൻ അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടേഴ്സ് ഓഫ് ദ സിൻഡ്രോം. അപ്പോൾ ക്ലിനിഫൽട്ടർ സിൻഡ്രോത്തിൽ കാരിയോ ടൈപ്പ് എന്തായിരുന്നു? കാരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം 44 ഓട്ടോസോം തന്നെയാണ്, XXY കണ്ടീഷനാണ്, ഒരു അഡീഷണൽ എക്സ് ക്രോമസോം വരുന്നു. യെസ്, വെരി ഗുഡ്. ഗൈനക്കോമാസ്റ്റിയ എഴുതാം, ഗൈനക്കോമാസ്റ്റിയ. ദെൻ പുവർലി ഡെവലപ്ഡ് ടെസ്റ്റിസ് എഴുതാം, ദെൻ സ്റ്റെറൈൽ മെയിൽ ആയിരിക്കും, സ്റ്റെറൈൽ മെയിൽസ് ആയിരിക്കും. ഓക്കെ, യെസ്, സെറ്റ്. ഓക്കെ, റെഡി ആണല്ലോ. സോ ഇത്രയാണ് നമ്മുടെ ക്രോമസോമൽ ഡിസോർഡേഴ്സിന് മക്കളെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇത് കൂടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാലോ കുറേ അൺസ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് പ്ലിയോട്രോപ്പി ചോദിക്കാം, അല്ലെങ്കിൽ പോളിജെനിക് ഇൻഹെറിറ്റൻസ് ചോദിക്കാം. ഓക്കെ, പോളിജെനിക് ഇൻഹെറിറ്റൻസ് ചോദിക്കാം. സോ പ്ലിയോട്രോപ്പിയുടെ എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെക്കുക. ഫീനൈൽ കീറ്റനൂറിയാണ്, ഫീനൈൽ കീറ്റനൂറിയ. ദെൻ പ്ലിയോട്രോപ്പിക് എക്സാമ്പിൾ ആണ് ഹ്യൂമൻ സ്കിൻ കളർ. അതായത് ഒത്തിരി ജീൻസ് ഒരു സിംഗിൾ ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറഞ്ഞാൽ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു സിംഗിൾ ജീനിൽ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫീനോട്ടിപ്പിക് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലിയോട്രോപ്പി എന്ന് പറയുന്ന കണ്ടീഷനിൽ പറയുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ഈ ഒരു പാർട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആയോ? സോ ഇത്രയും പക്കാ ക്ലിയർ ആണോ? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയോ? സെറ്റാണോ?
ഇനി ഇതിൽ ഏതെങ്കിലും ടോപ്പിക്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് അത് പറഞ്ഞുതരാം. അതിനുശേഷം നമ്മുടെ 8 മാർക്കിന് ചോദിക്കുന്ന വളരെ വലിയൊരു ചാപ്റ്റർ ആണ് നെക്സ്റ്റ് നമ്മുടെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അത് നമുക്ക് സെറ്റാക്കാം. റെഡി ആണോ? സെറ്റ് ആണോ? റെഡി? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മോണോ ഹൈബ്രിഡ് ക്രോസ് പഠിക്കുക, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോ ഡോമിനൻസ് നോട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ മെൻറ്റീലിയൻ ഡിസോർഡേഴ്സ്, ക്രോമസോമൽ ഡിസോർഡേഴ്സ് എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? സെറ്റ് ആണ് അല്ലേ? അപ്പോൾ അതെ ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഫ്രം ദ ഗിവൺ കാരിയോടൈപ്പ് സെലക്ട് ദ കാരിയോടൈപ്പ് ഓഫ് ദ പേഴ്സൺ ഹാവിംഗ് ക്ലിനിഫെൽട്ടർ സിൻഡ്രോം. നിങ്ങൾ ഡിസംബർ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിലേതാണ് ക്ലിനിഫെൽട്ടർ സിൻഡ്രോം എന്ന് പറയുന്നത്? ക്ലിനിഫെൽട്ടർ സിൻഡ്രോം നമുക്കറിയാം XXY എവിടെ കാണുന്നു അതാണ് ക്ലിനിഫെൽട്ടർ സിൻഡ്രോം. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതുപോലെ കാരിയോടൈപ്സ് ഒക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അടിപൊളിയായിട്ട് അങ്ങ് എഴുതി കൊടുക്കുക. നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ 1 മാർക്ക് പോലും മിസ്സാക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി മക്കളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, നിങ്ങൾക്കിതേ +2 ഉയരെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി മോഡൽ എക്സാം കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് എക്സാം ആണ് അല്ലേ? അപ്പോൾ ഈ പബ്ലിക് എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാക്സിമം ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിലോട്ട് റിവിഷൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു വീഡിയോസ് തന്നെ കിട്ടും, നോട്ട്സും കിട്ടും. അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. സോ റിവിഷൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ 1000 rupees ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇത് താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ തന്നെ നമ്മുടെ +2 കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചോദിക്കും. നമ്മുടെ മൈൻഡിലുള്ള 2 കോമ്പറ്റീറ്റീവ് എക്സാം ആണ് നമ്മുടെ കീമും നീറ്റും അല്ല. അപ്പോൾ കീം ആൻഡ് നീറ്റ് ക്രാഷ് കോഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. 1999 ആണ് നമ്മുടെ ഫീ എന്ന് പറയുന്നത്. സോ ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, PDF നോട്ട്സ് ഉണ്ടായിരിക്കും, വീക്ക്ലി എക്സാം ഉണ്ടായിരിക്കും. അതുകൂടാതെ നീറ്റിൻ്റെ എൻട്രൻസ് ബുക്ക് കൂടി മക്കൾക്ക് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മുടെ നീറ്റിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നല്ലൊരു മെഡിക്കൽ കോളേജിലോട്ട് മക്കൾക്ക് കയറാൻ വേണ്ടി പറ്റും. ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ കീമിൻ്റെ കേസിലും വരുന്നത്. 1999 rupees ആണ്. പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയർ ഫീൽഡിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ +2 കീം ക്രാഷ് കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞതിന് ശേഷം ഒട്ടും ലേറ്റ് ആയി തന്നെ വേഗം വന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് ഫുൾ സെറ്റായിട്ട് പഠിക്കാം. ഓക്കെ, റെഡി? ഇനി അടുത്തത് നമ്മുടെ ഭീകരമായിട്ടുള്ള മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ വലിയൊരു ചാപ്റ്റർ ആയിക്കഴിഞ്ഞാലും വലിയൊരാളായി കഴിഞ്ഞാലും കുഞ്ഞു ഹൃദയം എന്ന് പറയുന്നത് പോലെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ കേട്ടോ. സോ ഒരു ടെൻഷനും അടിക്കേണ്ട, 8 മാർക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, 8 മാർക്കിന് ചോദിക്കുന്നതാണ് ഈ ഒരു മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. എല്ലാവർക്കും പേടിയുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ മിസ് ജെനുവിൻ ആയിട്ട് പറയുകയാണ് മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസും മക്കൾക്ക് ആൻസർ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ എ ഡബിൾ സ്ട്രാൻഡഡ് DNA, the ratios between adenine and thymine, guanine and cytosine are constant and equal to 1. Who observed this fact? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. Adenine always equal to thymine, guanine always is equal to guanine always is equal to cytosine, purine always equal to pyrimidine എന്ന് പറഞ്ഞത് ആരാണ്? ഏത് റൂൾ പ്രകാരമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഏത് റൂളായിരുന്നു? മറന്നുപോയോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഏത് റൂളായിരുന്നു മക്കളെ? ആരായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ചർഗാഫ് റൂൾ പ്രകാരമാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഹൂ ഒബ്സർവ് ദിസ് ഫാക്ട്, ആരാണ് ഈ ഒരു ഫാക്ട് കണ്ടെത്തിയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മുടെ ചർഗാഫ് റൂളിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. പ്യൂരിൻ ഓൾവേസ് ഈക്വൽ ടു പിരമിഡിൻ അല്ലേ? പ്യൂരിൻ ഓൾവേസ് ഈക്വൽ ടു പിരമിഡിൻ. ഏതൊക്കെയാണ് മക്കളെ പ്യൂരിൻസ് എന്ന് പറയുന്നത്? നമ്മുടെ DNA കേസ് നോക്കുകയാണെങ്കിൽ DNA പ്യൂരിൻസ് ഏതൊക്കെയാണ്? ഏതൊക്കെ നൈട്രജൻ ബേസ് ആണ് പ്യൂരിൻസിൽ വരുന്നത്? ഇത് ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഓക്കെ, മിസ് പറഞ്ഞുതരാം. ചർഗാഫ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂരിൻ ഓൾവേസ് ഈക്വൽ ടു പിരമിഡിൻ എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളാണ് ചർഗാഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. അതിൻ്റെ ബേസിലാണ് ചർഗാഫ് റൂൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ പ്യൂരിൻസ് DNA കേസിൽ വരുന്നതാണ്. അഡിനിനും ഗ്വാനിനും ആണ് പ്യൂരിൻസ് എന്ന് പറയുന്നത്. ദെൻ പിരമിഡിൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നതാണ് തൈമിൻ ആൻഡ് സൈറ്റോസിൻ എന്ന് പറയുന്നത്. ഓക്കെ, തൈമിനും സൈറ്റോസിനും വരുന്നു. സോ RNA കേസ് നോക്കുന്ന സമയത്ത്
RNA-യിൽ പിരമിഡിൻസ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ യുറാസിലും സൈറ്റോസിനുമാണ് വരുന്നത്, തൈമിൻ പ്രസന്റ് അല്ല. സോ ഇത് കണ്ടെത്തിയിട്ടുള്ളത് പ്യൂരിൻ ഓൾവേസ് ഈക്വൽ ടു പിരമിഡിൻ എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ചർഗാഫ് ആണ്. ആ റൂളിന്റെ പേരാണ് ചർഗാഫ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് എ ഡബിൾ സ്ട്രാൻഡഡ് DNA. ഐഡന്റിഫൈ ദ ബോണ്ട് ABCND. ഓക്കെ, ഇവിടെ കുറച്ച് ബോണ്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഏതൊക്കെ ബോണ്ടാന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ നമുക്കറിയാം, ഒരു ന്യൂക്ലിയോടൈഡ് നോക്കുന്ന സമയത്ത് ന്യൂക്ലിയോടൈഡിൽ ആരൊക്കെയാണ് മക്കളുള്ളത്? ഓക്കെ, നമ്മുടെ ന്യൂക്ലിയോടൈഡ് നോക്കുന്ന സമയത്ത് അവിടെ ആരൊക്കെയാണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഷുഗർ ഉണ്ടായിരിക്കും, ദെൻ നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും, അതുകൂടാതെ തന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഇത്രയും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അല്ലേ. ദിസ് ഇസ് എ ന്യൂക്ലിയോടൈഡ്. ഇതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ യെസ് പെൻറ്റോ ഷുഗർ ആണല്ലോ, 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു പെൻറ്റോ ഷുഗറും ദെൻ നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും വരുന്നതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ നൈട്രജൻ ബേസും ഷുഗറും തമ്മിലിടയിലുള്ള ബോണ്ട് ഏതാണ്? നൈട്രജൻ ബേസും ഷുഗറും പരസ്പരം ബോണ്ട് ചെയ്തിട്ടുള്ളതാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് ഇവർ പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഫോസ്ഫേറ്റും ഷുഗറും തമ്മിലുള്ള ലിങ്കാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഇനി ഒരു ന്യൂക്ലിയോടൈഡ്, ഓക്കെ ഇതൊരു ന്യൂക്ലിയോടൈഡാന്ന് വിചാരിക്കാം, അത് വേറൊരു ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ. ഒരു ന്യൂക്ലിയോടൈഡ് വേറൊരു ന്യൂക്ലിയോടൈഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വഴിയാണ്. ഓക്കെ, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് വഴിയാണ്. പിന്നെ നമുക്കറിയുന്ന വേറൊരു കാര്യമാണ്, അഡിനിൻ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ആരാണ് മക്കളെ വരിക? അഡിനിൻ ഓൾവേസ് പെയർ വിത്ത്, അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് ആരുമായിട്ടാണ് അഡിനിനൊരു താല്പര്യമുള്ളത്? ആരുമായിട്ടാണ്? Adenine always pair with thymine അല്ലേ. Guanine always pair with cytosine through 3 hydrogen bond അല്ലേ. അപ്പോൾ ഇവിടെ കാണുന്ന ബോണ്ടാണ്, 2 നൈട്രജൻ ബേസിന് ഇടയിലുള്ള ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. സോ ഒരു ബോണ്ട് 2 3 4 ബോണ്ടിന്റെ പേര് പഠിച്ചു വെക്കുക. നൈട്രജൻ ബേസും ഷുഗർ ആണെങ്കിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ദെൻ ഫോസ്ഫേറ്റും ഷുഗർ ആണെങ്കിൽ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് ആണ്. 2 ന്യൂക്ലിയോടൈഡ്സ് ആണെങ്കിൽ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആണ്. 2 നൈട്രജൻ ബേസസ് വരെയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കാണുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. സോ അങ്ങനെയെങ്കിൽ ഇനി നോക്കിക്കേ, ഇവിടെ എ എന്ന് പറയുന്ന ബോണ്ട് മിസ് മാർക്ക് ചെയ്ത് തരാം. എ ഇവിടെ പോയി, അതെ എ 2 നൈട്രജൻ ബേസ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ളത്. നൈട്രജൻ ബേസിന്റെ ഇടയിൽ കാണുന്ന ബോണ്ട് ഏതായിരിക്കും? അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ബോണ്ട് ഏതായിരിക്കും എന്ന് പറഞ്ഞേ. എ എന്ന് പറയുന്ന ബോണ്ട് നൈട്രജൻ ബേസിന് ഇടയിൽ കാണുന്ന ബോണ്ട് ഏതായിരിക്കും? അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ത്രൂ ഏത് ബോണ്ടാണ്? അല്ലല്ലോ, നൈട്രജൻ ബേസ് പരസ്പരം എങ്ങനെയാണ് മക്കളെ ലിങ്ക് ചെയ്തിട്ടുള്ളത്? നൈട്രജൻ ബേസ്, അഡിനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും. സോ ഇവിടെയാണ് നമ്മുടെ നൈട്രജൻ ബേസസ് ഉള്ളത് അല്ലേ. നൈട്രജൻ ബേസസ് ആർ പ്രോജക്റ്റ് ഇൻവേർഡ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ കാണുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്ന ബോണ്ട് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടാണ് കേട്ടോ വരുന്നത്. ഇനി ബി നോക്കിക്കേ, ബി എന്ന് പറയുന്നത് ഇവിടെ ഏതാ? യെസ്, ഇതാണ് ബി. അതായത് നമ്മുടെ ഷുഗറും ഫോസ്ഫേറ്റും പരസ്പരം ബോണ്ട് ചെയ്തിട്ടുള്ളത്. ഷുഗറും ഫോസ്ഫേറ്റും ആണെങ്കിൽ അവിടെ കാണുന്ന ബോണ്ടാണ് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. ഓക്കെ, ഷുഗറും ഫോസ്ഫേറ്റും ആണെങ്കിൽ ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇനി സി ബോണ്ട് എവിടെയാണ്? സി എന്ന് പറയുന്നത് 2 ന്യൂക്ലിയോടൈഡ്സുകൾ പരസ്പരം ചേർന്നിരിക്കുകയാണ് അല്ലേ. 2 ന്യൂക്ലിയോടൈഡ്സ് പരസ്പരം ചേർന്നിട്ടുണ്ടെങ്കിൽ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. ഓക്കെ, ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ്. ഇനി ഡി എന്ന് പറയുന്ന ബോണ്ട് എവിടെ പോയി? ഡി എന്ന് പറയുന്നത് നൈട്രജൻ ബേസും ഷുഗറും പരസ്പരം ലിങ്ക് ചെയ്തിട്ടുള്ളത് ഏത് ബോണ്ടാണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. സോ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യണം? ഈ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഷുഗറും നൈട്രജൻ ബേസും ആണെങ്കിൽ ഗ്ലൈക്കോസിഡിക് ആണ്, ഫോസ്ഫേറ്റും ഷുഗർ ആണെങ്കിൽ ഫോസ്ഫോഎസ്റ്റർ ആണ്, 2 ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ആണ്, ദെൻ നൈട്രജൻ ബേസിന്റെ ഇടയിലാണെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ആണ്. 4 ബോണ്ടിന്റെ പേര് എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇനി അടുത്ത് നോക്കിക്കേ, എക്സ്പാൻഡ് ദ ടേം DNA. DNAയുടെ ഫുൾ ഫോം എന്താണ്? DNA എന്ന് പറഞ്ഞാൽ എന്താണ്? മറന്നുപോയോ? അപ്പോൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമില്ല. ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ നോട്ട്സിൻ്റെ തിയറിയും കാര്യങ്ങളും മിസ് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് കിട്ടുമ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, DNA എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? DNA ഇത് നിങ്ങൾ തെറ്റിക്കരുത്, നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്.
അല്ലെ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ദെൻ ഹൂ പ്രപ്പോസ്ഡ് ദ ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA? ഇത് നമുക്കറിയാലോ. ആരാ മക്കളെ നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA പ്രപ്പോസ് ചെയ്തത് ആരാണ്? വാട്സൺ ആൻഡ് ക്രിക്ക്. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് അല്ലെ ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ് നമ്മുടെ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ദെൻ ലിസ്റ്റ് ഔട്ട് ദ നൈട്രജൻ ബേസസ് ഇൻ DNA. DNAയിൽ കാണുന്ന നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് നമ്മുടെ DNAയിലുള്ള നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇത്രയാണ് നമ്മുടെ DNA കാണുന്ന നൈട്രജൻ ബേസസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി RNA ആണെങ്കിലോ? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് RNA തരികയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നൈട്രജൻ ബേസ്? RNAയിൽ കാണുന്ന നൈട്രജൻ ബേസസ് ഏതൊക്കെയായിരുന്നു? അഡിനിൻ ഉണ്ട്, തൈമിന് പകരം യുറാസിൽ, ദെൻ ഗ്വാനിൻ, പിന്നെ സൈറ്റോസിൻ. ഓക്കെ ആണല്ലോ? റെഡി? യെസ്, സെറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. നോക്കിക്കേ, റൈറ്റ് അബൌട്ട് എനി 4 സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA. നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്തു. അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തൊക്കെയായിരുന്നു സാലിയൻ ഫീച്ചേഴ്സ്? ഇതാണ് നമ്മുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ത് എഴുതാം? 2 സ്ട്രാൻഡ്സ് അല്ലേ. അപ്പോൾ 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. 2 polynucleotide chains. 2 polynucleotide chains വെച്ചിട്ടാണ് നമ്മുടെ DNA ഫോം ചെയ്തിട്ടുള്ളത്. Then they have anti-parallel polarity. ഒന്ന് 5' 3' ആണെങ്കിൽ അടുത്തത് എന്താണ്? 3' 5' ആയിരിക്കും. സോ anti-parallel polarity ആണ് കാണിക്കുന്നത്. പൊളാരിറ്റി കാണിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ആണ് കാണിക്കുന്നത് അല്ലേ. കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ്. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ത്രൂ 2 ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ ത്രൂ 3 ഹൈഡ്രജൻ ബോണ്ട് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദ പിച്ച് ഓഫ് ദ DNA ഹെലിക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3.4 നാനോമീറ്റർ ആണ് അല്ലേ. പിച്ച് ഓഫ് ദ DNA ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്നത് വെരി ഗുഡ്, 3.4 നാനോമീറ്റർ ആണ്. ഇനി ഈ പറയുന്ന DNA ഡബിൾ ഹെലിക്സിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ബേസസ് ആർ stalks each other and the hydrogen bond. ഹൈഡ്രജൻ ബോണ്ടും നൈട്രജൻ ബേസും ആണ് ഇതിന് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ DNA ഡബിൾ ഹെലിക്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ നൈട്രജൻ ബേസസ് ആർ പ്രൊജക്റ്റ് ഇൻവേർഡ്. സോ ഒരു 3-4 പോയിന്റ്സ് എന്ത് ചെയ്യുക പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നോക്കിക്കേ, സാലിയൻ ഫീച്ചേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ ദ ബാക്ക് ബോൺ ഓഫ് DNA ഡബിൾ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ആണ്. ദെൻ ദ നൈട്രജൻ ബേസസ് ആർ പ്രൊജക്റ്റ് ഇൻവേർഡ്, ഉള്ളിലോട്ട് പ്രൊജക്ട് ചെയ്തിട്ടാണ് കാണുന്നത്. ദെൻ ദേ ഷോ ആൻറ്റി പാരലൽ പൊളാരിറ്റി. ദാറ്റ് മീൻസ് 1 ചെയിൻ എന്ന് പറയുന്നത് 5' 3' പൊളാരിറ്റി ആണെങ്കിൽ അതർ ചെയിൻ ഈസ് 3' 5' പൊളാരിറ്റി ആണ്. ദെൻ ഇവരെന്താണ്? കോംപ്ലിമെന്ററി ബേസ് പെയറിംഗ് ആണ് കാണിക്കുന്നത്. അഡിനിൻ ഓൾവേസ് പെയർ വിത്ത് തൈമിൻ ആൻഡ് ഗ്വാനിൻ ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമ്മുടെ പിച്ച് ഓഫ് ദ DNA ഹെലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.4 നാനോമീറ്റർ ആണ്. സ്ക്രീൻ ഈസ് നോട്ട് ക്ലിയർ. ഇപ്പോൾ ക്ലിയർ ആണോ? ഇതെന്താ ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് സൂപ്പറാണല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, നെക്സ്റ്റ് നമ്മുടെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് പെയർ എന്ന് പറഞ്ഞാൽ 0.34 നാനോമീറ്റർ ആണ്. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേൺ, ഒരു ടേൺ നോക്കിക്കഴിഞ്ഞാൽ 3.4 നാനോമീറ്റർ ആണ്. ദെൻ ഇവിടെ 2 ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.34 നാനോമീറ്റർ ആണ്. ഇനി 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നാനോമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? റെഡി. ഇനി അടുത്ത് നോക്കിക്കേ, ദ പ്ലെയിൻ ഓഫ് 1 ബേസ് പെയർ സ്റ്റോക്സ് ഓവർ ദ അതർ ഇൻ എ ഡബിൾ ഹെലിക്സ് ആൻഡ് ദ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ആണ് നമ്മുടെ DNA ഡബിൾ ഹെലിക്സിന് എന്തുണ്ടാക്കുന്നത്? സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ DNA ഡബിൾ ഹെലിക്സിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇതേ നമ്മുടെ ഡിസംബർ എക്സാമിന് വീണ്ടും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്,
ഐഡന്റിഫൈ ആൻഡ് ലാബൽ എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് എന്താ ഇവിടെ തന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളത് എന്താ ഒന്ന് പറഞ്ഞേ. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? സെൻട്രൽ ഡോഗ്മയാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ സെൻട്രൽ ട്രാൻസ്ലേഷൻ അല്ല കേട്ടോ മക്കളെ, സെൻട്രൽ ഡോഗ്മ, വെരി ഗുഡ്. അപ്പോൾ സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിസ് ക്രിക്കാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഫ്രാൻസിസ് ക്രിക്കാണ് സെൻട്രൽ ഡോഗ്മ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ സെൻട്രൽ ഡോഗ്മയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? DNA-യിലുള്ള ഇൻഫോർമേഷൻ ആദ്യം mRNA ആയിട്ട് മാറുന്നു, ദെൻ mRNA-യിലുള്ള ഇൻഫോർമേഷൻ നെക്സ്റ്റ് പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. ഇതാണ് സെൻട്രൽ ഡോഗ്മ. ദ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ ആണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഇതിൽ DNA ആയിട്ട് മാറുന്നതിനെയാണ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. റിപ്ലിക്കേഷൻ. ഇനി DNA mRNA ആയിട്ട് മാറുന്നതിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. mRNA പ്രോട്ടീൻ ആയിട്ട് മാറുന്നതിനെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. ഇനി ചില വൈറസ്, നമ്മുടെ റിട്രോ വൈറസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ mRNA-യിൽ നിന്ന് DNA ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സെൻട്രൽ ഡോഗ്മയിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആൻസർ ചെയ്തൂടെ? ഇവിടെ എ എന്ന് പറയുന്നത് ഏതാ മക്കളെ? DNA mRNA ആയിട്ട് മാറുന്നത് ഏതാണ്? DNA mRNA ആയിട്ട് മാറുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലേ? ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തത് ബി. mRNA പ്രോട്ടീൻ ആയിട്ട് മാറുന്നതിന് നമ്മൾ എന്ത് പറയും? ട്രാൻസ്ലേഷൻ എന്ന് പറയും അല്ലേ? ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നു. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ ദ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ടേക്ക് പ്ലേസ് ഇൻ റിവേഴ്സ് ഡയറക്ഷൻ ആസ് ഇൻ സം വൈറസ് ഇറ്റ് ഈസ് നെയിംഡ് ആസ്. എന്താ പറയുക? റിവേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ റിട്രോ വൈറസസിൻ്റെ ഒക്കെ കേസിൽ റിവേഴ്സ് ഡയറക്ഷനിൽ mRNA-യിൽ നിന്ന് DNA ഉണ്ടാക്കുന്നു. അതിന് നമ്മൾ എന്ത് പറയും? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ടെമിനിസം എന്ന് പറയും. നിങ്ങൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, സോ സെൻട്രൽ ഡോഗ്മ എന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ച് പോകണം. സോ വാട്ട് ഈസ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി ആൻഡ് നെയിം എനി 2 പ്രോസസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ എന്താണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ? ഇനി പറഞ്ഞേ. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫോർമേഷൻ. ഫ്ലോ ഓഫ് ജെനറ്റിക് ഇൻഫോർമേഷൻ ഫ്രം DNA ടു പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ദെൻ നെയിം എനി 2 പ്രോസസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ ഏതൊക്കെ പ്രോസസ്സാണ്? റിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നുണ്ട്, ദെൻ ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ യൂകാരിയോട്ട് ദ ജീൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെഗുലേറ്റഡ് അറ്റ് സെവറൽ ലെവൽസ്. വിച്ച് ആർ ദേ? അപ്പോൾ യൂകാരിയോട്സിൻ്റെ കേസിൽ ജീനിൻ്റെ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് 4 ലെവലിൽ വെച്ചിട്ടാണ് അല്ലേ? ഏതൊക്കെ ലെവൽസ് ആയിരുന്നു അത്? ആദ്യം നോക്കിക്കേ. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലാണ്. നമ്മളോട് എത്ര എഴുതാൻ പറഞ്ഞിട്ടുള്ളത്? യെസ്, നമുക്ക് പഠിച്ചിട്ടുള്ള 4 പോയിന്റ് നമ്മൾ എഴുതി കൊടുക്കണം അല്ലേ? ആദ്യത്തെ നോക്കിക്കേ, ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ വരും, ദെൻ ട്രാൻസ്ലേഷണൽ ലെവൽ വരുന്നുണ്ട്, ദെൻ റിപ്ലിക്കേഷൻ ലെവൽ വരും, ട്രാൻസ്ഫർ ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ വേറെ ലെവൽ ഏതാണ് വരുന്നത്? വേറെ നമ്മുടെ പ്രോസസ്സിംഗ് ലെവൽ അല്ലേ? പ്രോസസ്സിംഗ് ലെവൽ. ഇങ്ങനെ 4 ലെവലിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രോട്ടീൻ ഫോർമേഷൻ നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ജീൻ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒബ്സർവ് ദ ഫിഗർ, ഐഡന്റിഫൈ ദ ഫിഗർ. ഇത് ഏത് ഫിഗറാണ് മക്കളെ? നമ്മുടെ DNA പാക്കേജിങ്ങിൽ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതാണ്? ചിലപ്പോൾ ചോദിച്ചേക്കാം കേട്ടോ, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, പറഞ്ഞേ. ഇത് ഏത് ഫിഗറാണ്? ന്യൂക്ലിയോസോം എന്ന് എഴുതണം കേട്ടോ. ഇത് ഏതാണ്? ഹിസ്റ്റോൺ എന്ന് മാത്രം എഴുതരുത്, ന്യൂക്ലിയോസോം എന്ന് എഴുതണം. ദെൻ എക്സ്പ്ലെയിൻ ദ പാക്കേജിംഗ് ഓഫ് DNA ഹെലിക്സ് ഇൻ യൂകാരിയോട്ട്. യൂകാരിയോട്ടിൽ എങ്ങനെ വരുന്നത്? ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA wrapped around positively charged ഹിസ്റ്റോൺ ഒപ്റ്റാമർ അല്ലേ? പോസിറ്റീവ്ലി ചാർജ്ഡ് ഹിസ്റ്റോൺ ഒപ്റ്റാമറിന് ചുറ്റും
ഓക്കെ, ഹിസ്റ്റോൺ ചുറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഹിസ്റ്റോൺ ഒക്ടോമർ ആണെന്ന് വിചാരിക്കുക. സോ ഒരു ഹിസ്റ്റോൺ ഒക്ടോമറിന് ചുറ്റും നമ്മുടെ DNA ഇങ്ങനെ റാപ്പ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. സോ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ഒക്ടോമർ ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഈസ് എ ബേസിക് പ്രോട്ടീൻ. കാരണം ബേസിക് അമിനോ ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഇതിന് ബേസിക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബേസിക് പ്രോട്ടീൻ ആയിട്ടുള്ള ഹിസ്റ്റോണിന് ചുറ്റും നമ്മുടെ DNA ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ DNA ആണ് റാപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് ഹിസ്റ്റോൺ ഒക്ടോമർ. ദെൻ ഇവർ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി H1 ഹിസ്റ്റോൺ മോളിക്യൂൾസ് പ്രസന്റ്. വെരി ഗുഡ്. ലൈസിൻ ആൻഡ് ആർജിനിൻ എന്ന് പറയുന്ന ബേസിക് അമിനോ ആസിഡ് ആണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇത് എന്തിൻ്റെ സ്ട്രക്ചറാണ്, ന്യൂക്ലിയോസോമിൻ്റെ സ്ട്രക്ചറാണ്. ഇത് പാക്കേജിംഗ് ഓഫ് DNA ഇൻ യൂകാരിയോട്സിന്റെ കേസിലാണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അണ്ടർ മൈക്രോസ്കോപ്പ് ക്രോമാറ്റിൻ ഈസ് സീൻസ് ആസ് ബീഡ്സ് ഓൺ എ സ്ട്രിംഗ് ലൈക്ക് സ്ട്രക്ചർ. ഹിയർ ബീഡ്സ് റെപ്രസെന്റ് ദ സ്ട്രക്ചർ ഓഫ്. ഇവിടെ ബീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ബീഡ്സ് ഓൺ എ സ്ട്രിംഗ് സ്ട്രക്ചർ അല്ലേ, ഒരു മുത്തുമാല പോലെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. ഇതിലെ മുത്തുകൾ ആരൊക്കെയാണ്, ഇതാണ് ബീഡ്സ് എന്ന് പറയുന്നത്. സോ ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ആരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ബീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഹിസ്റ്റോൺ ഒക്ടോമർ ആണ്. സോ നമുക്കിവിടെ എന്ത് എഴുതാം, ഹിസ്റ്റോൺ ഒക്ടോമർ ആണ് ഇവിടെ ബീഡ്സ് എന്ന് പറയുന്നത്. ഹിസ്റ്റോൺ ഒക്ടോമർ ആണ് ഇവിടെ ബീഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചർ കേട്ടോ. ഓക്കെ, ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ എ സെൽ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ ക്യാൻ ബി ഒബ്സർവ്ഡ് അണ്ടർ മൈക്രോസ്കോപ്പ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. അതായത് നമ്മുടെ DNA പാക്കേജിങ്ങിന്റെ സമയത്ത് ഹിസ്റ്റോൺ മോളിക്യൂൾസിന് ചുറ്റും DNA റാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ DNA എന്തായിട്ട് മാറുന്നു, ക്രൊമാറ്റിൻ ആയിട്ട് മാറുക ചെയ്യുന്നത്. സോ ക്രൊമാറ്റിൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പാണ്, യൂക്രോമാറ്റിൻ ഉണ്ട്, ഹെറ്ററോക്രോമാറ്റിൻ ഉണ്ട്. സോ ഇവർ നമ്മുടെ ഡിഫറൻസ് എന്താണ്, ഹെറ്ററോക്രോമാറ്റിനും അതുകൂടാതെ തന്നെ യൂക്രോമാറ്റിനും ഉണ്ട്. ഇവർ തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയായിരുന്നു, ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ഡെൻസ്ലി പാക്ഡ് ആണ് അല്ലെ, ഡെൻസ്ലി പാക്ഡ് ആണ്. ദെൻ ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്, ഡെൻസ്ലി പാക്ഡ് ആണ്, ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആണ്. ട്രാൻസ്ക്രിപ്ഷണലി എന്തായിരിക്കും, ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ, ട്രാൻസ്ക്രിപ്ഷണലി ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ആണോ ഇനാക്റ്റീവ് ആണോ, വേഗം പറഞ്ഞേ. ട്രാൻസ്ക്രിപ്ഷണലി യെസ് ഇനാക്റ്റീവ് ആണ്. വെരി ഗുഡ്, ഇനാക്റ്റീവ് ആണ്. ഇനി അടുത്തത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് യൂക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ്ലി പാക്ഡ് ആണ്, ലൂസ്ലി പാക്ഡ് ആണ്. ദെൻ ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് യൂക്രോമാറ്റിൻ. ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ യൂക്രോമാറ്റിനും ഹെറ്ററോക്രോമാറ്റിനും തമ്മിൽ ഡിഫറൻസ് എന്ത് ചെയ്യണം, ന്യൂട്ട് ചെയ്ത് വെക്കുക. ഇതിൽ ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷണലി ഇനാക്റ്റീവ് ആണ്, ദേ ആർ ഡെൻസ്ലി പാക്ഡ് ആണ്, അതുകൊണ്ട് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. ദെൻ യൂക്രോമാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആണ്, ലൂസ്ലി പാക്ഡ് ആണ്, ദെൻ ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത്. ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് സ്റ്റേജ് ഓഫ് ക്രോമാറ്റിൻ ഈസ് നോൺ ആസ്. ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ യു ആണോ ഹെച്ചറോ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്റ്റീവ് ആണെങ്കിൽ ആരായിരിക്കും അത്, യു മീൻസ് ട്രൂ എന്ന് പഠിച്ചു വയ്ക്കാം. ആരാണ്, യെസ് യൂക്രോമാറ്റിൻ ആണ്. സോ ഇവിടെ യൂക്രോമാറ്റിൻ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോളോയിങ് ആർ ദ ഫസ്റ്റ് 2 സ്റ്റെപ്സ് ഇൻ ഗ്രിഫിത്ത് ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ്. ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് കറക്റ്റ് ഇറ്റ്. അല്ലെ, അതായത് നമ്മുടെ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ഗ്രിഫിത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിലും അതുകൂടാതെ തന്നെ നമ്മുടെ മൈസിലുമാണ് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ R സ്ട്രെയിനും S സ്ട്രെയിനും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രിഫിത്ത് ആണ് ആദ്യമായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ, ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ നോക്കിക്കേ. എസ് ട്രെയിൻ ഇൻജെക്റ്റഡ് ടു മൈസ് ലൈഫ്.
എസ്ട്രെയിൻ എന്താ? യെസ്, വെരി ഗുഡ്, മൈസ് ഡൈ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം 2 സ്ട്രെയിൻ ഉണ്ട്. ഇതിൽ എസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറുലൻ്റ് ആയിട്ടുള്ള ആളാണ്. സോ ഇൻജെക്ട് ടു മൈസ്. മൈസ് എന്താ ചെയ്തത്? മൈസ് ഡൈ. അപ്പോൾ അവിടെ തെറ്റുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, ആർ സ്ട്രെയിൻ ഇൻജെക്റ്റഡ് ടു മൈസ്, മൈസ് ഡൈ അല്ലേ? അപ്പോൾ ആർ സ്ട്രെയിൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദീസ് ആർ നോൺ വിറുലൻ്റ് ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിൽ ന്യൂമോണിയ വരുത്താത്ത ആൾക്കാരാണ് ആർ സ്ട്രെയിൻ ബാക്ടീരിയാസ്. സോ ഇത് മൈസിലോട്ട് ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻജെക്റ്റഡ് ടു മൈസ്, മൈസ് എന്ത് ചെയ്തു? മൈസ് ലീവ്. മൈസിന് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ, റൈറ്റ് ദ റിമൈനിങ് സ്റ്റെപ്പ്. 4 കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് എന്തായിരുന്നു? ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ യൂസ് ചെയ്തു. ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെ ഇൻജെക്റ്റഡ് ടു മൈസ്. മൈസിന് എന്താ സംഭവിച്ചേ? പറഞ്ഞേ. മൈസ് ലീവ് ഓർ മൈസ് ഡൈ? പറഞ്ഞേ. ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെ ഇൻജെക്ട് ചെയ്ത സമയത്ത് അതിൻ്റെ വിറുലൻസി നഷ്ടപ്പെട്ടു. യെസ്, വെരി ഗുഡ്, മൈസ് ലീവ്. ഇനി ഇത് ലാസ്റ്റ് നമ്മുടെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിന് കാരണമായിട്ടുള്ളത് ഹീറ്റ് കിൽഡ് എസ്ട്രെയിനെ എന്താക്കി? ആർ സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്തു, ഇൻജെക്റ്റഡ് ടു മൈസ്. എന്താ സംഭവിച്ചേ? യെസ്, മൈസ് ഡൈ. വെരി ഗുഡ്, മൈസ് ഡൈ. സോ ഇതിൻ്റെ ബേസിലാണ് എന്ത് കൊണ്ടുവന്നത്? ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ ഗ്രിഫിത്ത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ ഗ്രിഫിത്ത് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏത് ബാക്ടീരിയയിലാണ് സ്റ്റഡി ചെയ്തത്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ന്യൂമോണിയ കോസിംഗ് വൈറസ് ബാക്ടീരിയയിലാണ് ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? റെഡി? യെസ്, ഓക്കെ. ഇനി ഇതേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഇവിടെ മിസ് ഇത് എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോട്ട് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുക? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കിടക്കുകയാണ് ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേ, ഐഡൻറ്റിഫൈ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് RNA ഓവർ DNA ആസ് ദ ജെനറ്റിക് മെറ്റീരിയൽ. ഒന്ന് പറഞ്ഞേ. RNA നമുക്കറിയാം DNA ആണ് ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്താണ്? എന്ത് കാരണം കൊണ്ടാണ്? എന്താണ് റീസൺ എന്ന് പറയുന്നത്? റീസൺ എന്തായിരുന്നു? ഈ ഒരു ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. അതായത് RNA നോക്കുന്ന സമയത്ത് RNA എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ? RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സിംഗിൾ സ്ട്രാൻഡഡ് ആയിരിക്കും നമ്മുടെ RNA എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, സോ RNA നോക്കുകയാണെങ്കിൽ RNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ? സിംഗിൾ സ്ട്രാൻഡഡ് ആണെന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാൻ പറ്റും. രണ്ടാമത്തെ എന്താണ്? RNAയിൽ യുറാസിൽ എന്ന് പറയുന്നത് മോർ റിയാക്റ്റീവ് ആണ്. മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് ഇവർ ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ഇനി DNA നോക്കുന്ന സമയത്തോ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ദെൻ ഇതിൽ തൈമിൻ പ്രസൻ്റ് ആണ്. തൈമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സ്റ്റേബിൾ ആണ്. മോർ സ്റ്റേബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് DNA എന്ന് പറയുന്നത് കുറേ സ്റ്റേബിൾ ആയിട്ടുള്ളതും അതുകൂടാതെ തന്നെ ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ DNAനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ എക്സ്പെരിമെൻറ്റ്. ഇത് ഏത് എക്സ്പെരിമെൻ്റ് ആണ്? ഏത് എക്സ്പെരിമെൻ്റാണ് നോക്കിക്കേ. നമ്മൾ NH4Cl N15 N14 ഒക്കെ വെച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അത് ഏത് എക്സ്പെരിമെൻ്റ് ആണെന്ന് പറഞ്ഞേ. വേഗം ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവരും കൊണ്ടുവരിക. വളരെ വെയിറ്റേജ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോ ഐഡിയ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? നമ്മൾ ഇതിൻ്റെ 1 ഷോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അതൊന്ന് ജസ്റ്റ് കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, സോ ഐഡൻറ്റിഫൈ ദ എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഏതാണ്? റിപ്ലിക്കേഷൻ്റെ എക്സ്പെരിമെൻ്റ് അല്ലേ മക്കളെ? റിപ്ലിക്കേഷൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? മിസൽസൺ ആൻഡ് സ്റ്റോൾ. മിസൽസൺ ആൻഡ് സ്റ്റോളിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് DNA ഈസ് പ്രൂവ്ഡ് ബൈ ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് വഴി DNAയുടെ ഏത് പ്രോപ്പർട്ടിയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്? ഏത് പ്രോപ്പർട്ടിയാണ്? നമ്മുടെ DNA റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കൺസർവേറ്റീവ് പാറ്റേൺ ഓഫ് റിപ്ലിക്കേഷൻ.
സെമി കൺസർവേറ്റീവ് പാറ്റേൺ ഓഫ് റിപ്ലിക്കേഷൻ ആണ് ഈ പറയുന്ന എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സിമ്പിൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എക്സ്പെരിമെന്റ് എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കിയത് ഡയഗ്രാം റെപ്രസെന്റ് ദ DNA റിപ്ലിക്കേഷൻ. റീഡ്രോ ദ ഡയഗ്രാം റെക്ടിഫൈങ് ഇഫ് എനി മിസ്റ്റേക്ക്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വേഗം ഈ ഒരു ഡയഗ്രത്തിനെ നമ്മളോട് മാറ്റി വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ തന്നിട്ടുള്ള സാധനം എന്താണ്? ഈ സാധനം എന്താ മക്കളെ? ഈ ഒരു ഇൻവേർട്ടഡ് വൈ ഷേപ്ഡ് സ്ട്രക്ചർ. ഇതേതായിരുന്നു? റിപ്ലിക്കേഷൻ ഫോർക്ക്. വെരി ഗുഡ്. റിപ്ലിക്കേഷൻ ഫോർക്കാണ്. ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അരേ പ്രഭു എന്നൊക്കെ വിളിച്ചിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ വളരെ ആദ്യം ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അരേ പ്രഭു എന്ന് പറഞ്ഞിരിക്കാതെ എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഹേ ക്യാ ഹുവാ, ക്യാ ഹൂവയല്ല മക്കളെ, കൂവയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ക്യാ ഹുവ എന്ന് പറയുന്ന ആൾക്കാർക്ക് ദേ ഹുവ ഹുവ, ഇവിടെ എന്തോ ഒരു ഹുവ നടക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ടാവുന്ന സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡാണ്. ഇതിന് നമ്മൾ എന്ത് പറയും? ലീഡിങ് സ്ട്രാൻഡ്. ലീഡിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയും. ഇനി ഇവിടെ ഉണ്ടാവുന്നതോ ഈ സ്ട്രാൻഡാണ് ലാഗിങ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ലാഗിങ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ഇത് എഴുതിക്കൂടെ? യെസ്, ലാഗിങ് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, റീഡറോ. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടെ ഒരു തെറ്റുണ്ടല്ലോ, ഇത് നമ്മൾ മാറ്റി വരയ്ക്കുക. ഇതെന്താണ്? കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ്. ഇത് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ് വരുന്നത്. കാരണം 3' ഇവിടെ വന്നതുകൊണ്ട് 5' to 3' ഡയറക്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രാൻഡ് ആണ് ഇവിടെ സിന്തസൈസ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിലോ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് ആണ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക. അതിൽ നെയിം ദ 2 എൻസൈം ഇൻവോൾവ്ഡ് ഇൻ DNA റിപ്ലിക്കേഷൻ പ്രോസസ്. DNA റിപ്ലിക്കേഷൻ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് എൻസൈംസിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് എൻസൈംസ് ആണ് DNA റിപ്ലിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. DNA പോളിമറേസ് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിനെ പരസ്പരം ഒട്ടിക്കാൻ വേണ്ടി യെസ് വെരി ഗുഡ് DNA ലിഗേസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്ട്രാൻഡിനെ അൺവൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെലിക്കേസ് എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ 3 എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഈ 3 എൻസൈംസിൻ്റെ പേര് എന്ത് ചെയ്യുക, നമ്മുടെ റിപ്ലിക്കേഷനിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ദെൻ ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോസസ് ഇൻ ബാക്ടീരിയാസ് ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ പ്രോസസ്. ഈ പ്രോസസ്സ് ഏതാണ്? ഏത് പ്രോസസ്സാണ് മക്കളെ? നോക്കിക്കേ, സിഗ്മ ഫാക്ടർ വരുന്നുണ്ട്, ദെൻ ടെർമിനേഷൻ നടക്കുന്നുണ്ട്, റോ ഫാക്ടർ ഒക്കെ വരുന്നുണ്ട്. സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ ഒക്കെ ഉള്ളത് ഏത് സ്റ്റെപ്പിലാണ്, ഏത് റിയാക്ഷനിലാണ്? ഇനീസിയേസ് വെരി ഗുഡ്, ട്രാൻസ്ക്രിപ്ഷൻ ആണ് അല്ലെ, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ ബാക്ടീരിയ. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിക്കേ, നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഈ ഒരു പ്രോസസ്സിൽ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഏത് എൻസൈമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ട്രാൻസ്ക്രിപ്ഷനിൽ? ഏത് എൻസൈമാണ്? കാരണം ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA-യിൽ നിന്ന് RNA ആണ് സിന്തസൈസ് ചെയ്യുന്നത്. സോ DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് അല്ലേ, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് ആണ് ഇവിടെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം. ഓക്കെ, ഇനി അതിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ 3 മേജർ സ്റ്റെപ്സ് ഇൻ ദിസ് പ്രോസസ്. ഏതൊക്കെയാണ് 3 സ്റ്റെപ്സ്? 3 സ്റ്റെപ്സ് ഏതൊക്കെയാണ്? ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഈ 3 സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യെസ്, ഇനീസിയേഷൻ നോക്കുന്ന സമയത്ത് പ്രൊമോട്ടർ റീജിയനിലോട്ട് ആരൊക്കെയാണ് വരുന്നത്? പ്രൊമോട്ടറിലോട്ട് സിഗ്മ ഫാക്ടറും ദെൻ RNA പോളിമറേസും വരും.
അല്ലെ RNA പോളിമറൈസും സിഗ്മ ഫാക്ടറും വരും. ദെൻ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നോക്കുന്ന സമയത്ത് ഇലോങ്ങേഷനിൽ RNA പോളിമറൈസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. RNA പോളിമറൈസ് ഒറ്റയ്ക്കാണ് ഇലോങ്ങേഷൻ നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ടെർമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെർമിനേഷനിൽ വരുന്ന ആളാണ് റോ ഫാക്ടർ പ്ലസ് RNA പോളിമറൈസ് ഉണ്ടായിരിക്കും. റോ ഫാക്ടർ ഉണ്ടായിരിക്കും, RNA പോളിമറൈസ് ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? റെഡി? യെസ്. ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ് ഓഫ് ദിസ് കോംപ്ലിമെന്ററി സ്ട്രാൻഡ്. അപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോംപ്ലിമെന്ററി സ്ട്രാൻഡ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ കോംപ്ലിമെന്ററി സ്ട്രാൻഡ്സ് ഈസി ആയിട്ട് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? ATGC 5' to 3' ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് എന്ത് എഴുതാം മക്കളെ? ATGC ആണെങ്കിൽ അഡിനിന് പകരം ആരാണ് വരിക? തൈമിൻ അല്ലേ? DNA ആണ് ചോദിച്ചിട്ടുള്ളത്, തൈമിൻ. TACG 3' to 5' ഡയറക്ഷനിൽ എത്രയാണ് വരുന്നത് അത്ര എഴുതി കൊടുക്കുക. ഓക്കെ, TACG എന്ന് എഴുതി കൊടുക്കാം. ദെൻ നെയിം ദ എൻസൈം ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNAക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNA എൻസൈം ഏതാണ്? ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് DNAക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് RNA പോളിമറൈസ്. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് ദ DNA ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ദ ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇത് കൊള്ളാം, ഇത് വളരെ അധികം വലിയൊരു നീക്കമാണ് നമ്മുടെ ചാറ്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഇത് എക്സാമിന് എഴുതി കഴിഞ്ഞ മക്കളെ പിന്നെ ഒന്നും നോക്കണ്ട, 10 മാർക്ക് ഫ്രീ ആണ്. 10 മാർക്ക് മക്കൾക്ക് പോക്കറ്റിലാക്കാം. ഓക്കെ, നോ സ്റ്റഡി നോ മാർക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലും നിങ്ങൾ ഇവിടെ കുറച്ച് നേരം ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ദേ മിസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്താ, 2 സ്ട്രാൻഡും നടന്നു കഴിഞ്ഞാൽ ഇവിടെ കോംപ്ലിമെൻ്ററി, ഇവിടെ 2 പ്രോട്ടീൻസ് ഉണ്ടാവുന്നു. 2 പ്രോട്ടീൻസ് ആർ ഫോംഡ്. ഇത് നമ്മുടെ ജീൻ. നോ ജോബ് നോ ജോബ് നോ മണി ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഇരിക്കാം കേട്ടാ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, 2 പ്രോട്ടീൻസ് ഉണ്ടാവുന്നു. അത് നമ്മുടെ ജീൻ മിഷനറീസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ആൾട്ടർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? സെറ്റ്. ഇനിയിപ്പോൾ സോ ബ്യൂട്ടിഫുൾ എത്തിയാ. ഓക്കെ, എക്സ്പ്ലെയിൻ ട്രാൻസ്ക്രിപ്ഷൻ. എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇൻ DNA ഡിഫൈൻഡ് ബൈ 3 region. റൈറ്റ് ദ നെയിം ഓഫ് എനി 2 region. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നോക്കുന്ന സമയത്ത് അവിടെ വരുന്നത് ആരൊക്കെയാണ്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നോക്കുന്ന സമയത്ത് അവിടെ 3 ആളുകളുണ്ട്. പ്രൊമോട്ടർ ഉണ്ടായിരുന്നു, ദെൻ രണ്ടാമതാണ് സ്ട്രക്ചറൽ ജീൻ. സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. മൂന്നാമത്തതാണ് ടെർമിനേറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഈ 3 ആളുകളും ചേർന്നതാണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വാവുമായിട്ട് പഠിച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നോട്ട് ചെയ്ത് വെക്കുക. ഈ ഡയഗ്രാം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. സോ ഈ ഒരു സൈഡിലുള്ളത് പ്രൊമോട്ടറാണ്, ലാസ്റ്റ് വരുന്നത് ടെർമിനേറ്റർ ആണ്, ദെൻ നടുവിലുള്ളതാണ് സ്ട്രക്ചറൽ ജീൻസ്. സോ മുകളിൽ 3' to 5' ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആണ്, 5' to 3' കോഡിംഗ് സ്ട്രാൻഡ് ആണ്. mRNA കോഡ് ചെയ്യാത്ത ആളാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദ പാർട്ട് A and B. ഇതിൽ A ഏതാണ്, B ഏതാണെന്ന് ചടപടയെന്ന് പറഞ്ഞേ. A എന്ന് പറയുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, B എന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഡയഗ്രാം തന്നിട്ട് അത് ലാബിൽ ചെയ്യാൻ വേണ്ടി ചോദിക്കും കേട്ടോ. ഓക്കെ, യെസ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടർ ആണ്. വെരി ഗുഡ്. ഇനി ലാസ്റ്റ് വരുന്ന B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം വരുന്ന ടെർമിനേറ്റർ ആണ്. ടെർമിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ടെർമിനേറ്റർ. ദെൻ വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNAയിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. കോപ്പിംഗ് ഓഫ് ഇൻഫോർമേഷൻ ഫ്രം DNA ടു mRNA നമ്മൾ എന്ത് പറയുന്നു? ട്രാൻസ്ക്രിപ്ഷൻ. ദെൻ റൈറ്റ് ദ കോംപ്ലിമെന്ററി ഓഫ് DNA സ്ട്രാൻഡ് ബൈ ഒബ്സർവിംഗ് ദ സ്ട്രാൻഡ് ഗിവൺ ബിലോ. DNA സ്ട്രാൻഡ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. റൈറ്റ് ദ കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ്. അപ്പോൾ ഈസി ആയിട്ട് എഴുതിക്കൂടെ? TACG TACG TA. ഇത്ര എഴുതാ, 3' to 5' എഴുതാം. സെറ്റ് ആണല്ലോ? റെഡി?
യെസ്, അപ്പോൾ ഇത്രയും കാര്യം എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നിങ്ങൾ നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. നെയിം എ ആൻഡ് ബി ഫ്രം ദ എബോവ് ഡയഗ്രാം. ഇതിൽ എ ഏതാണ്, ബി ഏതാണ്? ഇതാണ് എ എന്ന് പറയുന്ന സാധനം, ബി എന്ന് പറയുന്ന സാധനം ദേ ഇതാണ്. ഏതാണ് എ? എ എന്താണ് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ വഴി ഫോം ചെയ്തിട്ടുള്ളത്? അതാണ് ഇവിടെ എ എന്ന് പറയുന്ന ഭാഗം. ഏതാണ്? ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? എന്താണ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ ഡയഗ്രം ആയിരുന്നു മക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്താ റിപ്പീറ്റ് ചെയ്യാനുള്ളത്? ഈസി അല്ലേ? ഈസി ആണല്ലോ. റൈറ്റ് ദ കോംപ്ലിമെന്ററി DNA സ്ട്രാൻഡ് ബൈ ഒബ്സർവിംഗ് ദ സ്ട്രാൻഡ് ഗിവൺ. DNA-യുടെ സ്ട്രാൻഡാണ് ചോദിച്ചിട്ടുള്ളത്, RNA അല്ല കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ ദേ നമുക്ക് നോക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് ഏതാണ്? mRNA ആണ്. വെരി ഗുഡ്, mRNA ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ബി എന്ന് പറയുന്നത് RNA പോളിമറൈസ് ആണ് അല്ലേ, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് ആണ് ഇവിടെ ബി എന്ന് പറയുന്ന ഭാഗം. ദെൻ ഡിസ്ക്രൈബ് ദ ഫോളോയിങ് ടേംസ്. ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്യാപ്പിംഗ് നമ്മുടെ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിൽ വരുന്ന ആളാണ് ക്യാപ്പിംഗ്. അതായത് 5' എൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മീഥൈൽ ഗ്വാനോസിൻ എന്ന് പറയുന്ന അൺയൂഷ്വൽ ബേസിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റിനെ ആഡ് ചെയ്യുന്നു. അതാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതാണ് ടെയിലിംഗ്. ടെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3' എൻഡിൽ പോളി അഡിനൈലേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? ടെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപ്പിങ്ങും ടെയിലിങ്ങും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷനിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ. റോ ഫാക്ടർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ റോ ഫാക്ടർ വേണ്ട. ബാക്കി എന്താണ്? ബി എന്ന് പറയുന്നത് RNA പോളിമറൈസ് അല്ലേ, അതുകൊണ്ടാണ് മിസ് RNA പോളിമറൈസ് എന്ന് തന്നിട്ടുള്ളത് കേട്ടോ. കൊടുത്തിരിക്കുന്നു RNA പോളിമറൈസ്. നോക്കിക്കേ, റോ ഫാക്ടർ RNA പോളിമറൈസിന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. ഓക്കെ, യെസ്. ഇനി ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഐഡന്റിഫൈ ദ പ്രോസസ് ആൻഡ് എക്സ്പ്ലെയിൻ. ഇത് ഏത് പ്രോസസ്സാണ് മക്കളെ? ഇത് ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ഒരു ഡയഗ്രം ആണ്. ഇത് ഏത് പ്രോസസ്സാണ്? ട്രാൻസ്ലേഷൻ. ഓക്കെ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് അല്ലേ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? mRNA-യിൽ നിന്ന് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ലേഷൻ. 3 സ്റ്റെപ്സ് നടക്കുന്നുണ്ട്. ഇനീസിയേഷൻ ഉണ്ട്, ഇലോങ്ങേഷൻ ഉണ്ട്, ദെൻ ടെർമിനേഷൻ ഉണ്ട്. ഇങ്ങനെ 3 സ്റ്റെപ്പിലായിട്ടാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അതായത് mRNA-യിൽ നിന്ന് പ്രോട്ടീൻസ് ഫോം ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ന്യൂക്ലിയോസോം. എന്താ മക്കളെ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നെഗറ്റീവ്ലി ചാർജ്ഡ് DNA wrapped around positively charged histone octamer. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. ബി, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. യൂക്രോമാറ്റിൻ നോക്കുകയാണെങ്കിൽ ഇവരെന്താണ്? ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് ആയിരിക്കും. ദീസ് ആർ ലൂസ്ലി പാക്ഡ് ആണ് ആൻഡ് ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആയിരിക്കും. ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പിക്ക് ഔട്ട് ദ കറക്റ്റ് വൺ. AUG ഈസ് എ സ്റ്റാർട്ട് കോഡോൺ ആൻഡ് AUG ഈസ് എ സ്റ്റോപ്പ് കോഡോൺ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം AUG ആണ് സ്റ്റാർട്ട് കോഡോൺ, മെത്തിയോണിനെയാണ് കോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 അതർ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ജെനറ്റിക് കോഡ്. ജെനറ്റിക് കോഡിന്റെ സാലിയൻ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സോ ആദ്യത്തെ പോയിന്റ് എന്ത് പഠിച്ചു വയ്ക്കണം? ട്രിപ്ലെറ്റ് ആണ്. ജെനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്ലെറ്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്ത് എഴുതാം? അൺആംബിഗ്വസ് എന്ന് എഴുതാം. മൂന്നാമത്തെ പോയിന്റ് എന്ത് എഴുതാം? ഡീജനറസി കാണിക്കുന്നുണ്ട്. ജെനറ്റിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീജനറേറ്റ് ആണെന്ന് എഴുതാം. ഓക്കെ, ദെൻ ജെനറ്റിക് കോഡ് നോക്കുന്ന സമയത്ത് സ്റ്റോപ്പ് കോഡോൺ ആയിട്ടുള്ള ഡീജനറേറ്റ്. ഓക്കെ, സ്റ്റോപ്പ് കോഡോൺ ആണ് UAA, UGA ആൻഡ് UAG. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദെൻ വിച്ച് ഈസ് ദ ഇനീഷ്യേഷൻ കോഡോൺ ആൻഡ് നെയിം ദ അമിനോ ആസിഡ് ആൻഡ് ഇറ്റ് കോഡ്. അപ്പോൾ ഏതാണ് ഇനീഷ്യേഷൻ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? AUG ആണ്. നമുക്കറിയാം AUG വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടി വരുന്നതാണ്. ശ്രുതി മിസ് പറയുകയാണേ ഡീജനറേറ്റിന് എവിടെ നിന്നാണ്, എന്നെ എവിടെ നിന്നാന്ന് നോക്കിയാണ്. അപ്പം മിസ് ഇങ്ങനെ സ്പീഡിൽ എഴുതിയപ്പോൾ ഡീജനറേറ്റിന് ഡെഞ്ചറേറ്റ് എന്ന് എഴുതി.
ഡെൻജനറേറ്റ് എന്ന് എഴുതി. അപ്പം മിസ് പറഞ്ഞു ഡെൻജൻ അല്ല, അത് ഡി ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, സന്തോഷമായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇത് നോക്കിക്കേ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് RNA മോളിക്യൂൾ. ഇത് ഏത് RNA മോളിക്യൂളാണെന്ന് വേഗം പറഞ്ഞേ. ഓക്കെ, ഏത് RNA മോളിക്യൂളാണിത്? ഇത് tRNA അല്ലേ? tRNAയുടെ സെക്കൻഡറി സ്ട്രക്ചർ ആണ് തന്നിട്ടുള്ളത്. റൈറ്റ് ദ ബേസ് സീക്വൻസ് ഓഫ് കോംപ്ലിമെന്ററി ടു ദ ആന്റികോഡൺ ലൂപ്പ്. ഇതിന്റെ ആന്റികോഡൺ ലൂപ്പിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് ഏതാണ് വരുന്നത്? ഇവിടെ UCA ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള നമുക്ക് എന്ത് എഴുതാം? യുവിന് നേരെ A എഴുതാം, സിക്ക് നേരെ G എഴുതാം, എക്ക് നേരെ U എഴുതാം. അപ്പൊ AGU ആണ് ഇതിന്റെ കോംപ്ലിമെന്ററി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്, റെഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പ്രോസസ്. ഈ പ്രോസസ് ഏതാണ്? ഇത് നമ്മൾ ട്രാൻസ്ലേഷൻ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ പ്രോസസ്സിന്റെ പേര് എഴുതാ, ട്രാൻസ്ലേഷൻ ആണ്. ദെൻ എന്താണ് UTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൈറ്റ് ദ റോൾ ഓഫ് UTR ഇൻ ദിസ് പ്രോസസ്. UTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺട്രാൻസ്ലേറ്റഡ് റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? UTR എന്ന് പറയുന്നത്. വിച്ച് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷന്റെ എഫിഷ്യൻസി കൂട്ടുന്ന ആൾക്കാരാണ് UTR എന്ന് പറയുന്നത്. ഓക്കെ, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ആണ് UTR എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ലാക് കോപ്രോൺ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിം ഓഫ് എൻസൈം ലാബിൾഡ് ആസ് ABC. ലാക്ടോസിന്റെ പ്രസൻസിൽ ഇവിടെ ABC എന്ന് പറയുന്ന എന്തുണ്ടാവുന്നുണ്ട്? പ്രോട്ടീൻ പ്രോഡക്ട്സ് അല്ലെങ്കിൽ എൻസൈംസ് ഉണ്ടാവുന്നുണ്ട്. ഇതിൽ A ഏതാ മക്കളെ? B ഏതാണ്? C ഏതാണ്? A എന്ന് പറയുമ്പോൾ സെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ZYA. പിപ്പോസിയയിൽ ZYA ആണ് അല്ലേ? വെരി ഗുഡ് ഗൗരി. A എന്ന് പറഞ്ഞാൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയേസ് ആണ് അല്ലേ? B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയേസ് ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് അസറ്റിലേസ് ആണ്. സോ ഇവരുടെ ജീൻ പ്രൊഡക്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ലാക് സെഡ് ആണെങ്കിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്, ലാക് Y ആണെങ്കിൽ പെർമിയേസ് ആണ്, ലാക് സെഡ് A ആണെങ്കിൽ ട്രാൻസ് അസറ്റിലേസ് ആണ്. ദെൻ വിച്ച് ആക്ട് ആസ് എൻ ഇൻഡ്യൂസർ ഇൻ ലാക്ടോസ്. ഏതാണ് ലാക്ടോസിന്റെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്? ലാക്ടോസ് ആണ് അല്ലെ? ലാക്ടോസ് ആണ് ലാക് കോപ്രോണിലെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. അതേപോലെ തന്നെ വീണ്ടും വാട്ട് ഈസ് P? ഇവിടെ P എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? P എന്ന് പറഞ്ഞാൽ ലാക് കോപ്രോണിൽ നമ്മൾ പിപ്പോസ് ചെയ്യാന്ന് എഴുതുന്നുണ്ട്. അതിൽ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടർ ആണ് അല്ലേ? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ടർ ആണ്. നെക്സ്റ്റ്, നെയിം ദ എൻസൈം പ്രൊഡ്യൂസ്ഡ് ബൈ ദ സ്ട്രക്ചറൽ ജീൻ ZYA. സെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയേസ് ആണ്. ഇത് അങ്ങനെ പഠിച്ചു വെക്കുക കേട്ടോ. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് അസറ്റിലേസ് ആണ്. ട്രാൻസ് അസറ്റിലേസ് ആണ്. ലാക് കോപ്രോൺ പ്രോകാരിയോട്സിൽ മാത്രമാണ് കാണുന്നത്. ഓക്കെ, റീഡ്രോ ദ ഡയഗ്രാം ഇൻ ദ പ്രസൻസ് ഓഫ് ഇൻഡ്യൂസർ. ഇൻഡ്യൂസറിന്റെ പ്രസൻസിൽ ഈ ഒരു ഡയഗ്രാം നമ്മളോട് റീഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി പറ്റും നോക്കിക്കേ. പിപ്പോസിയ PIPOZYA. ലാക്ടോസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ലാക്ടോസ് പ്രസന്റ് ആണെങ്കിൽ നമ്മുടെ ജീൻസ് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്രസർ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിപ്രസർ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഇതാണ് റിപ്രസർ പ്രോട്ടീൻ എങ്കിൽ ലാക്ടോസ് റിപ്രസർ പ്രോട്ടീനിലോട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് ഓപ്പറേറ്ററിൽ പോയി ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പറ്റിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ പ്രൊമോട്ടർ റീജിയണിൽ വന്ന് RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നു. RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്നു. ഇവിടെ എന്ത് നടക്കും? ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു, ട്രാൻസ്ലേഷനും നടക്കും. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കുന്നുണ്ട്. സോ ലാക്ടോസിന്റെ പ്രസൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ലാക്ടോസിന്റെ ആബ്സെൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കുക. മിസ് നോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ലാക് കോപ്രോൺ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലാക് കോപ്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ്. ഓക്കെ, DNA ഫിംഗർ പ്രിന്റിംഗ് നോക്കിക്കേ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ ഷോയിങ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്. ദെൻ ഹൂ ഡെവലപ്ഡ് ദ DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്? ആരാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക് കണ്ടെത്തിയത്? ആരായിരുന്നു? ഏതാണ് സയന്റിസ്റ്റിന്റെ പേരെന്തായിരുന്നു? ആരാണ്? വേഗം പറഞ്ഞേ.
ആരായിരുന്നു? അലക് ജെഫ്രി ആണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലേ. ഇനി അതിന്റെ സ്റ്റെപ്സ് ഓരോന്നായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ആദ്യം എന്താ ചെയ്യുന്നത്? ഐസൊലേഷൻ ഓഫ് DNA. DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം DNA digestion of DNA using restriction endonuclease. വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? DNA കട്ട് ഇൻറ്റു പീസസ് അല്ലെ, കട്ട് ചെയ്യുന്നു, പീസാക്കി മാറ്റുന്നു. ഇനി സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ബൈ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലോട്ടിംഗ് അല്ലെ, ട്രാൻസ്ഫറിങ് ഓഫ് സെപ്പറേറ്റഡ് DNA ഫ്രാഗ്മെന്റ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലോസ് അല്ലെങ്കിൽ നൈലോണിലോട്ട് മാറ്റുന്നു. അതിനുശേഷം ഹൈബ്രിഡൈസേഷൻ വിത്ത് VNTR probe അല്ലെ, VNTR പ്രോബ് വെച്ച് നമ്മൾ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. VNTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ നമ്പർ ഓഫ് ക്ലാസ് ഇനി ഒരു അരമണിക്കൂർ കൂടി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഒരു 11 മണി വരെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, യെസ്, VNTR എന്ന് പറഞ്ഞാൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആണ്. ഇതിന്റെ ബേസിലാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് ചെയ്യുന്നത്. കാരണം നമ്മൾ എല്ലാവരും തമ്മിൽ 99.9% സെയിം ആണ്, 0.1% ഡിഫറെൻ്റ് ആണ്. കാരണം അവിടെ സാറ്റലൈറ്റ് DNA ആണ്. സോ ഒരു സാറ്റലൈറ്റ് DNAയിൽ വരുന്ന ആളാണ് നമ്മുടെ മിനി സാറ്റലൈറ്റ്. അതിൽ വരുന്ന ഒരാളാണ് VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ഇത് ഓരോ ഇൻഡിവിജ്വൽസിലും ഈ ഒരു റിപ്പീറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അതിന്റെ ബേസിലാണ് നമ്മൾ DNA ഫിംഗർ പ്രിന്റിംഗ് ചെയ്യുന്നത്. സോ ഹൈബ്രിഡൈസേഷൻ വിത്ത് VNTR പ്രോബ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് സെറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ആദ്യം ഐസൊലേറ്റ് ചെയ്യുന്നു, ഡൈജഷൻ ബൈ DNA യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ് ബൈ ഇലക്ട്രോഫോറസിസ് വരുന്നു. ദെൻ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഹൈബ്രിഡൈസ് ചെയ്യുന്നു, ദെൻ ഓട്ടോ റേഡിയോഗ്രഫി വഴി നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗിൽ വരുന്നത്. അടുത്ത് നോക്കിക്കേ, ഡിഫൈൻ മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മ്യൂട്ടേഷൻ സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ എൻ ഓർഗാനിസം ഇസ് കോൾഡ് മ്യൂട്ടേഷൻ. അല്ലെങ്കിൽ എന്ത് പറയും? ആൾട്രേഷൻ ഓഫ് DNA സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് ടൈപ്പ് മ്യൂട്ടേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ പോയിന്റ് മ്യൂട്ടേഷൻ അല്ലെ. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ നൈട്രോജൻ ബേസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡിൽ ചേഞ്ചസ് നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ. ഇനി ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഉണ്ട് അല്ലേ, ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഉണ്ട്. അതായത് റീഡിംഗ് ഫ്രെയിമിൽ ചേഞ്ചസ് വരുന്നതാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. 2 or more നൈട്രോജൻ ബേസസ് ഡിലീറ്റ് ആവാം അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതിലൂടെ റീഡിംഗ് ഫ്രെയിമിൽ ചേഞ്ചസ് നടക്കുന്നതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. യാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണെങ്കിൽ ബാക്ക് എന്താണ്? നമ്മുടെ HGP അല്ലേ, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ മിസ്സിൻ്റെ പേര് സ്നേഹ എന്നാണേ. ഓക്കെ, അങ്ങനെയെങ്കിൽ പറഞ്ഞേ, ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ക് എൻ്റെ കയ്യിലെ ബുക്കും പലതരം. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ് അല്ലേ, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആണ്. നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സ് ആയിട്ട് HGPയിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ HGP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണ്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ആണ്. ഇതിൻ്റെ ഗോൾസ് കൂടി നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ സാലിയൻറ്റ് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സും കൂടി എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കാം. സോ ഇത്രയാണ് മക്കളെ നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കുറേ പേര് പഠിക്കാത്തത് കൊണ്ടാണ് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാത്തത് എന്ന് മിസ്സിന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ എക്സാമിനർ ചാനലിൽ പോയിട്ടുണ്ട്, +2 ചാനലിൽ കിട്ടും. അത് കറക്റ്റായിട്ട് കണ്ട് ഇനി പിന്നെ അതിനുശേഷം ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ഹംബിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു 2 ചാപ്റ്ററിന് ചോദിക്കുള്ളൂ. സോ 2 ചാപ്റ്ററിനും 1 മാർക്ക് പോലും മക്കൾ മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, ഫുൾ സെറ്റ് ആണോ? സെറ്റ് ആണെങ്കിൽ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ഉണ്ടായത്
അല്ലെ? നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യന്മാരായിട്ടുള്ളത്? എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടി നിങ്ങളുടെ ശ്രുതി മിസ് വരുന്നുണ്ട്. നമ്മുടെ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഫുൾ സെറ്റാക്കി തരും. ഒരു 30 മിനിറ്റ് കൊണ്ട് മിസ് ഫുൾ സെറ്റാക്കി തരും അല്ലേ? ഓക്കെ, അപ്പോൾ അതേ ഇനി മിസ് നമ്മുടെ ശ്രുതി മിസ്സിനെ വിളിക്കുകയാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് അതുപോലെ കീം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ +2 ഉയരെ റിവിഷൻ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അനിയന്മാരുടെ കൂടെ ഇൻഫോം ചെയ്യുക. നമ്മൾ ഇതേ 5ാം ക്ലാസ് മുതൽ 2ാം ക്ലാസ് മുതലേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യമൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്യുക. താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫുൾ സെറ്റ് ആവും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രുതി മിസ് ഇതേ ഇപ്പോൾ വരും. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, ബൈ. ഹലോ, അപ്പോൾ ആരും തളർന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നത് കുറച്ച് നേരം കൂടിയുള്ളൂ കേട്ടോ. നമുക്ക് ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, നമ്മുടെ എവല്യൂഷൻ ചാപ്റ്ററാണ്. അതങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ മിസ് വേഗം എടുത്തരാം. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും കുറച്ച് നേരം ഒന്ന് മിസ്സിൻ്റെ കൂടെ പിടിച്ച് നിൽക്കുക. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് പിടിച്ച് നിൽക്കുക കേട്ടോ. യെസ്. ഹായ് ദേവു, ജീസസ് വേൾഡ്, എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. ഓക്കെ, അമ്മു ഹായ്. യെസ്, അപ്പോൾ ദാ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് തിയറി ടോക്സ് അബൌട്ട് ദ ഹ്യൂജ് എക്സ്പ്ലോഷൻ ദാറ്റ് ലീഡ്സ് ടു ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്? എന്താണ്? ഏതാണ്? വേഗം 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 ലൈവ് ചാറ്റിൽ പറയും. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഏതാണ് നമ്മൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്? ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് ആണ് കേട്ടോ. ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി. റെഡി? യെസ്. നെക്സ്റ്റ് ഇതാ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ മിസ് ബിഗ് ബാങ്ങിൻ്റെ കാര്യം മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ പാൻസ്പെർമിയ തിയറി എന്താണ്, അതേപോലെ തന്നെ നമ്മളുടെ സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ദെൻ സ്വാൻനെറ്റ് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ്, നമ്മുടെ ലൂയി പാസ്റ്റർ എന്ത് ചെയ്തു, നമ്മളുടെ ഈ പറയുന്ന സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറിനെ ഒറ്റയടിക്ക് എന്ത് ചെയ്തു, ഇല്ലാണ്ടാക്കി അല്ലേ? അത് അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ എക്സ്പെരിമെൻറ്റ് സ്വാൻനെറ്റ് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പോണ്ടേനിയസ് ജനറേഷനെ എന്താണ് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക ആ ഒരു പോർഷൻ കേട്ടോ. ദെൻ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്മുടെ മില്ലേഴ്സ് എക്സ്പെരിമെൻറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സോ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നെയിം എ ആൻഡ് ബി. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എയും ബിയും എന്താണെന്ന് പറയാനാണ്. അപ്പോൾ H2O ഇവിടെ തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്. ഓക്കെ, H2O ഉണ്ട്, H2 ഉണ്ട്. അപ്പോൾ പിന്നെ ആരാ രണ്ടാൾക്കാർ, ബാക്കി ആരാ രണ്ടാൾക്കാർ? മില്ലർ എന്താ ചെയ്തത്, ഈ ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിൽ നമ്മുടെ പ്രിമിറ്റീവ് എർത്തിലെ കണ്ടീഷൻസ് എത്തും. ഒന്ന് വന്നു, നന്ദനക്കുട്ടി ഒന്ന് പറഞ്ഞു. ഓക്കെ, CH4, വെരി ഗുഡ്. മീഥെയിൻ ഒന്നുകൂടി ഉണ്ട്, ഒരാളും കൂടി. വെരി ഗുഡ് നന്ദനക്കുട്ടി വീണ്ടും. യെസ്, ദേവു, ഗൗരി, യെസ്, സിത്ലോഡ്, വെരി ഗുഡ്. ഏതാണ്? NH3 അല്ലേ, നമ്മൾ അമോണിയ, അത് രണ്ടുമാണ് വരുന്നത്. ഇനി ഫ്രം ദോസ് ഗിവൺ ബിലോ ചൂസ് ദ ന്യൂ മോളിക്യൂൾസ് ഒബ്റ്റെയിൻഡ് ബൈ അതർ സയൻറ്റിസ്റ്റ് ഫ്രം സിമിലർ എക്സ്പെരിമെൻറ്റ്. ഏതൊക്കെയാണ് കിട്ടിയത്? ഷുഗർ കിട്ടിയിട്ടുണ്ട്, ഫാറ്റ് കിട്ടിയിട്ടുണ്ട്, പിഗ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ്, ഷുഗർ, ഫാറ്റ്, പിഗ്മെൻറ്റ്സ്, അമൈനോ ആസിഡ് നമുക്ക് ഇതിൽ കിട്ടിയതാണ്. ഓക്കെ, നെക്സ്റ്റ്. Which of the following sets of gases were used in Miller's experiment? ഏതൊക്കെയാണ് യൂസ് ചെയ്ത് ഇപ്പം നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൽ ഏത് ഓപ്ഷനാണ് വരിക? യെസ്, നമ്മളുടെ C ഓപ്ഷനാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക അല്ലേ? C ഓപ്ഷൻ അല്ലേ വരിക, കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു ഫിഗർ എന്തായാലും ഓർത്ത് വെക്കുക. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. നമുക്ക് ഏത് രീതിക്കും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇവിടെ എന്താ നമുക്ക് കിട്ടിയത് എന്ന് ചോദിക്കാം. അങ്ങനെ കിട്ടിയത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്, അമിനോ ആസിഡ് ആണ് കിട്ടിയത്. എത്ര ടെമ്പറേച്ചർ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 800 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ് അല്ലേ? ഏതൊക്കെ ഗ്യാസസ് ആണ് എടുത്തത്? ഈ 4 ഗ്യാസസ് ആണ് നമുക്ക് എടുത്ത് തന്നിട്ടുള്ളത് അല്ലേ? പിന്നെ നമ്മൾ അന്നത്തെ ഉള്ള ലൈറ്റ്നിങ്, നമ്മുടെ ഇലക്ട്രിക് ഡിസ്ചാർജസിന് വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട്, നമുക്ക് ഇലക്ട്രോഡുകളുണ്ട് അല്ലേ? ഇലക്ട്രോഡുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് നിന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ എന്തായാലും. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നോട്ട് കിട്ടുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, റെഡി. ഇത് അതർ സയൻറ്റിസ്റ്റിന് എന്തൊക്കെ കിട്ടി, ഷുഗർ, നൈട്രജൻ ബേസസ്, പിഗ്മെൻറ്റ് ആൻഡ് ലിപ്പിഡ്സ്. ഓക്കെ, അതൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ്, ഡിഫൈൻ ദ ഹോമോലോഗസ് ഓർഗൻസ്. അപ്പം നോക്കിയാൽ ഈ ഒരു ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ, ഓക്കെ കുറേ റിപ്പീറ്റഡ് ഉണ്ട്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളുടെ ഹോമോലോഗസ് അനലോഗസ്
ഓക്കെ, കുറേ തവണ ചോദിച്ചതെന്നാണ്. പിന്നെ ഒന്ന് നമ്മളുടെ ഇവല്യൂഷൻ ഓഫ് മാൻ. ഓക്കെ, ആൻഡ് അതർ വൺ ഇസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ്. എന്താണ്? സെയിം സ്ട്രക്ചർ ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻ. സെയിം ബട്ട് ഡിഫറെൻറ്റ് അല്ലേ? സെയിം സ്ട്രക്ചർ, സെയിം ഇൻറ്റേർണൽ സ്ട്രക്ചർ, പക്ഷെ എന്താണ്? ഡിഫറെൻറ്റ് ഫങ്ഷൻ. യെസ്, ഇപ്പോഴാണ് സ്നേഹ മിസ്സിൻ്റെ ക്ലാസ്സിനേക്കാളും ആ പാട്ട് പാടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് അല്ലേ? യെസ്, അപ്പോൾ സെയിം സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഫങ്ഷൻ അല്ലേ? അനലോഗസ് ഓർഗൻസ് ആർ എ റിസൾട്ട് ഓഫ് ഡാഷ് എവല്യൂഷൻ. അപ്പോൾ നമുക്കറിയാം HD ദൃശ്യ മികവോടെ നമ്മൾ AC ഇട്ടിട്ടാണ് TV കണ്ടത് അല്ലേ? അപ്പോൾ അനലോഗസ് എന്ന് പറയുമ്പോൾ എന്ത് എവല്യൂഷനാ? കൺവേർജന്റ് എവല്യൂഷൻ. എവല്യൂഷണറി കൺവേർജൻസ് ആണല്ലേ? ഒരു ബന്ധമില്ലാത്ത കുറച്ച് ആൾക്കാർ ഒരേപോലത്തെ ക്യാരക്ടർ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ പറയുക? കൺവേർജൻസ് ആണ് അവിടെ. അപ്പോൾ അനലോഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൺവേർജന്റ് എവല്യൂഷൻ. ഇപ്പോൾ ഒന്ന് ഓണായില്ലേ? ലൈവ് ചാറ്റ് ഒന്ന് ഓണായില്ലേ? അത്ര മതി. ഓക്കെ, നെക്സ്റ്റ്, above homologous organs provide evidence of a particular type of evolution. അപ്പോൾ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എവല്യൂഷൻ. ഇത് എന്ത് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ആണ്? എന്ത് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ആണ്? അനലോഗസ് ഓർഗൻസ് ഡൈവേർജന്റ് അല്ല കേട്ടോ, ഹോമോലോഗസ് ആണ് ഡൈവേർജന്റ്. അമ്മു, ഓക്കെ, എന്താണ്? എന്ത് ടൈപ്പ് ഓഫ് എവല്യൂഷൻ? മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. എന്ത് സ്ട്രക്ചറാന്നല്ല ചോദിച്ചത്, എന്ത് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ആണെന്നാണ് ചോദിച്ചത്. ഒന്നുകൂടെ ആലോചിച്ച് പറയാൻ എനിക്ക് ഉത്തരം കാണുന്നില്ല. വെരി ഗുഡ് സിത്ലോഡ്, വെരി ഗുഡ്. ഡൈവേർജന്റ് എവല്യൂഷൻ. ഡൈവേർജന്റ് ആണ്, കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ഇതെന്താ? ഹോമോലോഗസ് ഓർഗൻസ് ആണ് അല്ലേ? ഹോമോലോഗസ് ഓർഗൻസ് ആണ്. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ അത് എന്ത് എവല്യൂഷൻ ആണ്? ഡൈവേർജന്റ് എവല്യൂഷൻ. അതായത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് കുറേ പേര് അല്ലെ, ഡൈവേഴ്സ് ആയ കുറേ പേര് ഉണ്ടാവുകയാണ് അല്ലെ? ഡൈവേഴ്സ് ആയി പോയി, അതിനെയാണ് ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ബന്ധം ഇല്ലാത്ത കുറേ പേര് ഒരു സിമിലർ ക്യാരക്ടർ കാണിക്കുമ്പോൾ അവർ തമ്മിൽ ബന്ധം ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. കൺവേർജൻസ്, കൂടിച്ചേരുക. ഓക്കെ, റെഡി? അപ്പോൾ അനലോഗസ് എന്ന് പറയുന്നതാണ് എന്ത്? കൺവേർജന്റ് എവല്യൂഷൻ. ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈവേർജന്റ് എവല്യൂഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, വാവുമായിട്ട് ഓർത്ത് വയ്ക്കുക. വാട്ട് ഡു യു മീൻ ബൈ ഹോമോലോഗസ് ഓർഗൻസ്? എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെയിം ഇന്റേർണൽ സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ഫങ്ഷൻ. ഓക്കെ, റെഡി. Next, distinguish homologous organs and analogous organs with one example for each and mention the type of evolution that led to the formation of homologous and analogous. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ? യെസ്, നമ്മളെന്താ ചോദിച്ചേ? ഡിസ്റ്റിങ്വിഷ് ഹോമോലോഗസ്. ഓക്കെ, അപ്പോൾ ഇത് ഹോമോലോഗസ് ഓർഗൻസും ഇത് അനലോഗസ് ഓർഗൻസും ആണ്. ഓക്കെ, വിത്ത് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പറയാം? സെയിം ഇന്റേർണൽ സ്ട്രക്ചർ ബട്ട് ഡിഫറെൻറ്റ്, ഷോർട്ടാക്കി എഴുതിയതാണ് കേട്ടോ, ഡിഫറെൻറ്റ് ഫങ്ഷൻ അല്ലേ? ഡിഫറെൻറ്റ് ഫങ്ഷൻ. ഇവിടെയാണെങ്കിലോ സെയിം ഫങ്ഷൻ ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ. ഓക്കെ, എക്സാമ്പിൾ ഏതെഴുതോ? എക്സാമ്പിൾ ഏതെഴുതാ മക്കളെ? ഹോമോലോഗസ്, ഫ്ലിപ്പർ ഓഫ് വെയിൽ ആൻഡ് ബാറ്റ്. ഓക്കെ, ദെൻ വേറെന്താ? പ്ലാൻ കിങ്ഡത്തിൽ ഏതാ? ബോഗൻവില്ലേ, കുക്കുർബിറ്റയില്ലേ? അതിലേത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, റെഡി? ഫോർ ലിംസ് ഓഫ് വെർട്ടിബ്രേറ്റ്സ്, ബോഗൻവില്ലേയും കുക്കുർബിറ്റയോ ഏത് വേണമെങ്കിലും എഴുതാം. ഇവിടെ ഐ ഓഫ് ഒക്ടോപ്പസ് ഓർ മാമൽസ് എഴുതാം. ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്. റെഡി? യെസ്. അപ്പോൾ ഈ എന്താ പറയുക, എന്താ മക്കളെ, എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ മിസ് ഒരൊറ്റ സ്ലൈഡിലാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോട്ട് കിട്ടുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അറേഞ്ച്ഡ് ഐറ്റംസ് ഗിവൺ ഇൻ ദ ബോക്സ് അണ്ടർ സ്യൂട്ടബിൾ ഹെഡിങ്സ്. അപ്പോൾ ഇതാ നമ്മൾ സ്യൂട്ടബിൾ ഹെഡിങ്സ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഡൈവേർജന്റ് എവല്യൂഷൻ, ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മാമൽസ്, ഫ്ലിപ്പർ ഓഫ് വെയിൽ ആൻഡ് ഫോർ ലിംബ് ഓഫ് ചീറ്റ, കൺവേർജന്റ് എവല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്തായിരിക്കും മക്കളെ?
ഹോമോലോഗസ് ഓർഗൻസും അനലോഗസ് ഓർഗൻസും ആയിരിക്കും നമ്മളുടെ ഹെഡിങ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇത് 1ഉം ഇത് 2 ആണെങ്കിൽ നമ്മളുടെ ഡൈവേർജന്റ് എവല്യൂഷൻ ഏതിലാണ് വരിക? 1ലാണ് വരിക. IF ഓക്ടോപ്പസ് ആൻഡ് മാമൽസ് 2ലാണ് വരിക. ഫ്ലിപ്പർ ഓഫ് വെയിൽ ആൻഡ് ഫോർ ലിംബ് ഓഫ് ചീറ്റ ഏതാ? 1ലാണ് വരിക. കൺവേർജന്റ് എവല്യൂഷൻ 2ലാണ് വരിക. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ ആണോ? ഇതുവരെ വളരെ വളരെ ശരിയാണോ? Yes, next question. A collection of peppered moth made in England. നമുക്ക് during the different period ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. So 1850 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇയർ ആണ് കേട്ടോ. അപ്പോൾ 1850 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് വിങ്ഡ് മോത്ത് ഭയങ്കര കൂടുതലായിരുന്നു. 1920 ആയപ്പോൾ എന്തായി? 300 ആയിട്ട് കുറഞ്ഞു അല്ലേ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാർക്ക് വിങ്ഡ് 315 ആയിരുന്നു. 1920s ആയപ്പോൾ എന്തായി? അത് കൂടി. അപ്പോൾ എന്താണ് വാട്ട് ഇസ് യുവർ ഒബ്സർവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, after 1920s എന്താണ്? we could see a difference in the number അല്ലേ. എന്തായി? വൈറ്റ് വിങ്ഡ് മോത്തിന്റെ എണ്ണം കുറഞ്ഞു, ഡാർക്ക് വിങ്ഡ് മോത്തിന്റെ എണ്ണം എന്തായി? കൂടി. ഓക്കെ, അതാണ് എന്താ നമ്മളുടെ ഒബ്സർവേഷൻ. അവിടെ എന്താണോ കാണുന്നത് അത് അവിടെ എഴുതി വെക്കുക. അത്രയേ ഉള്ളൂ ഒബ്സർവേഷൻ. ഓക്കെ, വാട്ട് ഡു യു ഒബ്സർവ്? അത്ര തന്നെ. ഓക്കെ, നെയിം ദ എവല്യൂഷണറി പ്രോസസ് ബിഹൈൻഡ് ദിസ് ഫിനോമിനൻ. എന്താണ് എവല്യൂഷണറി പ്രോസസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, നാച്ചുറൽ സെലക്ഷൻ. ഇനി റൈറ്റ് ദ റീസൺ ഫോർ ഡിക്രീസ്ഡ് നമ്പർ ഓഫ് വൈറ്റ് വിങ്ഡ് മോത്ത് ഇൻ 1920. എന്താണ് റീസൺ? ഇൻഡസ്ട്രിയൽ മെലനിസം. ഇൻഡസ്ട്രിയൽ മെലനിസം. ക്ലിയർ അല്ലേ? Yes, next okay, a collection of moth made in England during 1850 supported evolution of natural selection. Write a note on the process of natural selection on moths influenced by industrialization. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? നമ്മളുടെ ഇൻഡസ്ട്രിയൽ മെലനിസം എഴുതണം അല്ലേ. ഇൻഡസ്ട്രിയൽ മെലനിസത്തിനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. എന്താണ് സംഭവിച്ചത്? നമ്മളുടെ ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നതിന് മുന്നേ നല്ല ഹരിതാപവും പച്ചപ്പൊക്കെ ആയിട്ട് ഇരിക്കുന്ന സ്ഥലമായിരുന്നു ആര്? നമ്മളുടെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് വരുന്ന ഒരാളാണ് നമ്മളുടെ ലൈക്കൻസ്. അപ്പോൾ ലൈക്കൻസ് ഒക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ പറ്റി പിടിച്ച് കുറച്ചൊരു എന്താണ് ലൈറ്റ് കളേർഡ് ആയിട്ടായിരുന്നു നമ്മളുടെ ട്രീയുടെ ബാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 2 ടൈപ്പ് ഓഫ് പെപ്പേർഡ് മോത്തുകൾ ഉണ്ട് അല്ലേ. ലൈറ്റ് കളേർഡും ഉണ്ട്, ഡാർക്ക് കളറും ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് കളർ എന്ത് ചെയ്യും? നല്ല സുഖമായിട്ട് തട്ടിപ്പിൽ ഇങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു. പക്ഷെ നമ്മുടെ ഡാർക്കിനെ പെട്ടെന്ന് നമ്മുടെ പക്ഷികൾക്കൊക്കെ കാണുന്നതുകൊണ്ട് അതിൻ്റെ എണ്ണം കുറവും വൈറ്റിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. അങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നപ്പോൾ എന്തായി? നമ്മുടെ ഇൻഡസ്ട്രീസിൽ നിന്ന് സ്മോക്കും സൂട്ടും ഒക്കെ വന്ന് പൊല്യൂഷനൊക്കെ കൂടി അല്ലേ. പൊല്യൂഷനൊക്കെ കൂടിയിട്ട് എന്ത് പറ്റി? ഫുള്ളായിട്ട് നമ്മുടെ ലൈക്കൻസ് ഒക്കെ പൊഴിഞ്ഞു പോന്നു. ഈ സ്മോക്കൊക്കെ വന്നിട്ട് അടിക്കാൻ തുടങ്ങി. അപ്പം എന്തായി? ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആയി അല്ലേ. നമ്മുടെ ബാർക്കിൻ്റെ കളർ മാറി. അപ്പം എന്തായി? നമ്മുടെ ഡാർക്ക് വിങ്ഡ് ആയിട്ടുള്ളതിന് സുഖമായിട്ടൊരു തട്ടിപ്പിലിരിക്കാൻ പറ്റി. പക്ഷെ നമ്മുടെ വൈറ്റിനെ പെട്ടെന്ന് നമ്മുടെ ഡാർക്കിൽ കാണാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ പക്ഷികളൊക്കെ ആരെ കഴിക്കാൻ തുടങ്ങി? വൈറ്റ് വിങ്ഡിനെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഡാർക്കിൻ്റെ എണ്ണം കൂടി. ഇതാണ് എന്ത്? ഇൻഡസ്ട്രിയൽ മെലനിസം എന്ന് പറയുന്നത്. നമ്മളുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നവരെ എന്ത് ചെയ്യും? നേച്ചർ സെലക്ട് ചെയ്യും. ഇതാണ് എന്ത്? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റെഡി? വാട്ട് ഡു യു മീൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ ഓൺ എവല്യൂഷൻ? എന്താണ് ആന്ത്രോപോജനിക് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? ഹ്യൂമൺ ഇൻ്റർവെൻഷൻ അല്ലേ. ഹ്യൂമൺ ഇൻ്റർവെൻഷൻ, നമ്മളുടെ ഇടപെടൽ കാരണം എന്തെങ്കിലും ഒരു ഇവല്യൂഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? ആന്ത്രോപോജനിക്. ആന്ത്രോപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻസ് എന്നുള്ള അർത്ഥമാണ് അല്ലേ. അപ്പോൾ ജെനിക്, നമ്മൾ ഉണ്ടാക്കുന്ന അല്ലേ, നമ്മൾ കാരണം ഉണ്ടായ ഒരു എവല്യൂഷൻ, അതിനെയാണ് ആന്ത്രോപോജനിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 എക്സാമ്പിൾ ഫോർ ആന്ത്രോപോജനിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസ് അല്ലേ. നമ്മൾ കുറേ തവണ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ ആർക്കെങ്കിലും ഒരാൾക്കൊക്കെ എന്ത് കിട്ടും? നമ്മുടെ ബാക്ടീരിയകൾക്ക് വേരിയേഷൻ വന്നിട്ട് എന്ത് കിട്ടും? അവർക്ക് ആ ഒരു ആൻറ്റിബയോട്ടിക്കിനോട് ഒരു റെസിസ്റ്റൻസ് വരും. അങ്ങനെ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എന്താവും? അവർ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ കൂടുതലായിട്ട് സർവൈവ് ചെയ്യും. പതുക്കെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക അല്ലേ. യെസ്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി, പെസ്റ്റിസൈഡ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി, യെസ്, മൊസ്കിറ്റോസ് ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, റെഡി? മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒന്നാണ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത്. എവല്യൂഷൻ ഓഫ് ഡാർവിൻ ഫിഞ്ചസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ? അപ്പോൾ നമുക്കറിയാം അല്ലേ, ഒരു പോയിന്റിൽ നിന്ന്
ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് അത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയൻ്റെ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് എന്തായി മാറാണ്, അവർ അഡാപ്റ്റ് ചെയ്യാണ് അല്ലേ. പ്രോസസ് ഓഫ് ഇവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ടെറസ്ട്രിയൽ ഏരിയ ബിഗിനിങ് ഫ്രം എ പോയിന്റ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് ടു ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് ദ ജോഗ്രഫി. അതിനാണ് എന്ത് പറയുക, അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇത് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അഡാപ്റ്റീവ് റേഡിയേഷൻ്റെ ഡെഫിനേഷൻ എന്തായാലും പഠിച്ചു വെച്ചിട്ട് എക്സാമിന് പോയാൽ മതി കേട്ടോ. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് 2 other example for organism those exhibit adaptive radiation. ഒരു എക്സാമ്പിൾ ആരാ? ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് അല്ലേ. ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ് ഒരു എക്സാമ്പിൾ ആണ്. പിന്നൊരു എക്സാമ്പിൾ ആണ് നമ്മളുടെ പ്ലാസെന്റൽ മാമൽസ്. കറക്റ്റ് അല്ലേ? യെസ്. ഡാർവിൻസ് ഫിഞ്ചസ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, അപ്പം നമുക്കത് എഴുതാൻ പറ്റില്ല. ഓക്കെ, കറക്റ്റാണ്, പക്ഷെ അതിവിടെ നമുക്ക് ആൻസറിൽ എഴുതാൻ പറ്റില്ല. നമ്മളോട് അതർ എക്സാമ്പിൾ എന്നാണ് ചോദിച്ചത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, the diagram given below shows a particular type of evolutionary process in Australian marsupials. അപ്പോൾ എന്താണ് ആ ഒരു evolutionary phenomenon? എന്താണ്? Adaptive radiation. ഓക്കെ, adaptive radiation. സ്ഥലമില്ലല്ലോ. യെസ്, ready. Give another example for such type of evolutionary process and explain. അപ്പോൾ മാർസൂപ്പിയൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് എന്ത് പറയാം, പ്ലാസെന്റൽ മാമൽസ്. കണ്ടോ, വീണ്ടും നമ്മളോട് എന്ത് ചോദിച്ചു, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു. എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെഫിനിഷൻ പഠിച്ചു വെക്കണം കേട്ടോ, എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്നുള്ളത്. Next, the above shown picture a beak of a particular type of bird seen in an island during Darwin's journey. Identify the bird and name the island. ഏതാണ് ഈ ബേർഡ്? ഏതാണ് നമ്മുടെ ഡാർവിൻസ് ഫിഞ്ചസ്. ഏതാണ് ഐലൻഡ്? ഗാലപ്പഗോസ് ഐലൻഡ്. ഏതാണ് നമ്മളെ ഷിപ്പ്? നമ്മുടെ ഡാർവിൻ്റെ ഷിപ്പ് ഏതാ? ഏതാണ് ഡാർവിൻ്റെ ഷിപ്പ്? HMS. ബാക്കിയില്ല, ഇനീഷ്യൽ മാത്രമേ. HMS ബീഗൽ. വെരി ഗുഡ്. രണ്ടെണ്ണമായിട്ടൊക്കെയാണ് ടൈപ്പ് ചെയ്തല്ലേ നമ്മളെ. ആരാണത്? റെയ്ഹാൻ. ഓക്കെ, വെരി ഗുഡ്. HMS ബീഗൽ. റൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പ്രോസസ് ഇൻ ആൻസർ. അപ്പോൾ എന്താണ് നമ്മളുടെ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 ആളുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, നമ്മളുടെ ഡാർവിനിസത്തിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 പ്രിൻസിപ്പൽ കോൺസെപ്റ്റ്സ്, ഒന്ന് നാച്ചുറൽ സെലക്ഷനും ഒന്ന് ബ്രാഞ്ചിങ് ഡിസെൻറ്റും ആണ്. ഇത് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ടേംസ് ഫ്രം ദ ബ്രാക്കറ്റ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ നമുക്ക് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് എഴുതുക? നമ്മളെ ഡാർവിനിസം. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാ? മില്ലേഴ്സ് എക്സ്പെരിമെൻ്റ് ആണ് നമുക്ക് കെമിക്കൽ എവല്യൂഷൻ പ്രൂവ് ചെയ്ത് തന്നത്. കറക്റ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ്, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആരാണ്? ഈ പാഠം കടൽ പോലെ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതെന്തായാലും പഠിച്ചു വെക്കാം. ബാക്കി നമ്മളൊന്ന് വായിക്കുക, ഈ പോർഷൻസ് എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അതെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്താണ്? നമ്മളെ ബിഗ് ബാങ് തിയറി. നെക്സ്റ്റ്, യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ആരാ? നമ്മളുടെ ലമാർക്കിസം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനങ്ങളെ മിസ് വളരെ ഷോർട്ടാക്കിയിട്ട് ഈ ഒരു നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് ഈ ഒരു നോട്ടൊന്ന് വായിച്ച് നോക്കുക കേട്ടോ. മിസ് ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ അത് അണ്ടർലൈൻ ചെയ്ത് കാണിക്കുന്നില്ല എന്നുള്ളത്, ആ നോട്ടൊക്കെ ആയിട്ട് മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അത് കേട്ടോ. ഓക്കെ, റെഡി. ഇനി നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുമ്പോൾ ആരുടെ കൂടെ മാച്ച് ആവും മക്കളെ? നമ്മളെ ചാൾസ് ഡാർവിൻ്റെ കൂടെ പോയി. ഇനി ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആരുടെ കൂടെയാണ്? നമ്മളുടെ ലമാർക്കിൻ്റെ കൂടെ പോയി. ഇനി അനലോഗസ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ കൺവേർജന്റ് എവല്യൂഷൻ. ജനറ്റിക് ഫ്ലോ ബൈ ചാൻസ് ആണ് എന്ത്? നമ്മളുടെ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. യെസ്. നോട്ട്സ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടല്ലോ, നോട്ട് കിട്ടാനുള്ള ലിങ്ക് ഉണ്ടല്ലോ, അതിൽ കയറിയാൽ മതി കേട്ടോ, അതിൽ ജോയിൻ ചെയ്താൽ മതി. റെഡി. നെക്സ്റ്റ്, allele frequencies in a population are stable and is constant from generation to generation. Name the principle.
ഏതാണ് പ്രിൻസിപ്പിൾ? ഹാർഡി വീൻബർഗ് അല്ലേ? ഹാർഡി വീൻബർഗിനെയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെൻഷൻ എനി 4 ഫാക്ടേഴ്സ്, ഏതെങ്കിലും 4 ഫാക്ടേഴ്സ്. അപ്പം നമുക്ക് 5 ഫാക്ടേഴ്സ് ആണുള്ളത് അല്ലേ? ഈ 5 ഫാക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. ഈ 5 ഫാക്ടേഴ്സിൽ എന്തായാലും നിങ്ങൾക്ക് 4 എണ്ണെങ്കിലും അറിഞ്ഞിരിക്കണം. ഓക്കെ, 4 എണ്ണെങ്കിലും എന്തായാലും അറിഞ്ഞിരിക്കണം. ജനറ്റിക് ജീൻ മൈഗ്രേഷൻ, ജീൻ ഫ്ലോ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ, മ്യൂട്ടേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്. ഓക്കെ, റെഡി? ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എന്തായാലും നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ഓക്കെ, മെൻഷൻ എനി 1 ഫാക്ടേഴ്സ്. കണ്ടോ, ഫാക്ടർ ചോദിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഫാക്ടർ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ദെൻ allele frequencies in a population are stable and constant from generation to generation, called genetic equilibrium. Name the principle mentioned here. Again, Hardy-Weinberg principle. Okay, mention any 2 factors. Kanda, veendum factors. What is the significance of disturbances occurring in the genetic equilibrium? Endu atom? This causes evolution. Causes evolution. എവല്യൂഷൻ നടക്കുമ്പോഴാണ് എന്താവുക? നമ്മളെ ജനറ്റിക് ഇക്വിലിബ്രിയത്തിന് ഒരു ചേഞ്ച് ഉണ്ടാവുക. അത് ചേഞ്ച് ഉണ്ടാവുന്നതിന് അർത്ഥം എന്താണ്? അത് എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. നാച്ചുറൽ സെലക്ഷൻ ക്യാൻ ലീഡ് ടു സ്റ്റെബിലൈസേഷൻ, ഡയറക്ഷൻ ചേഞ്ച് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ചേഞ്ച്. എക്സ്പ്ലെയിൻ ദി ടേം സ്റ്റെബിലൈസേഷൻ, ഡയറക്ഷൻ ചേഞ്ച് ആൻഡ് ഡിസ്ട്രപ്റ്റീവ് ചേഞ്ച് മെൻഷൻഡ് ഹിയർ. ഓക്കെ, റെഡി? അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. ഓക്കെ, വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫിഗറാണ്. എന്തായാലും നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ 3 ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? സ്റ്റെബിലൈസിങ് ഗ്രാഫ് ഇതാണ് അല്ലേ? സ്റ്റെബിലൈസിങ് സെലക്ഷൻ, നാച്ചുറൽ സെലക്ഷൻ 3 രീതിക്ക് നടക്കാം. സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആവറേജ് വാല്യൂ ആണ് അവിടെ കൂടുതലായിട്ട് എടുക്കുന്നത് അല്ലേ? നേരെ മറിച്ച് നമ്മൾ 2 പെരിഫറൽ വാല്യൂസ് അഥവാ എക്സ്ട്രീം വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ നേച്ചർ എലിമിനേറ്റ് ചെയ്യാണ്. ആകെ സെലക്ട് ചെയ്യുന്നത് ആരെയാ? ആവറേജ് വാല്യൂ അഥവാ മീൻ വാല്യൂനെയാണ്. നേരെ മറിച്ച് നമ്മളുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിനെയാണ് സെലക്ട് ചെയ്യുന്നത്. മീൻ വാല്യൂവിനെ സെലക്ട് ചെയ്യുന്നില്ല, മറ്റേ എക്സ്ട്രീമിനെയും സെലക്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു എക്സ്ട്രീമിനെ മാത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ഗ്രാഫ് ഒരു സൈഡിലേക്ക് പോകും അല്ലേ? ഡയറക്ഷണൽ സെലക്ഷൻ. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലത് എന്തുണ്ട്? നമുക്ക് 2 എക്സ്ട്രീംസും സെലക്ട് ചെയ്യും, മീൻ വാല്യൂ സെലക്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് 2 പീക്ക് കിട്ടും അല്ലേ? 2 പീക്ക് കിട്ടും. അതാണ് എന്ത്? ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ. റെഡി? യെസ്, ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ. കഴിഞ്ഞു കേട്ടോ, കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. നല്ല കുട്ടികളല്ലേ? യെസ്, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യൂസിങ് ദ ഗിവൺ ടേംസ് ഇൻ ദ ബ്രാക്കറ്റ്സ് കംപ്ലീറ്റ് എവല്യൂഷണറി സ്റ്റേജസ് ഓഫ് മാൻ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ. ഹോമോ ഹാബിലിസ്, രാമാപിത്തിക്കസ്, ഹോമോ ഇറക്ടസ്, നിയൻഡർതാൽ മാൻ. ഓക്കെ, റെഡി? ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കോഡ് ഉണ്ടല്ലോ. യെസ്, ഏതാണ്? ഡോക്ടർ രാമൻ ഓസ്ട്രേലിയയിലേക്ക് ഹബീബിനൊപ്പം ഇറങ്ങിയപ്പോൾ ചോദിച്ചു, നീ സാപ്പിട്ടിയ. ഓക്കെ, റെഡി? അപ്പോൾ ഈ കോഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഓർത്ത് വെക്കാലോ. ഡ്രയോപിത്തിക്കസ് കഴിഞ്ഞാൽ ഡോക്ടർ രാമൻ, അപ്പോൾ ആരാ? നമ്മളെ രാമാപിത്തിക്കസ് അല്ലേ? ഇനി ഹോമോ ഹാബിലിസ് കഴിഞ്ഞാൽ ഹബീബിൻ്റെ കൂടെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഹോമോ ഇറക്ടസ് അല്ലേ? അത് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, നീ സാപ്പിട്ടിയാന്നാ ചോദിച്ചത് അല്ലേ? അപ്പം നീ, അപ്പോൾ ആരാ? ഹോമോ നിയൻഡർതാലൻസിസ് അല്ലേ? ഇവിടെ ആരാ? സാപ്പിട്ടിയ, സാപ്പിയൻസ്. റെഡി? യെസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം. റീഅറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഓർഡർ ഓഫ് ദെയർ എവല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് ആരാ വരിക? ഫസ്റ്റ് നമ്മളെ ഡ്രയോപിത്തിക്കസ് വന്നു. പിന്നെ ആരാ വരിക മക്കളെ? യെസ്, നമ്മൾ രാമപിത്തിക്കസ് ഇല്ല, അപ്പോൾ ഓസ്ട്രലോപിത്തിക്കസിൻ്റെ കൂടെ പോവാം. ദെൻ ഹോമോ ഹാബിലിസ് ഇല്ല, ഹോമോ ഇറക്ടസ് ഉണ്ട്. അപ്പോൾ 3 ഇവിടെ വരും. പിന്നെ നിയൻഡർതാൽ മാൻ വരും. ലാസ്റ്റ് നമ്മളുടെ സാപ്പിയൻസ് വരും. ഓക്കെ, റെഡി? Which of the following is a human ancestor that is more ape-like? Ape-like ആയിട്ടുള്ള ആളാരാ? നമ്മളെ ഡ്രയോപിത്തിക്കസ് ആണ്. ഓക്കെ, ഡ്രയോപിത്തിക്കസ് ആണ്. പിന്നെ ഈ ഒരു പോർഷൻ നമുക്ക് ഇതുവരെ അങ്ങനെ എക്സാമിന് ഒരുപാട് ചോദിച്ചിട്ടില്ല. ഒരു തവണ എന്തോ ആണ് നമ്മൾ മില്യൺ ഇയേഴ്സ് എഗോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തായാലും നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻവേർട്ടിബ്രേറ്റ്സ് ഉണ്ടായത് 500 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അതേപോലെ നമ്മളുടെ ഫസ്റ്റ് ഫിഷ് ഇവോൾവ് ചെയ്തത് എപ്പോഴാണ്? 350 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. അതെന്തായിരുന്നു? ഒരു ജോലസ് ഫിഷ് ആയിരുന്നു. ഓക്കെ, 350 മില്യൺ ഇയേഴ്സ് എഗോ ജോലസ് ഫിഷ് ആയിരുന്നു. അതിനുശേഷം 320 മില്യൺ ഇയേഴ്സ് എഗോ ആയപ്പോൾ സീവീഡ്സും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി അല്ലേ? സീലോക്യാന്ത എന്താണ്? നമ്മളുടെ ആംഫീബിയൻസിൻ്റെ ആൻസിസ്റ്റേഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ട്രാൻസിഷൻ, ഫിഷിൽ നിന്ന് നമ്മളുടെ ആംഫീബിയൻസ് ആയി മാറുന്ന ട്രാൻസിഷൻ
ഉണ്ടായി. പക്ഷേ നമ്മളുടെ അന്നത്തെ ആൻസിസ്റ്റേഴ്സ് ഒന്നും ഇപ്പം എന്തില്ല, കറൻ്റ്ലി അവർ ജീവിച്ചിരിക്കുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ആംഫിബിയൻസ് ഉണ്ടായി, റെപ്റ്റൈൽസ് ആയിട്ട് മാറി. ഇപ്പോൾ സണ്ണിൽ പെട്ടെന്ന് ഡ്രൈ ആവാത്ത നല്ല കട്ടിയുള്ള ഷെല്ലുള്ള റെപ്റ്റൈൽസിൻ്റെ എഗ്ഗായിരുന്നു. അതെന്തായി കൂടുതൽ സർവൈവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഏജ് ഓഫ് റെപ്റ്റൈൽസ് ആയി. അതിനുശേഷം എന്തായി, ജയൻറ്റ് ഫേൺസ് ഒക്കെ എന്തായി, നമ്മുടെ സോയിലിൻ്റെ ഉള്ളിൽ ബറീഡ് ആയിപ്പോയി. ദെൻ ചില റെപ്റ്റൈൽസ് തിരിച്ച് നമ്മൾ അക്വാറ്റിക് കണ്ടീഷൻസിലേക്ക് തന്നെ പോയി ഫിഷ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ട് പ്രോബബ്ലി 200 million years ago. ഓക്കെ, ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജസ്റ്റ് ഡൈനോസോർ ആരാണ്, നമ്മളെ ടൈറാനോസോറസ് റെക്സ് ആണ്, വിച്ച് വാസ് 20 feet, ഡാഗർ ലൈക്ക് ടീത്ത് ഒക്കെ ഉണ്ടായിരുന്നു. 65 million years ago ആണ് നമ്മുടെ ഡൈനോസോർ മാസ് എക്സ്റ്റിങ്ഷൻ സംഭവിച്ചത്. ഏർലിയസ്റ്റ് മാമൽസ് എന്ന് പറഞ്ഞാൽ ഷ്രൂ ലൈക്ക് ആയിരുന്നു. അപ്പോൾ മാമൽസ് എന്ന് പറയുന്നത് വിവിപാരസ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ എന്തുണ്ടായി, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി, അല്ലേ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അതുകൊണ്ട് സർവൈവൽ റേറ്റ് കൂടി. അതേപോലെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, സെൻസ് ഡേഞ്ചർ സെൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവരെന്തായിരുന്നു, ഇൻ്റലിജൻ്റ് ആയിരുന്നു കുറച്ചുകൂടി. അതുകൊണ്ട് പിന്നെ എന്തായി, മാമൽസ് അടിപൊളിയായിട്ട് ജീവിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തായാലും നോക്കി വെക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബയോളജി. കറക്റ്റ് 3 minute ബാക്കി നിൽക്കേ നമ്മളെ കഴിഞ്ഞു. ഓക്കെ, 11 മണിക്ക് തീർക്കുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും. റെഡി? അപ്പോൾ നോട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നോട്ട് അയച്ചു തരുന്ന സമയത്ത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഈ നോട്ട്സൊക്കെ യൂസ് ചെയ്യുക. നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് എക്സാം എഴുതാനൊക്കെ പറ്റും. ഓക്കെ, റെഡി? അപ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമുക്ക് മോഡൽ എക്സാം ആണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് നമുക്ക് ദിവസമുണ്ട് ബയോളജിക്ക്. പക്ഷേ എന്താണ്, നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചെടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാവും. കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, ടെൻഷനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ബെസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. കാരണം ഈ ഒരു അവസരം നമുക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് മാത്രം. ഓക്കെ, നമുക്ക് ഈ ഒരു +2 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തിരിച്ച് കിട്ടി. നമുക്ക് വീണ്ടും കുറേ കാലം കഴിഞ്ഞിട്ട് അന്ന് നല്ലപോലെ പഠിച്ചാൽ മതിയായിരുന്നു എന്നൊരു റിഗ്രറ്റ് നമുക്ക് വരുത്താതിരിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും പോർഷൻസൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വൺ ഷോട്ടുകളൊക്കെ എടുത്ത് കാണുക, പാർട്ടായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് കാണുക. ഓക്കെ, അതൊക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ ഈ മോഡൽ എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എടുക്കുക, നിങ്ങളുടെ ബെസ്റ്റ് കൊടുത്ത് തന്നെ പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും ഏതൊക്കെ പോർഷനിലാണ് നിങ്ങൾ വീക്ക് എന്ന് മനസ്സിലാവും. അപ്പോൾ ആ പോർഷൻസ് എന്ത് ചെയ്യുക, നമ്മുടെ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗ്യാപ്പൊക്കെ കിട്ടുമല്ലോ, ഓരോ എക്സാമിന് ശേഷം ഗ്യാപ്പൊക്കെ കിട്ടും. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കാണ്ട് പോയിട്ട് പഠിക്കുക, നന്നായിട്ട് കിടന്നൊക്കെ ഉറങ്ങുക, ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെയും കിടന്നുറങ്ങാതെ ഒന്നും ഇരിക്കരുത്. നല്ല കുട്ടികളായിട്ടിരിക്കുക. ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു കുഞ്ഞ് ഫീഡ്ബാക്ക് അവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷനും ഒരു സന്തോഷമൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എത്ര ക്ലാസ് എടുത്തു തരാനും ഞങ്ങളെല്ലാവരും ഇവിടെ എല്ലാ ഫാക്കൽറ്റീസും റെഡിയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, അതിന് വേണ്ടി ഒരു കുഞ്ഞ് കമൻറ്റ്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് എന്നുള്ളൊരു കുഞ്ഞ് കമൻറ്റ് അവിടെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും പോയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ, ഫുഡ് മുഖ്യം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ. നാളെ രാവിലെ നമുക്ക് കെമിസ്ട്രീൻ്റെ ക്ലാസ് ഉണ്ട്, വൈകുന്നേരം നമുക്ക് ബയോളജിയുടെ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.